ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2026-ൽ റിലീസായ ദി വണ്ടർഫുൾസ് എന്നൊരു സൂപ്പർ നാച്ചുറൽ കോമഡി സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഇതുവരെ റിലീസായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള ചേ എന്ന ക്യാരക്ടറിനെയാണ്. അവൾക്ക് 27 വയസ്സുണ്ട്. മൊത്തം കുഴപ്പം പിടിച്ചൊരു ലൈഫാണ് അവളുടേത്. ഒപ്പം വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് തന്നെ ഒരു ജോലി പോലുമില്ല. അവൾ സവാള അരിയുന്ന സമയത്ത് മൂക്കിൽ നിന്ന് ചോരയൊക്കെ വരും. അവൾ നേരെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലും. ഇവൾക്ക് ഹാർട്ട് ഫെയിലർ ആണ്. അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ ഞാൻ മരിക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ അവളുടെ ഹാർട്ട് കണ്ടീഷൻ മോശമാണെന്നും ഇനി സർജറി ചെയ്താലും വലിയ ഹോപ്പൊന്നുമില്ലെന്നും പറയുന്നുണ്ട്. അതോടെ അവൾ മെൻ്റലി തകർന്ന അവസ്ഥയിലാകും. ശേഷം പുറത്തേക്കിറങ്ങി സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ അവൾക്ക് ലൈഫ് തന്നെ വെറുതെയാണെന്ന ഫീലാണ്. ആളുകളെല്ലാം നോർമലായി സ്വന്തം കാര്യങ്ങളിൽ ബിസി ആയിരിക്കുമ്പോൾ ഞാൻ ഉടനെ മരിക്കാനിരിക്കെ ഇവർക്കൊന്നും ഒരു പ്രശ്നവുമില്ലല്ലോ എന്ന തരത്തിലുള്ള ലോൺലിനെസ് അവൾക്ക് ഫീൽ ചെയ്യുന്നു. ആ സമയം കുറച്ച് വിശ്വാസികൾ വന്ന് ലോകാവസാനം സംഭവിക്കാൻ പോവാണ്, പക്ഷേ പേടിക്കണ്ട, ഞങ്ങളുടെ കൂടെ ചേർന്നാൽ നമുക്കിതിനെ ഒരുമിച്ച് നേരിടാമെന്ന് പറയും. ചേ അവരോട് ഇത് മുന്നേ അറിയുമെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെ കൊണ്ട് തന്നെ ഇത് തടഞ്ഞാൽ പോരെ, എന്തിനാണ് ആ ദിവസം വരെ കാത്തിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനോട് എൻ്റെ അസുഖം മാറ്റിത്തരാൻ പറ, ഈ ലോകം അവസാനിക്കുന്നത് എനിക്കും കൂടെ കാണണം എന്ന് പറഞ്ഞ് ചീറാൻ തുടങ്ങും. അവിടെയുള്ള ഒരു കൊച്ചിൻ്റെ ഐസ്ക്രീം വരെ അവൾ തട്ടിപ്പറിക്കും. ആ കുട്ടി കരയാൻ തുടങ്ങുമ്പോഴാണ് അവിടേക്ക് നായകനായ ലീ എത്തുന്നത്. അവൻ ആ കുട്ടിക്കൊരു ലോലിപോപ്പ് വാങ്ങിക്കൊടുത്ത് ആശ്വസിപ്പിക്കും. പെട്ടെന്ന് അതിൻ്റെ അമ്മ വന്ന് അതിനെ വിളിച്ചുകൊണ്ട് പോകും. അവൻ്റെ കൊളീഗ് അവനോട് ചേനെക്കുറിച്ച് അതൊരു വള്ളിക്കേസാണ്, വല്ലാണ്ട് അടിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറയും. ഇവിടെ ഒരു ഹോട്ടൽ നടത്തുന്ന സ്ത്രീയുടെ പേരക്കുട്ടിയാണ് അവൾ എന്നും പറയും. ശേഷം ഒരു വേസ്റ്റ് കൂമ്പാരം നിറഞ്ഞ ഒരിടത്ത് നിന്ന് ഒരു ആക്രിക്കാരൻ ഓരോ സാധനങ്ങൾ നോക്കിയെടുക്കുകയാണ്. അതിലൊരു സൈക്കിൾ എടുക്കാൻ നേരം അയാൾ വഴുക്കി അവിടെയുള്ള ഒരു ചെളിക്കുഴിയിൽ ചെന്ന് വീഴുന്നു. അതിന് നല്ല നാറ്റമുണ്ടായിരുന്നു. പെട്ടെന്ന് കയ്യിലായി ഇത് ഒട്ടിപ്പിടിച്ച് ഓരോ മാറ്റങ്ങൾ വരാനും അയാളുടെ ചെവി പറഞ്ഞു പോകാനും ഒക്കെ തുടങ്ങും. അയാൾ അവിടെ കിടന്ന് പിടയുന്നതായി കാണിക്കും. ശേഷം ഈ ചെളിയിൽ വീണ ആളെ കാണാനില്ലെന്ന് പറഞ്ഞ് അയാളുടെ ഫ്രണ്ട് ലീ വർക്ക് ചെയ്യുന്നിടത്തേക്ക് വരും. എനിക്കുറപ്പാണ് സീരിയൽ കില്ലേഴ്സ് ആയിരിക്കും അവനെ കൊണ്ടുപോയിട്ടുണ്ടാവുക. 2 ആഴ്ച മുന്നേ എൻ്റെ വേറൊരു കൂട്ടുകാരനും ഇതുപോലെ മിസ്സിംഗ് ആയി, പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുപോലെയാ ഇതും. ലീയുടെ ജോലി ഒരു സിവിൽ സെർവൻ്റ് ആണ്. അതായത് ഹേസോങ് സിറ്റി ഹാളിൽ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണവൻ. അവിടേക്ക് സൺ എന്നൊരു ക്യാരക്ടറിനെ കാണിക്കുന്നു. അവിടേക്ക് ചെന്ന് ഇല്ലീഗൽ ഡംപിങ് യാർഡിനെ കുറിച്ചും വീണ്ടും കംപ്ലൈൻറ്റ് പറയാനാണ് വരുന്നത്. വേസ്റ്റൊക്കെ തട്ടുന്ന ഒരു സ്ഥലം കാണിച്ചില്ലേ, അതിനെക്കുറിച്ച്. അവനെ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒഴിഞ്ഞു മാറും. നേരെ ലീയെ ഏൽപ്പിക്കും അവൻ്റെ കേസ്. അവൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം അവിടെ ഡേഞ്ചറസ് കാര്യങ്ങൾ നടക്കുന്നതും ആളുകൾക്ക് അപകടം സംഭവിക്കുന്നതൊക്കെ ആരും സീരിയസ്ലി എടുക്കുന്നില്ലെന്ന് അവൻ പറയുന്നു. പക്ഷേ ഓഫീസ് സ്റ്റാഫൊക്കെ ഓൾറെഡി ബോറായ വിഷയമായതുകൊണ്ട് തന്നെ അവർ അവനെ ശല്യം പോലെയാണ് കാണുന്നത്. ലീ വളരെ കാമായി റൂൾസ് അനുസരിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു ഗവൺമെൻറ് ഓഫീസറാണ്. സൺ നിങ്ങളൊന്നും ചെയ്യാറില്ല, അവിടെ എന്തോ തെറ്റായി നടക്കുന്നു എന്ന് പറയുമ്പോൾ ലീ പേപ്പർ വർക്ക്, പ്രൊസീജിയേഴ്സ്, ഒഫീഷ്യൽ പ്രോസസ്സ് ഇവ മാത്രം പറഞ്ഞ് റെസ്പോണ്ട് ചെയ്യും. ശേഷം ലീയുടെ അടുത്തേക്ക് ആ കാണാതായ ആളുടെ ഫ്രണ്ട് വന്ന് ഈ നഗരം ഇങ്ങനെ നോക്കുമ്പോൾ അടിപൊളിയായി തോന്നും, പക്ഷെ അങ്ങനെയല്ല, സൂക്ഷിച്ചു നോക്കിയാൽ ഇതിലും കുഴപ്പം പിടിച്ച സ്ഥലം വേറെ ഇല്ലെന്ന് പറയും. എല്ലാവരെയും മിസ്സിങ് ആവണമെന്ന് പറയുന്നു. ശേഷം അയാളുടെ സ്ഥലത്തേക്ക് ചെന്ന് ഫുഡ് കഴിക്കാൻ നേരം ആ വിശ്വാസികൾ അവിടെയും എത്തും. നിങ്ങളെക്കൊണ്ട് വലിയ ശല്യമായല്ലോ, ഒന്ന് പോയെന്ന് പറഞ്ഞ് ആ നോട്ടീസ് ചുരുട്ടി കൂട്ടി എറിയും. പെട്ടെന്ന് തന്നെ ആ നോട്ടീസ് എയറിൽ പൊങ്ങി വരാൻ തുടങ്ങും. അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാ സാധനങ്ങളും. ഇത് അവരുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. ശേഷം ചേ അവളുടെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് കുറച്ച് കാശ് ചോദിക്കും. അവൾക്ക് ട്രിപ്പ് പോകാനാണെന്ന് പറയും. ഇവളുടെ വലിയൊരു ആഗ്രഹമാണ് പല സ്ഥലങ്ങളിലേക്ക് ട്രിപ്പ് പോകുന്നത്. അവൾ എത്ര ചോദിച്ചിട്ടും മുത്തശ്ശി കൊടുക്കുന്നില്ല. നിന്റെ ഈ ഒരു കണ്ടീഷനിൽ നിനക്ക് ട്രിപ്പ് പോകണമെന്നാണോ നീ പറയുന്നത്? ഡോക്ടർ പറഞ്ഞ പോലെ ഇവൾ അധികകാലം ഉണ്ടാവില്ല, അതുകൊണ്ട് അതിനുള്ളിൽ ട്രിപ്പ് പോകണമെന്നാണ് അവൾക്ക്. എന്നാൽ ഡോക്ടർ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും അവൾ മുത്തശ്ശിയോട് പറഞ്ഞിട്ടില്ല. ശേഷം അവൾ കുടുക്ക പൊട്ടിച്ച് അതിൽ നിന്ന് കുറച്ച് കാശുമായി മരിക്കുന്നതിന് മുമ്പായെങ്കിലും അവൾക്കൊരു ട്രിപ്പ് പോകണമെന്ന് അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു ട്രോളിയും കൊണ്ട് പതുക്കെ മുങ്ങാൻ നേരം ആ ഹോട്ടലിൽ തന്നെ ജോലി ചെയ്യുന്ന ഇവളുടെ ഫ്രണ്ടായ കാങ് ഇത് കാണും. നീ ഇതെവിടേക്കാ? ഒരു ട്രിപ്പിന്. അപ്പം മുത്തശ്ശി സമ്മതിച്ചോ? ഇല്ല. ക്യാഷ് എവിടുന്ന? അതൊക്കെ കുറച്ച് ഒപ്പിച്ചു എന്ന് പറയും. ശേഷം സൺ അയാളുടെ മകളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വന്നിരിക്കുകയാണ്. നല്ല മഴയാണ്. അതിനിടയിൽ സ്ലിപ്പായി ചെരുപ്പ് മേലേക്ക് കയറിപ്പോവും.
എന്നിട്ടത് നേരാക്കാൻ നേരം വഴുക്കി വീഴുന്നു. അത് കണ്ട മകൾ വേറൊരു കുട്ടിയുടെ കുടയിൽ കയറി പോകുന്നു. അച്ഛനെ മൈൻഡാക്കില്ല. സണ്ണിന് ഒരുപാട് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും. ശേഷം കാങ് അവൻ്റെ റൂമിലേക്ക് എത്തുമ്പോൾ അവിടെ സണ്ണ് നിൽക്കുന്നുണ്ടാവും. ഇവർ ഒരുമിച്ചാണ് ഒരു മുറിയിൽ താമസിക്കുന്നത്. ശേഷം ചേ ഒരു റെയിൻകോട്ടൊക്കെ ഇട്ട് സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കുറേ സാധനങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ തുടങ്ങും. ട്രിപ്പൊക്കെ പോവല്ലേ. അവിടെ ലീയും ഉണ്ടാവും. ഇവൾ കുറേ കത്തിയൊക്കെ അവിടുന്ന് മേടിക്കും. അപ്പോഴാണ് ലീ അവളേറ്റ് കൂട്ടിമുട്ടുന്നത്. ഇവളെ കണ്ട അവന് എന്തോ ഒരു പന്തികേട് തോന്നും. ശേഷം അവൾ സാധനങ്ങൾ ബില്ല് ചെയ്യാൻ കൊടുക്കും. ആ സ്ത്രീക്ക് അവളെ മനസ്സിലാവും. ചേ, നീ എങ്ങോട്ടേലും പോവുകയാണോ? നിന്റെ മുത്തശ്ശി വിട്ടോ? അപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാവരും നീ ട്രിപ്പ് പോവാണോ, എവിടേക്കാ പോകുന്നത്, എന്തിനാ പോകുന്നത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും. ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ റെയിൻകോട്ടൊക്കെ ഇട്ട് വന്നത്. പക്ഷെ എല്ലാവരും അവളെ കണ്ടുപിടിച്ചു. ശേഷം ഇവൾ നേരെ ഇവളുടെ ട്രോളി ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ സാധനങ്ങളൊക്കെ ആക്കും. അപ്പോൾ ലീ വന്ന് അവളുടെ പെട്ടിയിൽ കയറി പിടിക്കും. നീ ആരാ? പുതിയ സൂപ്പർ മാർക്കറ്റ് മാനേജറാണോ? ഈ കൊട്ടയാണ് നിനക്ക് വേണ്ടെങ്കിൽ നീ എടുത്തോ എന്ന് പറയും. അവൻ അവളെ വിടില്ല. അന്ന് അപ്പൂപ്പൻ വന്ന് സീരിയൽ കില്ലേഴ്സിനെ കുറിച്ച് പറഞ്ഞത് അവൻ ഓർക്കും. ഇവളുടെ അടുത്ത് ആ കത്തി കണ്ടതും ആ റോഡിൽ വെച്ച് ഇവൻ്റെ ഫ്രണ്ട് അവളെ വല്ലാണ്ട് അടിപ്പിക്കണ്ട എന്ന് പറഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ അവന് ചില സംശയങ്ങൾ തോന്നും. ഇനി ഇവളാണോ ആ സീരിയൽ കില്ലർ? ഈ പെട്ടിയിലാണോ ഇവൾ ആൾക്കാരെ കൊണ്ടുപോകാറ്? എനിക്ക് നിൻ്റെ ഈ പെട്ടി ഒന്ന് പരിശോധിക്കണം. അപ്പോൾ എന്തിനെന്ന് ചോദിച്ച് അവിടെ പിടിയും വലിയുമാവും. അങ്ങനെ പെട്ടി തുറന്ന് അതിലുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് തെറിച്ചു പോകും. അതിൽ കുറേ ഡ്രസ്സും പാവക്കുട്ടിയും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. തെറിച്ചു പോയത് അവളുടെ മണ്ടയ്ക്ക് വീഴാതിരിക്കാൻ വേണ്ടി അവളെ അടുത്തേക്ക് വലിക്കും. അതിനിടയിൽ ആ റെയിൻ ഗട്ടർ പൊട്ടി അവളുടെ തലയിലേക്ക് ഒരുപാട് വെള്ളം വന്ന് വീഴുന്നു. ഈ ദേഷ്യത്തിൽ അവൾ ആ പാവക്കുട്ടി വെച്ച് അവൻ്റെ മോന്തക്കൊന്ന് കൊടുക്കും. ശേഷം അവളുടെ മുത്തശ്ശി വിളിച്ച് നീ എവിടേക്കാ പോയതെന്ന് ചോദിക്കും. ലീ ആണെങ്കിൽ പുറത്തേക്ക് തെറിച്ച സാധനങ്ങളൊക്കെ തിരിച്ച് പെട്ടിയിലാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോകാൻ നേരത്ത് അവൻ്റെ കാർഡും കൊടുത്ത് അവൻ അവിടുന്ന് പോകും. ശേഷം കാങ്ങിൻ്റെ റൂം കാണിക്കുന്നു. അവിടെ കാങ് സണ്ണിനോട് ചേനെക്കുറിച്ച് പറയും. അവൾ ട്രിപ്പ് അടിക്കാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞ്. ആ സമയത്താണ് അവൾ അവിടെ നിൽക്കുന്നത്. പെട്ടെന്ന് കണ്ട അവർ ഒന്ന് പേടിക്കും. അപ്പോൾ നീ പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ക്യാഷ് തീർന്നു പോയി. അതിനായി നിങ്ങൾ എന്നെ സഹായിക്കണം. സഹായിച്ചാൽ കിട്ടുന്ന ക്യാഷ് നിങ്ങൾക്കും തരാമെന്ന് പറയും. ശേഷം ലീ രാത്രി തൻ്റെ റൂമിലിരുന്ന് ഒറ്റയ്ക്ക് ഇല്ലീഗൽ ഡംപിങ് സൈറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ച് ഡംപിങ് ഏരിയയുടെ ചുറ്റും നടന്ന ആക്സിഡൻറ്റ്, ആളുകൾക്ക് സംഭവിച്ച സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ, റീസെൻ്റ് കംപ്ലൈൻറ്റ് എന്നിവ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് അവൻ പരിശോധിക്കും. ശേഷം ആ വിശ്വാസികൾ ആ അപ്പാപ്പനെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടാവും. അവിടെ ആ ചെളിക്കുണ്ടിൽ വീണ് അഴുകിയ ബോഡീസ് ഉണ്ടാകും. അവിടെയായി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ ഇയാളുടെ ഫ്രണ്ടിനെ വികൃതമായ രൂപത്തിൽ ഇയാൾ കണ്ട് ഞെട്ടിപ്പോകുന്നു. ശേഷം ചേനെ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവളുടെ പ്ലാൻ ഇതുപോലെ ഫേക്കായി കിഡ്നാപ്പിംഗ് നടത്തി മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് ക്യാഷ് തട്ടാനാണ് പരിപാടി. അങ്ങനെ റെക്കോർഡ് ചെയ്ത് ഒരു ടേക്ക് എടുത്ത് അതെങ്ങനെയുണ്ടെന്ന് നോക്കുകയാണ് അവർ. അതിനിടയിൽ അവൾക്ക് വല്ലാത്തൊരു നെഞ്ചുവേദന വരും. മറ്റവരവിടെ തിരിഞ്ഞു നിൽക്കുകയാണ്. ഇവൾക്കാണെങ്കിൽ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ സമയത്തും മുത്തശ്ശി അവളെ കാത്തിരിക്കുന്നുണ്ട്. ഛേ അവിടെ വെച്ച് തന്നെ മരണപ്പെടുന്നു. അവർ ഓക്കെ ആയിട്ടുണ്ട്, എന്നാലും ഒരു ടേക്ക് കൂടെ പോവാം. അപ്പോൾ അവൾ അനങ്ങുന്നില്ല. കുറേ വിളിച്ചു നോക്കും. അങ്ങനെ അവർക്ക് മനസ്സിലാകും ഇവൾ മരിച്ചു എന്ന്. ഇവർ ആകെ ഷോക്കാവും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. ശേഷം മുത്തശ്ശി കുറേ നേരമായിട്ടും അവളെ കാണാത്തത് കൊണ്ട് പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററായ ജുൻമോയെ വിളിക്കും. അവളുടെ കാര്യം പറയുമ്പോൾ ടൈം ആവുമ്പോൾ അവൾ തന്നെ എത്തിക്കോളും, എന്നാലും ഞാൻ അന്വേഷിക്കാമെന്ന് പറയും. ശേഷം കാങ് അവളെ ഒരുപാട് എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ എഴുന്നേൽക്കുന്നില്ല. ഇനി ഇവളുടെ മുത്തശ്ശിയുടെ അവസ്ഥ എന്താവും, നമ്മുടെ അവസ്ഥ എന്താവും എന്നാലോചിച്ച് കരയും. സൺ, നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിക്കണം. എന്തേലും അബദ്ധം പറ്റിയാൽ കിഡ്നാപ്പിങ്ങിനും കൊലപാതകത്തിനും നമ്മൾ അകത്താകും. കാങ്, ഇവളെ നമ്മുടെ കൈകൊണ്ട് മരിച്ചതല്ലെന്ന് പറഞ്ഞാൽ പോരെ? എന്നിട്ട് ആര് വിശ്വസിക്കൂ? ഈ പ്ലാനിൻ്റെ മാസ്റ്റർ മൈൻഡാണ് ഇവിടെ കിടന്ന് മരിച്ചത്. അങ്ങനെ അവർക്ക് വേറെ വഴിയില്ലാതെ ഇവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാമെന്ന് അവർ വിചാരിക്കുന്നു. അതിനായി അവർ നേരെ ആ വേസ്റ്റൊക്കെ തട്ടുന്ന സ്ഥലത്തേക്ക് തന്നെ ചെല്ലും. ആളുകൾ അധികം ഇങ്ങോട്ട് വരാറില്ല, ക്യാമറകളുമില്ല. അങ്ങനെ അവളെ കളയാൻ നേരത്താണ് ലീ അവിടേക്ക് എത്തുന്നത്. പെട്ടെന്ന് അവർ മറഞ്ഞു നിൽക്കും. ലീ സണ്ണിനെ തിരിച്ചറിയും. നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നത്? ഇവിടെ എപ്പോഴും വേസ്റ്റ് കൊണ്ടുവന്ന് തള്ളുന്നു എന്ന് എപ്പോഴും പരാതിയുമായി വരാറുള്ളതല്ലേ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ തന്നെ ഇവിടേക്ക് വേസ്റ്റ് തട്ടാൻ വന്നേക്കുകയാണോ? എന്താ അതിൽ? പെട്ടെന്ന് അവൻ നോക്കാൻ നേരം അത് ഉരുണ്ട് അവളുടെ ബോഡി ആ ചെളിയിലേക്ക് വീഴുന്നു. അത് കണ്ട് ലീ ഒന്ന് ഷോക്കാവും. സണ്ണിൻ്റെയും കാങ്ങിൻ്റെയും കിളി പോയി നിൽക്കുകയാണ്. ടെക്സ്റ്റൈൽസിലൊക്കെയുള്ള ഡമ്മിയാണെന്ന് പറയും.
അത് ഞാൻ വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതും അവൻ ഈ കാഴ്ച 2 കണ്ണുകൊണ്ട് കണ്ടിട്ട്. പെട്ടെന്ന് അവർ താഴേക്ക് പോകും. കാങ്ങും സണ്ണും ആ ചെളിയിലേക്ക് വീഴും. ചേയുടെ ബോഡി കണ്ട ലീക്ക് ഇത് മറ്റവളല്ലേന്ന് മനസ്സിലാവും. അവർ ഞങ്ങൾ കൊന്നതല്ല, അവൾ സ്വയം മരിച്ചതാണ്. കുറച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ ബോഡി കാണുന്നില്ല. അവർ കുറേ തിരയും. ലീ ആ ബോഡി എവിടെയെന്ന് ചോദിച്ച് പോലീസിനെ വിളിക്കും. പെട്ടെന്ന് പിടിയും വലിയുമാവും. ഞങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്, ഞങ്ങളത് ചെയ്തിട്ടില്ല. അപ്പോൾ പോലീസ് കോൾ എടുക്കും. ഞങ്ങൾ നിങ്ങളുടെ നമ്പർ ട്രേസ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. സേഫ് അല്ലേ? പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ സ്ക്വാഡ് അവിടെ എത്തുമെന്ന് പറയും. ശേഷം പോലീസ് അവിടെ എത്തി അവരുടെ മൊഴിയെടുക്കും. ലീ അവർ ഒരു ബോഡി ഇവിടെ ഡിസ്പോസ് ചെയ്യാൻ വന്ന കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് ബോഡി എവിടെ? അത് കാണാനില്ല. ആ ബോഡി ചേ എന്നൊരാളാണോ? അതെ. അപ്പോൾ ആ നിൽക്കുന്ന ആളാണോ എന്ന് ചോദിക്കും. പെട്ടെന്ന് അവൻ തിരിഞ്ഞ് അതെ അത് തന്നെയാണെന്ന് പറയും. പെട്ടെന്ന് അവൻ ഞെട്ടും. അതുപോലെ സണ്ണും കാങ്ങിൻ്റെ ബോധം വരെ പോകുന്നു. ശേഷം ലീ നേരത്തെ ചേയുമായി പിടിവലി നടന്ന സ്ഥലത്തേക്ക് ചെല്ലും. അവിടെ മുകളിലായി അവൾ വാങ്ങിയ കത്തിയൊക്കെ തറച്ചിരിക്കുന്നുണ്ടാവും. ആ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ ആ കത്തിയും കത്രികയൊക്കെ അവളുടെ തലയിൽ വീഴാതിരിക്കാൻ അവൻ അവൻ്റെ പവർ ഉപയോഗിച്ച് ചെയ്തതാണത്. എന്നിട്ട് അവൻ്റെ പവർ വെച്ച് ആ റെയിൻ ഗട്ടറൊക്കെ അവൻ ശരിയാക്കും. അതെ ഗൈസ്, ലീക്ക് സൂപ്പർ പവർ ഉണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2026 റിലീസായ ദി വണ്ടർഫുൾസ് എന്നൊരു സൂപ്പർ നാച്ചുറൽ കോമഡി സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഇതുവരെ റിലീസായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ചേ മരിച്ച് ആ ചെളിയിൽ കിടക്കുന്ന സമയം പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററായ ജുൻമോ അവളുടെ ഫോൺ ട്രേസ് ചെയ്ത് അവളുടെ ലൊക്കേഷൻ മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുക്കും. ഏതോ ഐലൻഡിലാണെന്നൊക്കെ ആയിരിക്കും ഇവൻ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് മുത്തശ്ശി അവളുടെ റൂം തപ്പുമ്പോൾ അവിടെ ഒരു കത്ത് കിട്ടും. ശേഷം ജീവൻ തിരിച്ചു വന്ന ചേ പോലും അന്തം വിട്ട് നിൽക്കുകയാണ്, എന്താ ഉണ്ടായെന്ന് അറിയാതെ. ശേഷം അവർ 3 പേരും സ്റ്റേഷനിലാണ്. ഓഫീസർ, നിങ്ങളാണോ റിപ്പോർട്ട് ചെയ്തത്? ഇവർ 2 പേരും ഒരു ബോഡി ഡിസ്പോസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് സൺ ദേഷ്യപ്പെട്ട്, ഏത് ഡെഡ് ബോഡി? നിങ്ങളും കണ്ടതല്ലേ, അവൾ ഓക്കെയാണ്. ഞങ്ങൾ ആ സ്ഥലം ഒന്ന് പരിശോധിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ആ ചെളിയിൽ വീണു. ഞാൻ തന്നെ എത്ര വട്ടം അതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് കൊടുത്താണെന്ന് അറിയോ? അധികാരികൾ അതിനെതിരെ ഒന്നും ചെയ്യുന്നില്ല. ലീ, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് സാർ. അങ്ങനെ ആ കേസ് ക്ലോസ് ആവും. ശേഷം ചേ ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കും. കാങ്, നീ ശരിക്കും ഓക്കെ അല്ലേ? ഞാൻ വിചാരിച്ചത് നീ മരിച്ചെന്നാണ്. പിന്നെ നീ എന്താ ശ്വാസം എടുക്കാതിരുന്ന്? അവൾ, ഞാനും അങ്ങനെ വിചാരിച്ചത്. പക്ഷേ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ആരോ എന്നെ വിളിച്ച് എണീപ്പിച്ചതാണ്. വേഗം ഇവിടുന്ന് പുറത്ത് കടക്ക്, ഇവിടെ ഡേഞ്ചറാണെന്നൊക്കെ പറഞ്ഞ്. നിന്റെ മുത്തശ്ശിക്കറിയോ നീ ഇവിടെയാണെന്ന്? ഇല്ല. എന്നെ കിഡ്നാപ്പ് ചെയ്തത് നിങ്ങളാണെന്ന് അറിഞ്ഞാൽ നിങ്ങളെ തലയൊഴിച്ച് ശരീരം മൊത്തമായിട്ട് കുഴിച്ചിടും. അപ്പോഴേക്കും അവിടേക്ക് മുത്തശ്ശി എത്തും. അവർ പറയുന്നതൊക്കെ മുത്തശ്ശി കേട്ടു എന്ന് മനസ്സിലായ ഉടനെ ചേ പാനിക്കായി അലമാരയിൽ ഒളിക്കാനായി കയറുന്നു. എന്നാൽ അവളുടെ പവർ ആക്ടിവേറ്റായി അവൾ പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് ടെലിപ്പോർട്ടാകുന്നു. ഒരു രാജഭരണം നടക്കുന്ന കാലഘട്ടത്തിലേക്ക്. അവിടെ രാജാവ് ഒരാളെ ശിക്ഷിക്കുന്നതാണ് അവൾ കാണുന്നത്. അത് കണ്ട് എന്താ സംഭവം എന്നറിയാതെ നിൽക്കുകയാണ് അവൾ. മുത്തശ്ശി അലമാര തുറക്കുമ്പോൾ ചേ അവിടെ ഇല്ല. അത് കണ്ട് മുത്തശ്ശി ഷോക്കായി അവളെ തിരയുന്നു. കുറച്ചു നേരത്തിന് ശേഷം ചേ വീണ്ടും അലമാരയിലേക്ക് തിരിച്ചെത്തുന്നു, പേടിച്ച് ഓൾമോസ്റ്റ് കരയുന്ന അവസ്ഥയിൽ. അപ്പോൾ മുത്തശ്ശി അവളെ കാമാക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് പുറത്ത് ലീ നിൽക്കുന്നുണ്ടായിരുന്നു. ശേഷം ആ അപ്പാപ്പൻ മുമ്പിലുള്ള ഒരു സ്ത്രീയോടായി പറയുന്നുണ്ട് താൻ മുമ്പ് ഒരു റിസർച്ച് സെൻറ്ററിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് ഓർഫൺ കുട്ടികളെ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു എന്നാണ്. അവിടെ തീപിടുത്തമുണ്ടായപ്പോൾ പേഷ്യൻ്റ് 3972 എന്ന നമ്പറുള്ള ഒരു കുട്ടിയെ അവൻ രക്ഷിച്ചു എന്ന് പറയുന്നു. അതായത് ആ കുട്ടിയെ അവൻ ആ അപകടം പിടിച്ച പരീക്ഷണ ലാബിൽ നിന്നാണ് പുറത്തെടുത്തത്. അവനിപ്പോൾ വളർന്ന് വലുതായിട്ടുണ്ടാവും. ആ സ്ഥലം ഹൊവാൻഡോ ലാബ് എന്ന റിസർച്ച് ലാബായിരുന്നു. അവിടെ ഓർഫനേജിൽ നിന്നുള്ള കുട്ടികളിൽ കെമിക്കൽസ് ഇഞ്ചക്ട് ചെയ്ത് സൂപ്പർ പവേഴ്സ് ഉണ്ടാക്കുന്ന പരീക്ഷണങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ട് അയാൾക്ക് കഴിക്കാൻ ഒരുപാട് ഫുഡൊക്കെ കൊടുക്കും. അയാൾ അത് കഴിക്കുന്ന സമയത്താണ് പെട്ടെന്നെല്ലാം മാഞ്ഞു പോകുന്നത്. എല്ലാം അയാളുടെ ഒരു ഹാലൂസിനേഷനാണ്. അതൊരു പെണ്ണ് അവളുടെ പവർ വെച്ച് അങ്ങനെ തോന്നിപ്പിച്ചതാണ്. പല സത്യങ്ങളും അയാളെ കൊണ്ട് പറയിക്കാനായി. ആ 3972 എന്ന നമ്പറുള്ള കുട്ടിയെയാണ് ഇവർ നോക്കുന്നത്.
ആ കുട്ടിക്ക് ടെലികൈനസിസ് ആണ് പവർ എന്ന് വെച്ചാൽ ഏതൊരു ഒബ്ജക്റ്റും അവൻ്റെ പവർ കൊണ്ട് മൂവ് ചെയ്യാൻ സാധിക്കും. സ്ട്രേഞ്ചർ തിങ്സിലെ എലവനെ പോലെ. ശേഷം ആ കുട്ടിയുടെ അന്നത്തെ കാലമാണ് കാണിക്കുന്നത്. അന്ന് പുതിയ കുട്ടികളെയും ആ ലാബിലേക്ക് കൊണ്ടുവരും. ആ കൂട്ടത്തിലുള്ളതാവും ആ കുട്ടിയും. ആ കുട്ടികൾ നോക്കുമ്പോൾ വേറെ കുറേ കുട്ടികളെയും അവിടെ പൂട്ടിയിട്ടിട്ടുണ്ട്. എക്സ്പെരിമെൻ്റ് നടത്തുന്നുമുണ്ട്. ആ സയൻറ്റിസ്റ്റ് അവനെ തന്നെ ചൂസ് ചെയ്യും എക്സ്പെരിമെൻ്റ് ചെയ്യാൻ. അപ്പുറത്ത് കിടക്കുന്ന പയ്യൻ നിനക്ക് ഫാമിലി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ലെന്ന് പറയും. ശേഷം അവിടെയുള്ള എല്ലാ ഒബ്സ്റ്റക്കിൾസും പാറിക്കളിക്കാൻ തുടങ്ങും. അപ്പോൾ അതിൽ നിന്ന് അവൻ്റെ കൂട്ടുകാരൻ അവനെ രക്ഷിക്കും. അവൻ്റെ തല പൊട്ടിയിട്ടുണ്ടാകും. കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയും. പെട്ടെന്ന് അവൻ്റെ തലയിലുള്ള മുറിവ് ഹീലാവാൻ തുടങ്ങും. അതാണ് ആ പയ്യൻ്റെ പവർ. എന്നിട്ട് മറ്റവനോട് നീ ആ ബുക്ക് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമെന്ന് പറയും. അത് ചെറുതായി ഒന്ന് അനങ്ങും. അപ്പോഴാണ് അത് കണ്ട് സയൻറ്റിസ്റ്റ് അവിടേക്ക് വരുന്നത്. അവൻ കുറേ ശ്രമിച്ച് ആ ബുക്ക് അവൻ എടുക്കുന്നു. എന്നിട്ട് അത് അവിടെയുള്ള ഒരു കുട്ടിക്ക് കൊടുക്കുന്നു. പെട്ടെന്ന് ആ തീപിടുത്തവും അലർച്ചയുമൊക്കെ സ്വപ്നം കണ്ട ലീ ഞെട്ടി എണീക്കും. ആ കുട്ടി ലീ ആയിരുന്നു. അങ്ങനെയാണ് അവൻ ആ പവേഴ്സ് കിട്ടിയത്. ആ സമയത്ത് തന്നെ എല്ലാ ഒബ്സ്റ്റക്കിൾസും കാറ്റിൽ പൊങ്ങി നിന്നിരുന്നു. പെട്ടെന്ന് അതെല്ലാം താഴേക്ക് വീഴുന്നു. ഈ ശബ്ദം കേട്ട് അപ്പുറത്തെ റൂമിലുള്ളവർ ചീത്ത പറയാൻ തുടങ്ങും. അവൻ ആലോചിക്കുന്നത് അന്ന് ആ ലാബിൽ വെച്ച് കണ്ടത് ഈ ചേനയാണോ? പക്ഷേ ഒരു പയ്യനായിരുന്നു അത്. ശേഷം മുത്തശ്ശി വന്ന് ചേന നോക്കുമ്പോൾ അവൾക്കൊരു മുറിവുമില്ല. എല്ലാം ഓക്കെയാണ്. ശേഷം അവളുടെ റിസൾട്ട്സും എല്ലാം കണ്ട ഡോക്ടർ തന്നെ അന്തം വിടും. ഡോക്ടർ റിപ്പോർട്ട്സൊക്കെ നോക്കി ചേയുടെ ബോഡി കണ്ടീഷൻ അത്ഭുതകരമായി ഇമ്പ്രൂവ് ആയെന്ന് പറയുന്നു. മുമ്പുണ്ടായിരുന്ന ബ്ലഡ് ക്ലോട്ട്സ് പോലും ഡിസപ്പിയർ ആയിരിക്കുന്നു. അപ്പോൾ മുത്തശ്ശിക്ക് ചേയിൽ എന്തോ അസാധാരണമായ മാറ്റം സംഭവിച്ചതെന്ന് വ്യക്തമായി മനസ്സിലാവുന്നു. ശേഷം മുത്തശ്ശി ചോയി എന്നൊരാളെ വിളിക്കും. ഹൊവോണ്ടോ ലാബിലുള്ള ഒരാളുടെ നമ്പർ ആയിരിക്കും അത്. എന്ന് വെച്ചാൽ ആ പവേഴ്സൊക്കെ ഉണ്ടാക്കുന്ന ആ ലാബിലുള്ള ഒരാളുടെ നമ്പർ തന്നെ ആയിരിക്കും അത്. ആ വിശ്വാസികൾ കൊടുത്ത നോട്ടീസിലും ഇതേ സെയിം ലോഗോ ആയിരിക്കും. അത് ലീ ശ്രദ്ധിക്കുന്നു. ശേഷം കാങ്, ഇനി നമ്മളെങ്ങനെ മുത്തശ്ശിയെ ഫേസ് ചെയ്യും? സൺ, എന്നോടെന്തിനാ ചോദിക്കുന്നത്? നിങ്ങൾ രണ്ടുമല്ലേ എന്നെ പിടിച്ച് ഇതിലേക്ക് വിട്ടത്? ഞാൻ അപ്പോൾ നോക്കിയപ്പോൾ അവൾക്ക് പൾസ് ഉണ്ടായിരുന്നില്ല. ഉറപ്പായി മരിച്ചതായിരുന്നു അവൾ. എന്നിട്ട് എല്ലാം നിന്റെയും അവളുടെയും കുഴപ്പമായിരുന്നു എന്ന് പറഞ്ഞു പോകും. ഇവൻ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് ഒരു ക്യാൻ എടുത്ത് സൈഡിലോട്ട് എറിയും. ശക്തിയിലായിട്ടൊരു സൗണ്ട് കേൾക്കും. ശേഷം സൺ അവൻ്റെ വൈഫുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഫ്രിഡ്ജിൽ നിന്ന് അവൻ്റെ കൈ എടുക്കാൻ പറ്റുന്നില്ല. അതിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവും. പെട്ടെന്ന് വൈഫ് വരുമ്പോൾ ഒന്നും അറിയാത്ത പോലെ നിൽക്കും. അങ്ങനെ ലൈറ്റ്സ് ഓഫ് ചെയ്ത് പോകുമ്പോഴും ഇവൻ ഇതിൽ നിന്ന് കൈ എടുക്കാൻ പറ്റുന്നില്ല. അതിനായി മുക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് അവൻ്റെ മോള് വരും. ആ മോള് വന്നോ? അച്ഛൻ ഈ ഫ്രിഡ്ജൊന്ന് തുറക്കാൻ നോക്കിയായിരുന്നു, മോൾക്ക് എന്തെങ്കിലും വേണോ? പെട്ടെന്ന് ആ കുട്ടിയൊന്നും മിണ്ടാതെ അവിടുന്ന് പോകും. ഇവൻ എത്ര വലിച്ചിട്ടും ആ കൈ എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ ക്യാങ് എറിഞ്ഞ ക്യാൻ ഒരു തുളയിട്ട് അപ്പുറത്തൂടെ പോയിട്ടുണ്ടാവും. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അവൻ. പെട്ടെന്നാണ് വേറൊരു ഹോൾ അവൻ കാണുന്നത്. ആ 2 ഹോളും കടന്നാണ് അത് പുറത്തേക്ക് പോയിരിക്കുന്നതെന്ന് അവന് മനസ്സിലാവും. ശേഷം ചേന് മുത്തശ്ശി ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ മുത്തശ്ശി അവളോട് ഇനി നന്നായി തിന്നണം, ശരീരം മുറുക്കണം, സാധാരണ ആളെപ്പോലെ ജീവിക്കണം എന്ന രീതിയിൽ കെയറിംഗ് ആയി സംസാരിക്കുന്നു. നീ മീൻവൈൽ സഡൻ റിക്കവറിയും പവേഴ്സും കൊണ്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. അവൾ എനിക്ക് ശരിക്കും എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി നേരെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാതെ ഇപ്പോൾ അധികം ചിന്തിക്കണ്ട, നീ ജീവിച്ചിരിക്കുന്നു, അതാണ് പ്രധാന കാര്യം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കുന്നു. എന്നിട്ട് അവൾക്ക് ട്രിപ്പ് പോകാനുള്ള പാസ്പോർട്ടും ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തു കൊടുക്കും. പക്ഷെ അതിനു മുമ്പായി അനുസരണയോടെയും ഹെൽത്തിയായും ഇരിക്കണം. അപ്പോൾ എനിക്ക് 27 വയസ്സുണ്ട്, ഞാൻ കുട്ടിയൊന്നുമല്ല. അപ്പോഴാണ് ആ ലാബിൽ നിന്ന് ചോയ് വിളിക്കുന്നത്. അവിടുന്ന് പതുക്കെ മാറും. ശേഷം അവളൊന്ന് കണ്ണാടിയിൽ നോക്കും. മൊത്തത്തിലൊരു ഗ്ലോ ഉണ്ട് അവൾക്ക്. പഴയ പോലെ ചുണ്ട് നീല കളറിലൊന്നുമല്ല, ഉറക്കം തൂങ്ങിയ പോലത്തെ കണ്ണുമില്ല, മുറിവുകളൊക്കെ മാഞ്ഞു പോയിട്ടുമുണ്ട്. ശേഷം ലീ അവളെ കാണാനെത്തും. നിനക്കെന്താ വേണ്ടത്, എന്തെങ്കിലും പറയാനുണ്ടോ? അവൻ, നീ ഇതിനു മുമ്പ് മരിച്ചിട്ടുണ്ടോ അതോ ആദ്യമായിട്ടാണോ എന്ന് ചോദിക്കും. ഇവൻ്റെ കിളി പോയോ എന്നാണ് അവൾ വിചാരിക്കുന്നത്. എൻ്റെ സ്യൂട്ട് കേസ് പൊട്ടിച്ചതും ഒരു കാര്യവുമില്ലാതെ പോലീസിനെ വിളിച്ച് ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതൊക്കെ നീയല്ലേ? അപ്പോൾ വിളിച്ചത് വെറുതെയല്ല, നിൻ്റെ ഫാമിലിക്ക് വേണ്ടിയാണ്. നിൻ്റെ ബോഡി അവർക്ക് കൈമാറണ്ടേ? അപ്പോൾ നോക്ക്, ഞാനിതാ നിൻ്റെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നു. എന്നെ കണ്ടിട്ട് വട്ടാണെന്ന് തോന്നുന്നുണ്ടോ? ലീ, നീ വണ്ടർ കൈൻഡർ എന്ന് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതെന്താണ്? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊരു കുഴപ്പമില്ലെന്ന്. ശരിയെന്നാ ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞ് അവൻ പോകും. കാങ്, ഇനി ഇതിൻ്റെ ബാക്കിയായി പോലീസ് വീണ്ടും വരുമോ? അപ്പോൾ എന്തിന്? അതിനായി ഒന്നും തന്നെ ഇല്ലല്ലോ. നിങ്ങൾ കിഡ്നാപ്പിംഗ് ഒക്കെ റെക്കോർഡ് ചെയ്തില്ലേ, അതെവിടെയാണ്? അപ്പോൾ അത് അവിടെ തന്നെയുണ്ട്, എടുത്തിട്ടില്ലെന്ന് പറയും. ആ ഫൂട്ടേജ് അവർ ഡിലീറ്റ് ചെയ്തിട്ടും ഉണ്ടാവില്ല. പോയി അത് ഡിലീറ്റ് ചെയ്യടാന്ന് പറയും. ഈ കാര്യം സണ്ണിനെ വിളിച്ചു പറയുന്നു അവൻ.
ശേഷം ചേ പോകുന്നതിൻ്റെ പിന്നാലെ തൊപ്പിയും വെച്ച് ലീ പോകും. അവൻ്റെ പിന്നാലെയായി ആ ഹൂഡിയിട്ട് വേറൊരുത്തനും ഉണ്ടാകും. മറ്റേ വിശ്വാസികളുടെ കൂടെയുള്ള പവറുള്ള ഒരുത്തനില്ലേ അവൻ. ലീക്ക് കണ്ടുപിടിക്കണം ഇവൾ എങ്ങനെ വീണ്ടും ജീവനോടെ എത്തിയെന്ന്. ഇവളും ആ ലാബിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെയാണ് അവൻ്റെ സംശയം. ആ സ്ട്രീറ്റിൽ മൂർച്ചയുള്ള ഒരുപാട് ആയുധങ്ങളുണ്ട്. അവൻ്റെ പവർ യൂസ് ചെയ്ത് അവളുടെ മേൽ മുറിവുണ്ടാക്കാൻ അവൻ നോക്കുന്നുണ്ട്. പക്ഷെ അവനൊരു ടെൻഷൻ. പെട്ടെന്ന് അവൾ പിന്നോട്ട് തിരിയും. ഇവനെ പൊക്കിയെന്ന് വിചാരിക്കും. പക്ഷെ അവൾ കഴിക്കാനായി നിന്നതായിരിക്കും. ആ സമയത്ത് മുകളിലുള്ള ചെടിച്ചട്ടി ഇവൻ താഴേക്കിടാൻ നോക്കും. പെട്ടെന്ന് അവൻ ആലോചിക്കും, ഇനി അഥവാ ഇവൾക്ക് ആ പവറൊന്നും ഇല്ലെങ്കിലോ, എന്തു ചെയ്യും? ഇവൾക്ക് വീണ്ടും പരിക്ക് പറ്റില്ലേ? അവൾ ഇവനെ കാണുന്നതും ആ ചട്ടി അവൻ തിരിച്ചു വെക്കും. ഇവനെ കണ്ട് അവൾ അവിടുന്ന് ഓടും. ഇവനും പിന്നാലെ വെച്ചു പിടിക്കും. അങ്ങനെ ഓടി ഓടി ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് എത്തും. അവിടെ വെച്ചാണ് ഇവർ കിഡ്നാപ്പിംഗ് പ്ലാനിങ് ചെയ്തത്. ആ സമയത്ത് ഒരു ആക്രിക്കാരനെ കാണും. അയാളുടെ അടുത്തൊരു ക്യാമറയും ഉണ്ട്. അതോടൊപ്പം അവളുടെ സ്യൂട്ട് കേസും അവൻ കാണും. അതിൽ ആ കിഡ്നാപ്പിംഗ് ഫൂട്ടേജ് അവൻ കാണുന്നു. ലീ അത് വാങ്ങി അത് മൊത്തം ഇരുന്ന് കാണും. അവൾ അതിനിടയിൽ മരിച്ചതൊക്കെ അവൻ അറിയുന്നു. ചേ അവളുടെ സ്യൂട്ട് കേസ് തപ്പുകയാണ്. ക്യാമറയും കാണുന്നില്ല. ശേഷം ലീ രണ്ടും കൽപ്പിച്ച് അവൻ്റെ പവർ യൂസ് ചെയ്യാൻ തുടങ്ങും. അവിടെ മൊത്തം കുലുങ്ങുന്നുണ്ടാവും. എന്നിട്ട് എല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാൻ തുടങ്ങുന്നു. ശേഷം സണ്ണിൻ്റെ വൈഫ് വിളിച്ച് നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കും. ഇവനൊരു ഫ്ലവർ ഷോപ്പാണുള്ളത്, ഞാൻ ഡെലിവറിക്കായി പോയതാണെന്ന് പറയും. അപ്പോൾ ഡെലിവറി ചെയ്യാനുള്ള പൂക്കൾ ഇവിടെ ഇരിക്കുകയല്ലേ, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് പോയേക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും. സൺ ഇപ്പോൾ വന്നേക്കുന്നത് അവർ കിഡ്നാപ്പിംഗ് നടത്താൻ നോക്കിയ സ്ഥലത്തേക്കാണ്, അതും ക്യാമറ എടുക്കാൻ. അവിടെ തകർന്നു വീഴുന്നതാണ് അവൻ കാണുന്നത്. ലീ അത് പൊളിച്ചിടും. ഇവളാണെങ്കിൽ അതിനിടയിൽ പെട്ടിരിക്കുകയാണ്. സൺ ഇനി അവളെങ്ങാനും അതിനുള്ളിൽ ഉണ്ടാവുമോ എന്ന് അവൻ വിചാരിക്കും. അങ്ങനെ എല്ലാതും കൂടെ പൊളിഞ്ഞ് ഇവളുടെ മേലേക്ക് വീഴും. പക്ഷേ ഇവൾ കണ്ണു തുറക്കുമ്പോൾ ഇവൾ ടെലിപ്പോർട്ടേഷൻ ചെയ്ത് ഇപ്പോൾ വേറൊരു ബോട്ടിലാണുള്ളത്. ശേഷം ചേയുടെ മുത്തശ്ശിയുടെ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നവർ ടി വിയിൽ ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചേ അലമാരയിൽ ഒളിച്ചപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് എത്തിയില്ലേ, അത് ഷൂട്ടിംഗ് ആയിരുന്നു. ആ സീൻസാണ് അവർ ടി വിയിൽ കാണുന്നതും. അപ്പോൾ അതിലായി അവർ ഏതാണ് ആ ഹോസ്പിറ്റൽ ഡ്രസ്സ് ഇട്ട് അതിനിടയിൽ നിൽക്കുന്നത്, അതൊരു മിസ്റ്റേക്ക് ആണല്ലോ എന്ന് പറഞ്ഞ് അവർ നിൽക്കും. ആ ഹോസ്പിറ്റൽ ഡ്രസ്സിലുള്ളത് ചേ തന്നെയായിരിക്കും. ശേഷം സണ്ണിൻ്റെ വൈഫ് വിളിക്കും. ഇവനാകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ഇവൻ്റെ ഫോൺ കയ്യിൽ നിന്ന് പോരുന്നില്ല, ഒട്ടിപ്പിടിക്കും. കുറച്ച് കഴിയുമ്പോൾ സ്റ്റിയറിംഗ് ഒന്നും വിടാൻ പറ്റുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ അവൻ പോലും അറിയാതെ അവൻ കൈയെടുക്കും. എന്നിട്ട് സണ്ണ് ചെല്ലുമ്പോൾ ലീയെ കാണും. അവനൊരു സൈഡിൽ ഒളിച്ചിരിക്കും. അവൻ അവൻ്റെ പവേഴ്സ് വെച്ച് അതെല്ലാം പൊക്കിയെടുക്കുന്നത് കണ്ട സൺ ഞെട്ടിപ്പോകുന്നു. ഇതൊക്കെ ഒരു സൈഡിലായി മറ്റേ ഹൂഡിയും കാണുന്നുണ്ട്. അവനാണ് 3972 എന്ന് ഇവന് മനസ്സിലാവും. ലീ അതൊക്കെ മാറ്റി നോക്കുമ്പോൾ അവളെ കാണുന്നില്ല. ശേഷം ഇവളെ ട്രാക്ക് ചെയ്ത ജുൻമോ ഇവളിപ്പോൾ സമുദ്രത്തിൻ്റെ നടുക്കാണോ ഉള്ളത് എന്ന് വിചാരിച്ച് അന്തം വിടും. ശേഷം അവളുടെ നേർക്ക് തോക്കും ചൂണ്ടി ബോട്ടിലുള്ള ആൾക്കാർ വരും. നീ എങ്ങനെ ഇവിടെ എത്തി, ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണോ എന്ന് ചോദിച്ച് അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യും. ശേഷം ഒരാളെ കാണിക്കുന്നു. അയാളെ കാണാൻ ആ ലാബിലെ സയൻറ്റിസ്റ്റും അവരുടെ ആൾക്കാരും വരും. വീണ്ടും കണ്ടതിൽ സന്തോഷം മിസ്റ്റർ ചോയ് എന്ന് പറയും. ഇയാളെയാണ് ചേയുടെ മുത്തശ്ശി നേരത്തെ വിളിച്ചത്. അയാളെ കൊല്ലുന്നു. അപ്പോൾ അവിടെയുള്ള ഫോട്ടോയിലായി ഈ വില്ലനായ സയൻറ്റിസ്റ്റിൻ്റെ കൂടെ ചേയുടെ മുത്തശ്ശിയും ഉള്ളതായി കാണും. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2026 റിലീസായ ദി വണ്ടർഫുൾസ് എന്നൊരു സൂപ്പർ നാച്ചുറൽ കോമഡി സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഇതുവരെ റിലീസായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ആ സയൻറ്റിസ്റ്റിനെയാണ്. കയ്യിലൊരു ബൈബിളൊക്കെ ഉണ്ട്. അയാൾ വേറൊരു വൃദ്ധനെ കാണാനായി ചെല്ലും. അയാൾ, നീ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നോക്കുന്നില്ലേ? ആ, നന്നായി പോകുന്നു. നീ എപ്പോഴും ബൈബിളുമായിട്ടാണ് നടക്കുന്നതെന്ന് കേട്ടല്ലോ. കർത്താവ് രക്ഷിക്കുമെന്ന് വെച്ചാണോ? അപ്പോൾ എല്ലാ മതത്തിനും അതിൻ്റേതായ വിശ്വാസങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഞാനും ഒരു ദൈവമാണ്. ആ കുട്ടി ശരിക്കും എൻ്റെ ക്രിയേഷനാണ് എന്ന് പറയും. ശേഷം ആ ബോട്ടിലുള്ളവർ വെടിവെക്കുന്ന സമയം അവൾ അപ്രത്യക്ഷമാവും. ഇവൾ എങ്ങോട്ട് പോയെന്ന് അറിയാതെ നിൽക്കും അവന്മാർ. ശേഷം ഇവൾ അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടാവും. അത് കണ്ട സൺ അന്തം വിടും. അവൾക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ അവൾ ഞെട്ടുന്നു. അവൾ നേരെ ലീയുടെ അടുത്ത് ചെന്ന് കൈ വെക്കുമ്പോൾ തന്നെ അവൻ പേടിച്ച് പെട്ടെന്ന് അവളെ പറപ്പിക്കും. ശേഷം ഹൂഡി അവൻ്റെ ആൾക്കാരോട് 3972
അതവൻ തന്നെയാ. കിം എന്നാണ് ഈ ഹൂഡി ഇട്ടവൻ്റെ പേര്. വീക്ക് ഹീറോ ക്ലാസ് 2ലെ മെയിൻ വില്ലനാണിവൻ. ജൂ റാൻ, ഹോറാൻ എന്നീ 2 പെൺകുട്ടികളും അവൻ്റെ കൂടെയുണ്ട്. ഡോക്ടർ ഹാവോണ്ടോ എന്നാണ് ആ സയൻറ്റിസ്റ്റിൻ്റെ പേര്. അയാളുടെ വണ്ടർ കൈൻഡർ ഗ്രൂപ്പിലുള്ള ആളുകളാണ് ഇവരൊക്കെ. അതായത് സയൻറ്റിസ്റ്റിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് മൂലം പവേഴ്സ് കിട്ടിയ പഴയ കുട്ടികൾ. അവർ ഹേസോങ്ങിലേക്ക് ലീ തിരികെ വന്ന കാര്യം സംസാരിക്കുകയാണ്. കിം വളരെ സീരിയസ് ആയിട്ടിരിക്കുമ്പോൾ ഹോറാൻ അവനെ കളിയാക്കുന്ന രീതിയിൽ പഴയ കാര്യങ്ങൾ എടുത്തു പറയുന്നു. അവൾ പറയുന്നത് ലീയെ കിമ്മിന് പഴയതു മുതൽ അസൂയയായിരുന്നു. കാരണം സയൻറ്റിസ്റ്റ് ലീയെ മറ്റുള്ളവരെക്കാൾ സ്പെഷ്യലായി കണ്ടിരുന്നു. കിം ഫാദർ എന്ന് വിളിക്കുന്ന ആ സയൻറ്റിസ്റ്റിൻ്റെ അറ്റൻഷൻ കിട്ടാൻ എപ്പോഴും ശ്രമിച്ച ആളാണ്. പക്ഷേ ലീ കൂടുതൽ പവർഫുള്ളും സ്റ്റേബിൾ വേരിയൻറ്റുമായതുകൊണ്ട് കിമ്മിന് ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ. അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടെ സയൻറ്റിസ്റ്റിൻ്റെ ഓർഡർ വരുന്നു, ചേനിയെ ഉടൻ പിടിക്കണമെന്ന്. കാരണം അവൾ ന്യൂ വേരിയൻ്റാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ചേയുടെ പവേഴ്സ് അൺപ്രഡിക്റ്റബിൾ ആണെന്നും അവൾ പിന്നീട് വലിയ പ്രോബ്ലം ആകാമെന്നും അയാൾ കരുതുന്നു. അതുകൊണ്ട് കിമ്മിനെയും ആ സിസ്റ്റേഴ്സിനെയും അവളെ ട്രാക്ക് ചെയ്യാൻ അയക്കുന്നു. ശേഷം ചേ കണ്ണു തുറക്കുമ്പോൾ അവൾ കാങ്ങിൻ്റെ റൂമിലുണ്ട്. ആ വലിയ ഹോള് കണ്ട് അതെങ്ങനെ വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെന്ന് പറയും. സണ്ണായിരിക്കും ഇവളെ എങ്ങോട്ട് കൊണ്ടുവന്നത്. അവൾ നേരത്തെ സംഭവിച്ചത് ടൈം ട്രാവലാണോ? ഏയ് അല്ല. അവനോട് എനിക്ക് ടെലിപ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയും. ശേഷം സണ്ണിൻ്റെ വൈഫ് അവനോട് കുറച്ച് ദേഷ്യത്തിലാണ്. നേരെ അവണ്ണം ഫോൺ വിളിച്ചാലും എടുക്കില്ല, സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയുള്ള കുറച്ച് ഫ്ലവേഴ്സ് കറക്റ്റ് ടൈമിൽ ഓർഡർ ഡെലിവറി ചെയ്തതുമില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അവിടം വരെ പോകേണ്ടി വന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന്. പിന്നെ നിങ്ങൾ ആരെ പറ്റിക്കാൻ നോക്കുന്നത്? ആ സമയത്ത് അവൻ്റെ കൈ അവിടെയുള്ള ചട്ടിയിൽ ഒട്ടിപ്പിടിക്കും. എന്തായാലും ഇനി വീട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ സൺ നീ പൊക്കോ, ഞാൻ ഈ ചട്ടിയൊക്കെ തുടച്ച് പതുക്കെ വരാമെന്ന് പറയും. ഇതിൽ നിന്ന് കൈയെടുക്കാൻ പറ്റണ്ടേ? എന്നിട്ട് കൈയെടുക്കാൻ പരമാവധി നോക്കും. പെട്ടെന്ന് ആ കടയിലേക്ക് ആൾക്കാർ വന്നറിയുമ്പോൾ ഒന്നും അറിയാത്ത പോലെ തുടച്ചുകൊണ്ടിരിക്കും ആ ചട്ടി. അത് ചെയ്യും കേങ്ങുമായിരിക്കും. അവൾ നിങ്ങൾക്കെന്തേലും അസാധാരണമായി സംഭവിക്കാറുണ്ടോ? ഇവൻ്റെ റൂമിൽ കണ്ടില്ലേ വലിയൊരു തുള? അത് ഇവൻ ക്യാൻ എറിഞ്ഞപ്പോൾ സംഭവിച്ചതാണ്. അതുപോലെ ഞാനിടക്ക് നിന്ന നിപ്പിൽ വേറെ എങ്ങോട്ടോ പോകുന്നുണ്ട്, അതും കണ്ണടച്ച് തുറക്കും മുമ്പ്. സൺ നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനെന്തിനാ എൻ്റെ കടയ്ക്ക് വന്നത്? എനിക്ക് ഈ ചട്ടിയൊക്കെ തുടച്ചിട്ട് വേഗം വീട്ടിൽ പോകാനുള്ളതാ. ഒരു ബോട്ടിൽ വെച്ച് എന്നെ ഒരാൾ വെടിവെച്ചപ്പോൾ ഉണ്ടായ ഓട്ടയാണിത്. പക്ഷെ അപ്പോഴും അവൻ അവരെ ആ കടയിൽ നിന്ന് വേഗം പറഞ്ഞു വിടാനാണ് നോക്കുന്നത്. പെട്ടെന്ന് അവൻ വീഴാൻ പോകും. അവൻ്റെ 2 കാല് വരെ തറയിൽ ഒട്ടിപ്പോയിട്ടുണ്ടാകും. അതാണ് അവൻ വീഴാതിരിക്കുന്നത്. അവർ വീണ്ടും അത് ടെസ്റ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നത് നമുക്ക് സൂപ്പർ പവേഴ്സ് കിട്ടിയെന്നാ. സൺ അങ്ങനെ ഒന്നുമില്ല, നിനക്ക് തോന്നുന്നതാ. അവൻ്റെ മുഖത്ത് നല്ല പേടിയുണ്ട്. അവൾ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നു? നീ എന്തേലും കണ്ടോ? എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് പറ. അപ്പോൾ നീ മരിച്ചു പോയതായിരുന്നു, ആ ലീ നിന്നെ മൊത്തത്തിൽ കൊന്നതായിരുന്നു എന്ന് പറയും. ശേഷം ലീയെ കാണാൻ അവൻ്റെ ഓഫീസിലേക്ക് ചെല്ലും. അപ്പോൾ എന്നെ കാണാൻ ആദ്യം ടോക്കൺ എടുക്കണമെന്ന് പറയും. പക്ഷേ അവൾ ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ വരാനുള്ള കാരണം നിനക്ക് തന്നെ അറിയാലോ, നീ പറ. ആ ഗ്രീൻ ഹൗസിൽ വെച്ച് എന്താ നീ ചെയ്തത്? നീ കൈകൊണ്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവൻ പെട്ടെന്ന് ഇവളെന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നെക്സ്റ്റ് പേഴ്സൺ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ അടുത്ത ടോക്കണും അവൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വീണ്ടും നെക്സ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അതിൻ്റെയും അടുത്തതിൻ്റെയും ഒക്കെ പിന്നാലൊക്കെയും അവൾ തന്നെയാണ് ടോക്കൺ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇവൻ ടോക്കൺ എത്ര വിളിക്കുമോ അതനുസരിച്ച് ഇവൾ ടോക്കൺ എടുത്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് എല്ലാ ടോക്കണും അവിടെ വെക്കും. അവൻ ഹാഫ് ഡേ ലീവ് എടുത്ത് അവിടുന്ന് ഓടിപ്പോകും. അവൻ്റെ ഓഫീസിന് പുറത്തായി കാങ്ങും സണ്ണുമുണ്ട്. അവൻ അവിടുന്ന് ഓടും. ഇവർ അവനെ ഫോളോ ചെയ്തു പോകുന്നു. ശേഷം മരിച്ചുപോയ ചോയിയെ കാണാൻ ചേയുടെ മുത്തശ്ശി വരും. ചോയിയുടെ ഫാമിലി ഇപ്പോൾ എബ്രോഡിലാണ്. ഒരു സൂയിസൈഡ് നോട്ട് ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറയും. അതിൽ നിങ്ങളുടെ പേരും പരാമർശിച്ചിട്ടുണ്ട്. അതിൽ ആ സയൻറ്റിസ്റ്റ് ഇന്നസെൻ്റ് ആണെന്നും നിങ്ങളൊക്കെയാണ് അയാളെ മോശമായി കാണിച്ചതെന്നും അതിന് നിങ്ങൾ അയാളുടെ മാപ്പ് പറയണമെന്നുമാണ് അതിലുള്ളത്. ഇതൊക്കെ കൊല്ലുന്നതിന് മുമ്പായി ആ സയൻറ്റിസ്റ്റ് തന്നെ ചോയിയെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. അയാളോട് ആ ചൈൽഡ് ഓഫ് എറ്റേർണിറ്റി എവിടെയെന്ന് ചോദിക്കും. അത് ആ ലാബിലുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് ഇമ്മോർട്ടൽ റീജനറേറ്റീവ് എബിലിറ്റി ഉണ്ടായിരുന്നു. എത്ര തവണ മരിച്ചാലും വീണ്ടും ജീവിക്കുമായിരുന്നു. അതിലെ പെണ്ണ് അവളുടെ പവർ യൂസ് ചെയ്ത് അയാളെ കൊണ്ട് പറയിക്കും. അത് ഹാർട്ടി ഹൗസിലുണ്ടെന്ന് പറയും. അത് ചേയുടെ മുത്തശ്ശിയുടെ ഹോട്ടലിൻ്റെ പേരായിരുന്നു. എന്നിട്ട് സ്വയം അയാളെ കൊണ്ട് കൊല്ലിക്കുകയാണ്. ശേഷം ലാബിൽ ഫയർ ആക്സിഡൻറ്റ് നടന്ന സമയം കാണിക്കുന്നു. അതിൽ കുറച്ച് കുട്ടികൾ രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ അവിടേക്ക് പോലീസും ഫയർഫോഴ്സും വന്ന് കുറേ കുട്ടികളെ ആ ലാബിൽ നിന്ന് അവർക്ക് രക്ഷിക്കാൻ പറ്റിയിരുന്നു.
അന്ന് ഈ ഓർഫണേജിലെ കുട്ടികളെ വെച്ച് ഇല്ലീഗലായി ക്ലിനിക്ക് നടത്തിയതിന് സയൻറ്റിസ്റ്റിനെ അറസ്റ്റും ചെയ്തിരുന്നു. ആ കാര്യങ്ങളൊക്കെ സയൻറ്റിസ്റ്റ് ഇങ്ങനെ ആലോചിക്കുകയാണ്. ശേഷം 2 പോലീസുകാർ ഒരു മിസ്സിംഗ് പേഴ്സൻ്റെ കംപ്ലൈൻറ്റ് അന്വേഷിച്ച് ചർച്ചിലേക്ക് വരുന്നു. ഫസ്റ്റ് എപ്പിസോഡിലുള്ള അപ്പാപ്പനെ കാണാനില്ലെന്ന് കംപ്ലൈൻറ്റ് കിട്ടിയത് കൊണ്ടാണ് അവർ ചർച്ചിൽ അന്വേഷിക്കാൻ വന്നത്. ചർച്ച് പുറമേ നോക്കുമ്പോൾ വളരെ കാം റിലീജിയസ് പ്ലേസ് പോലെയാണ്. ജൂറാൻ വളരെ പൊളൈറ്റായി ബിഹേവ് ചെയ്ത് അവർക്കൊരു ടൂർ കൊടുക്കുന്നു. പോലീസുകാർ സസ്പീഷ്യസ് ആയിട്ട് ബേസ്മെൻറ്റ് കാണണമെന്ന് പറയുകയും ചെയ്യുന്നു. കാരണം മിസ്സിംഗ് പീപ്പിൾ കേസിന് ചർച്ചിൽ ബന്ധമുണ്ടോ എന്നവർ സംശയിക്കുന്നു. പക്ഷേ അവിടെ അപ്പാപ്പനെയും അയാളുടെ ഫ്രണ്ടിനെയും അടച്ചു വെച്ച നിലയിലാണുള്ളത്. അവർ സഹായത്തിനു വേണ്ടി അലറുകയും പോലീസുകാരെ കണ്ടിട്ട് രക്ഷിക്കണമെന്നൊക്കെ പറയുന്നു. പക്ഷേ ജൂറാൻ തൻ്റെ ഫിസിക് പവർ ഉപയോഗിച്ച് ആ ശബ്ദം പോലീസുകാർക്ക് കേൾക്കാതാക്കുന്ന രീതിയിലാക്കുന്നു. അതുപോലെ തന്നെ അവരവിടെ കാണുന്ന കാഴ്ച തന്നെ വേറെയായിരിക്കും. അതിനാൽ ഓഫീസേഴ്സിനൊന്നും നോർമലായിട്ടൊന്നും തന്നെ കാണുന്നില്ല. അവർ ലിറ്ററലി ബേസ്മെൻ്റ് അടുത്ത് നിൽക്കുമ്പോഴും അകത്തെ ആളുകളെ നോട്ടീസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ അവർ അവിടുന്ന് മടങ്ങിപ്പോകുന്നു. ശേഷം ലീ ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. ഇവർ അവിടെ ഇരുന്ന് സവാള പൊളിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ വർത്തമാനത്തിൽ നിന്ന് ഇവന് സൂപ്പർ പവർ ഉള്ള കാര്യം അവർ അറിഞ്ഞെന്ന് ഇവർ മനസ്സിലായി. ഇവൻ എണീച്ചു പോകാൻ നേരം അവൾ അവൻ്റെ ബാഗ് വാങ്ങി വെക്കും. അത് മേടിക്കാൻ പോയ അവനെ ആ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും. ശേഷം ആ പോലീസുകാർ ഇറങ്ങി വരുന്ന വഴിക്ക് അതിലൊരു പോലീസിന് വിയർപ്പാണെന്ന് പറഞ്ഞ് കുറേ തുടക്കുന്നുണ്ട്. പക്ഷെ അത് ജെല്ലി പോലെയുള്ള ഒരു ലിക്വിഡായിരിക്കും. ശേഷം അവൾ നമുക്ക് 3 പേർക്കും ഇപ്പോൾ സൂപ്പർ പവർ ഉണ്ട്. സൺ സൂപ്പർ ഗ്ലൂ പോലെ ഒട്ടി നിൽക്കും. കാങ്ങിന് സൂപ്പർ ത്രോ, എനിക്ക് സൂപ്പർ ടെലിപോർട്ടർ. സൺ, നീ ചെയ്തത് ആരും കണ്ടില്ലെന്നാണോ നിൻ്റെ വിചാരം? ഞാനെല്ലാം കണ്ടതാണ്. അതുകൊണ്ട് ഒരു ഉപകാരം ചെയ്തതാ, ഇതെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നെങ്കിലും പറഞ്ഞതാ. അപ്പോഴും ലീ അതിന് വഴങ്ങുന്നില്ല. അവനെ കാറിൽ നിന്ന് ഇറക്കി വിടാൻ നോക്കും അവർ. എന്നാൽ നടു റോഡിൽ ഇറങ്ങിയില്ല എന്ന് തന്നെ ലീയും. ആ സമയത്താണ് ആ പോലീസുകാരുടെ വണ്ടി കൺട്രോൾ ഇല്ലാതെ വരുന്നത്. ആ മറ്റേ പോലീസിൻ്റെ കയ്യും കാലും മുഖവും ഒക്കെ എന്തോ പോലെ ആയി വരുന്നുണ്ട്. അങ്ങനെ ആ വണ്ടി ആക്സിഡൻ്റ് ആവും. ഇവർ അതിൽ നിന്ന് ആ പോലീസുകാരെ പുറത്തെടുക്കും. അതിൽ മറ്റേ പോലീസിൻ്റെ ഫേസ് കാണുമ്പോൾ ഇവർ ഒന്ന് പേടിക്കും. ആ കാറ് കത്താൻ തുടങ്ങും. ലീ ഒരു കൂസലുമില്ലാതെ അവിടെ നിൽക്കുന്നുണ്ട്. അവർ ലീയോട് ഒന്ന് സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. സൺ, അതിപ്പോൾ പൊട്ടിത്തെറിക്കും, മാറി നിന്നോ, ഫയർഫോഴ്സ് നോക്കിക്കോളും ബാക്കി. അങ്ങനെ ലീ പാവങ്ങളല്ലേ, ഒന്ന് സഹായിച്ചേക്കാം എന്ന് വെച്ച് ആ കാർ അവൻ്റെ പവർ യൂസ് ചെയ്ത് പൊക്കി വെക്കാൻ തുടങ്ങും. കാങ് അവന് പവർ കിട്ടിയെന്നാണ് വിചാരിക്കുക. സണ്ണാണെങ്കിൽ ബക്കറ്റും കൊണ്ട് വെള്ളം കോരാൻ പോയിരിക്കുകയാണ്. ആ സമയം പെട്ടെന്ന് എന്തോ വരുമ്പോൾ അവൻ പേടിക്കും. ബക്കറ്റ് എടുക്കാൻ നേരത്ത് അതിനുള്ളിൽ വേറൊരു ജീവിയെ കണ്ട് പേടിച്ച് തൂറും അവൻ. ശേഷം ആ പോലീസിനെ പുറത്തെടുത്ത് സൺ ആ വെള്ളം ഒഴിച്ച് ആ തീ കെടുത്തും. അവൻ കണ്ട കാര്യം അവരോട് പറയും. അപ്പോൾ കാങ്, ഞാനാണ് ഈ കാറ് പൊക്കി അയാളെ രക്ഷിച്ചത് എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് കാങ്ങിൻ്റെ തോളിൽ വെച്ച കൈ ഒട്ടിപ്പിടിക്കും. ഒപ്പം തന്നെ ആ കാറിൻ്റെ മേലെ വെച്ച കൈയും ഒട്ടിപ്പിടിക്കും. പെട്ടെന്നാണ് ആ കാർ വീണ്ടും കത്താൻ തുടങ്ങുന്നത്. ഈ സണ്ണിൻ്റെ കൈ ഒട്ടിയത് കൊണ്ട് കാങ്ങും പെട്ടു. കൊല്ലാൻ നോക്കുന്നോടെ പന്നി, എന്നെ ആദ്യം വിടടാന്ന് പറയും. പക്ഷേ അവന് വിടാൻ പറ്റുന്നില്ല. നോക്കി നിൽക്കാതെ അവരെ സഹായിക്കുമെന്ന് പറയും. അപ്പോൾ ലീ അവരെ വേർപ്പെടുത്താൻ നോക്കും. ചെറിയ രീതിക്കൊന്നും നടക്കില്ലെന്ന് കണ്ട അവൻ ശക്തിയായി പ്രയോഗിക്കും. അതിൽ ഷർട്ട് കീറി കാങ് തെറിച്ചു പോകും. അപ്പോഴും സൺ അവിടെ തന്നെയുണ്ട്. അയാളെ ഞാൻ മരിക്കാൻ വിടില്ലെന്ന് പറഞ്ഞ് ഓടുമ്പോഴേക്കും പെട്ടെന്ന് അവൾ അപ്രത്യക്ഷമാവും. കാങ് ചെന്ന് അവസാനം സണ്ണിനെ അവിടുന്ന് അവൻ്റെ പവർ വെച്ച് പറിച്ചെടുക്കും. എന്നിട്ട് പൊക്കിക്കൊണ്ടുപോകുന്നു. അത് പൊട്ടിത്തെറിക്കാറായി എന്ന് മനസ്സിലാക്കിയ ലീ ആ കാർ അവിടുന്ന് പറത്തു. ശേഷം എല്ലാം കഴിഞ്ഞ് വീണ്ടും പ്രത്യക്ഷപ്പെടും. ശേഷം ജുൻമോ മുത്തശ്ശിയെ കാണാൻ വരും. ചോയുടെ വീട്ടിൽ സെക്യൂരിറ്റി ക്യാമറാസ് ഉണ്ട്. പക്ഷേ ഫൂട്ടേജ് ഒന്നും തന്നെ ഇല്ല. ഫിംഗർ പ്രിൻ്റ് ഇല്ല, ഒരു ട്രേസസും ഇല്ല. ഈ ഹോട്ടൽ കുറച്ച് ദിവസത്തിന് അടച്ചിട്ട് എങ്ങോട്ടേലും മാറിക്കൂടെ എന്ന് അവൻ ചോദിക്കും. ശേഷം ലീ സിറ്റി ഹാളിൽ ഫയൽസ് തിരയുന്നതിനിടെയാണ് ഹേസോങ് ഡ്രെയിനേജ് പ്ലാൻസ് എന്ന ഫയൽ കാണുന്നത്. ആദ്യം അതൊരു സാധാരണ ഡ്രെയിനേജ് മാപ്പ് പോലെ തോന്നും. പക്ഷേ ലീക്ക് മുമ്പ് ഇല്ലീഗൽ വേസ്റ്റ് ഡംപിങ്ങിനെയും കെമിക്കൽ ലീക്കിനെയും കുറിച്ച് സംശയമുണ്ടായിരുന്നതിനാൽ അവൻ അതിൽ ഇൻട്രസ്റ്റ് എടുക്കും. ഫയലിൽ ഹേസോങ് നഗരത്തിലെ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജസ് ലൈൻ, വാട്ടർ റൂട്ട്സ്, റിസർവോയർ കണക്ഷൻ എന്നിവ ഡീറ്റെയിൽ ആയിട്ടുണ്ടാകും. ചില റൂട്ട് ഒഫീഷ്യലി രേഖപ്പെടുത്തിയതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് അവൻ നോട്ടീസ് ചെയ്യും. അതായത് ആരോ സീക്രട്ടായി ടോക്സിക് വേസ്റ്റ് അതിൽ കൂടെ റീഡയറക്റ്റ് ചെയ്യുന്നതോ മറക്കുന്നതോ ആണെന്ന് അവന് തോന്നും. ശേഷം അവർ 3 പേരും ആ പോലീസുകാർക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ ഹോസ്പിറ്റലിൽ ചെല്ലും. പക്ഷേ ആംബുലൻസിൽ കയറ്റിവിട്ട് അവരെ ഇങ്ങോട്ട് എത്തിച്ചില്ലെന്ന് പറയും. അവരെ നേരെ ആ ചർച്ചിലേക്കായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക. അപ്പോൾ അവരെ ആരാ കൊണ്ടുപോയത്, എവിടേക്കാണ് കൊണ്ടുപോയതെന്ന് അറിയാതെ നിൽക്കും അവർ. ശേഷം ലീ ഉള്ള സ്ഥലത്തേക്ക് തന്നെ കിമ്മും എത്തും. കിം ആദ്യം കാമായി സംസാരിക്കും. പക്ഷെ ആക്ച്വലി ഇവൻ ലീ എന്താണ് ചെയ്യുന്നതെന്ന് ഒബ്സർവ് ചെയ്യുകയാണ്.
ചേയും അവളുടെ ഫ്രണ്ട്സിനും പവേഴ്സ് വന്ന കാര്യം അവനറിയാമെന്ന് സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും. ലീ അവരെയൊന്നും ഈ കാര്യങ്ങളിലേക്ക് വലിച്ചിടരുത് എന്ന് പറയും. അതിന് കിം പവേഴ്സ് ഉള്ളവർ സ്പെഷ്യലാണെന്നും ഓർഡിനറി ആളുകളിൽ നിന്നും വേറിട്ടവരാണെന്നും പറയും. അതായത് കിം ഇപ്പോഴും ആ സയൻറ്റിസ്റ്റിൻ്റെ ആളാണ്. ലീ ആ സയൻറ്റിസ്റ്റ് അവരെ മനുഷ്യരെ പോലെയല്ല, എക്സ്പെരിമെൻറ്റ്സ് പോലെയാണ് നമ്മളെയൊക്കെ ട്രീറ്റ് ചെയ്തത്. അവർക്കുണ്ടായ പവേഴ്സിൻ്റെ പിന്നിൽ ഡേഞ്ചറസ് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടെന്ന കാര്യം പറയും. കിം അത് കേട്ട് ഇറിറ്റേറ്റ് ആവും. ലീ ഭയങ്കര വീക്കാണെന്ന പോലെയൊക്കെ അവനോട് സംസാരിക്കും. ശേഷം ലീയെ കാണാൻ ചേ വീണ്ടും വരും. അവൾ ഇപ്പോഴും പവേഴ്സിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും കൺഫ്യൂഷനിലുമായിരിക്കും. അവൾ നേരെ ലീനോട് നമുക്ക് എന്താ സംഭവിച്ചത്, ഇതൊക്കെ എങ്ങനെ പോസിബിൾ ആവുന്നു എന്നൊക്കെ ചോദിക്കും. ആദ്യം ലീ അവോയ്ഡ് ചെയ്യാൻ നോക്കും. ഈ കാര്യങ്ങളിൽ നിന്ന് ചേ അകലം പാലിക്കുന്നതാണ് സേഫ് എന്ന് അവൻ കരുതും. പക്ഷേ ചേ വിട്ടുകൊടുക്കില്ല. അവൾക്കും കാങ്ങിനും സണ്ണിനും പവേഴ്സ് യൂസ് ചെയ്യാൻ പോലും പ്രോപ്പർലി അറിയില്ലെന്നും ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നും പറയും. അപ്പോൾ ലീ കുറച്ച് സോഫ്റ്റായി സംസാരിക്കാൻ തുടങ്ങും. അവനും ഇങ്ങനെ പവേഴ്സ് കിട്ടിയത് ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് കഴിഞ്ഞാണെന്ന് പറയും. അതുകൊണ്ട് നീ എളുപ്പത്തിലൊന്നും മരിക്കില്ല. അത് കേട്ട് ചേ എക്സൈറ്റഡ് ആവും. അവൾക്കിതെല്ലാം ഓൾമോസ്റ്റ് സൂപ്പർ ഹീറോ സിറ്റുവേഷൻ പോലെ ഫീൽ ചെയ്യും. പക്ഷേ ലീൻ്റെ മുഖത്ത് ടെൻഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം കിമ്മും സയൻറ്റിസ്റ്റും ഇവരെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അവന് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്. അതൊരു വണ്ടർ കൈൻഡർ എന്നൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. പക്ഷെ അത് ഫെയിലറായി. നീയും അതിലുണ്ടായിരുന്നു എന്ന് പറയാൻ വരുമ്പോഴേക്കും അവിടേക്ക് അവൻ്റെ ഒരു കൊളീഗ് വരും. അപ്പോൾ അവൻ ചേയുടെ വായ പൊത്തും. ശബ്ദമുണ്ടാക്കല്ലെന്ന് പറയുമ്പോഴും അവളത് കേൾക്കില്ല. അവൻ്റെ മോന്തക്കൊന്ന് കൊടുത്ത് കണ്ണട തെറിപ്പിക്കും. അപ്പോഴാണ് ആ പെണ്ണ് അവനെ കാണുന്നത്. അപ്പോഴേക്കും ചേനെ അവിടെ കാണുന്നില്ല. നിങ്ങളെ താഴേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറയും. നിങ്ങളുടെ മുഖത്തിനെന്ത് പറ്റി? അപ്പോൾ ഞാൻ ബ്ലഷ് ആയതാണെന്ന് പറയും. ഈ പെണ്ണിന് ഇവനോടൊരു ക്രഷ് ഉണ്ട്. ആ സമയത്തായിരിക്കും അവളുടെ പിന്നിലായി ചേ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. ആ പെണ്ണ് തിരിയുമ്പോൾ അവളെ വീണ്ടും കാണുന്നില്ല. അവൾ മേലെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. എങ്ങനെ ഇറങ്ങണമെന്ന് അറിയില്ല. ലീ അവളെ താഴെ ഇറക്കും. അവളോടായി പേടിക്കണ്ട, ഈ പവേഴ്സ് ഒരിക്കലും പോവില്ല, നമ്മൾ മരിക്കുന്നുമില്ല. അങ്ങനെ പുറത്തിറങ്ങിയ അവൾ നല്ല ഹാപ്പി ആയിരിക്കും. ഹാർട്ട് ഫെയിലിയർ വന്ന് മരിക്കുമെന്ന അവസ്ഥയിൽ അവൾക്കിനി മരണമില്ലെന്നറിയുമ്പോൾ ഉള്ള സന്തോഷമാണത്. അത് കണ്ട ലീക്ക് ചിരിയായിരിക്കും വരുന്നത്. ആ സമയത്താണ് കിം അവളെ ഫോളോ ചെയ്യുന്നതായി അവൻ കാണുന്നത്. ഇവൻ ചെന്ന് അവൻ്റെ പവേഴ്സ് വെച്ച് അവളെ ചതക്കാൻ നോക്കും. പക്ഷെ ലീ അവനെ തൂക്കിയെടുത്ത് എറിയും. എന്നിട്ട് അവളെ വിളിച്ച് ഫ്രൈഡേ എന്തെങ്കിലും പരിപാടിയുണ്ടോ, അന്നൊരു സ്ട്രീറ്റ് ക്ലീനിങ് ക്യാമ്പയിൻ ഉണ്ട്, അപ്പോൾ നീയും ഉണ്ടാവണമെന്ന് പറയും. അങ്ങനെ അവളെ അവിടെ നിന്ന് മാറ്റും. ശേഷം അവൾക്ക് അതിനുള്ള യൂണിഫോമൊക്കെ കൊടുക്കും. ഓ ഇതാണോ എൻ്റെ സൂപ്പർ ഹീറോ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞ് അവളെ ഓടിച്ചാടി കളിക്കാൻ തുടങ്ങും. ശേഷം മുത്തശ്ശി അവളെ ഫോൺ ചെയ്ത് വഴക്ക് പറയും. വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ്. അവൾ ലീക്ക് ഫോൺ കൊടുക്കും. സിവിൽ കംപ്ലൈൻറ്റ് ഓഫീസിൽ നിന്നാണ്. നാളെയായി നിങ്ങളുടെ മകൾക്കൊരു ജോലിയുണ്ട്. അപ്പോൾ മുത്തശ്ശിക്ക് പൂർണ്ണ സമ്മതം. പെട്ടെന്ന് മുത്തശ്ശി ഡാൻസ് കളിക്കാൻ തുടങ്ങും. എൻ്റെ പേരക്കുട്ടിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞ്. അങ്ങനെ ഹോട്ടലിലെത്തുമ്പോൾ അവിടെ സയൻറ്റിസ്റ്റും ആ 2 പെണ്ണുങ്ങളും ഉണ്ടാവും. അയാൾ നിനക്കിപ്പോഴും ഒരു മാറ്റവും ഇല്ലല്ലോ. മുത്തശ്ശി അവരോട് അവിടെയുള്ള ഡോർ അടക്കാൻ പറയും. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2026 റിലീസായ ദി വണ്ടർഫുൾസ് എന്നൊരു സൂപ്പർ നാച്ചുറൽ കോമഡി സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഇതുവരെ റിലീസായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആയിരുന്നു സയൻറ്റിസ്റ്റാണ് അവൾക്കൊരു ഹിയറിംഗ് എയ്ഡ് വാങ്ങിക്കൊടുക്കുന്നത്. അന്ന് മുതലാണ് അവൾ പല കാര്യങ്ങളും കേൾക്കാൻ തുടങ്ങിയതും. ശേഷം ആ ലാബിലുള്ള പൊട്ടിത്തെറിയുടെ അന്ന് സയൻറ്റിസ്റ്റിൻ്റെ കാലിൻ്റെ മേൽ വേറൊരു കല്ല് വന്ന് വീണ് പെട്ടുപോയിട്ടുണ്ടാകും. ആ സമയം കിമ്മാണ് ആ കല്ല് പൊക്കിക്കൊടുക്കുന്നതും മറ്റേ 2 പെൺകുട്ടികൾ എണീപ്പിക്കുന്നതും. അവരോട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറയും. ഞാൻ പിന്നെ നിങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് ആർക്കും പിടികൊടുക്കാതെ ഓടിക്കുമെന്ന് പറയും. അങ്ങനെ സയൻറ്റിസ്റ്റിനെ അവിടുന്ന് അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ജൂറാൻ വേറൊരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ്. അവിടുത്തെ ആട്ടും തൂപ്പും സഹിച്ച്. അപ്പോഴാണ് അവളെ തേടി മറ്റവർ വരുന്നത്. ശേഷം ഇവർ കത്തി നശിച്ച ആ ലാബിലേക്ക് വീണ്ടും ചെല്ലും. അവിടെയുള്ള നീല കുപ്പി ബേസിക്കലി ആ ലാബിൽ നടന്നിരുന്ന എക്സ്പെരിമെൻറ്റ്സിനോട് ബന്ധപ്പെട്ട ഒരു കെമിക്കൽ സാമ്പിളാണ്. അത് പവേഴ്സുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഉപയോഗിച്ചിരുന്ന ഒരു സബ്സ്റ്റൻസ് ആയിരുന്നു. ശേഷം പ്രസൻറ്റിലേക്ക് വരുന്നു. മുത്തശ്ശി, ഞാൻ അറിഞ്ഞിരുന്നു നീ പരോളിൽ പുറത്തിറങ്ങിയെന്ന്. സയൻറ്റിസ്റ്റ്, എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും നീ ഇവിടെ തന്നെയാണല്ലോ എന്ന രീതിയിൽ പഴയ പരിചയം ഓർമ്മിപ്പിക്കും. പക്ഷെ മുത്തശ്ശി ഫ്രണ്ട്ലിയായി പ്രതികരിക്കില്ല.
എന്നിട്ട് പതുക്കെ വിഷയം ചേയുടെ അടുത്തേക്ക് എത്തിക്കും. അവൾ ഇപ്പോൾ എവിടെയാണെന്ന് എങ്ങനെയുണ്ടെന്നൊക്കെ ഇൻഡയറക്റ്റായി ചോദിക്കും. അയാളുടെ സംസാരത്തിൽ നിന്ന് ചേ സാധാരണ കുട്ടിയല്ലെന്നും അവളുടെ പവേഴ്സിനെയോ എക്സ്പീരിമെൻസിനെയോ കുറിച്ച് അയാൾക്ക് ഇപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടെന്നും അവർ മനസ്സിലാക്കും. മുത്തശ്ശി പക്ഷേ ഒന്നും തുറന്നു പറയാതെ അവളെ ഇതിൽ നിന്ന് അകറ്റി നിർത്തണം എന്ന രീതിയിൽ പ്രതികരിക്കുന്നു. അയാൾ വണ്ടർ കൈൻഡർ എന്ന പഴയ പ്രൊജക്റ്റ് വീണ്ടും തുടങ്ങാനുള്ള പരിപാടിയാണെന്ന് അവർക്ക് മനസ്സിലാവും. എവിടെയാണ് അവൾ എന്ന് ചോദിക്കും. ശേഷം ചെയ്യാൻ തുടങ്ങും. അതിനെ തുടർന്നാണ് ആ ലാബിൽ തീ പടരുന്നത്. ഇതൊക്കെ സ്വപ്നമായി കണ്ട ലീ ഞെട്ടി എണീക്കുന്നു. അപ്പോൾ തന്നെ അവന് ചുറ്റും ഒബ്സ്റ്റക്കിൾസ് പാറിക്കളിക്കാൻ തുടങ്ങും. അതിലൊരു കത്തി അവന് കൂട്ടത്തിലുള്ള ഒരാളോട് ഇങ്ങോട്ട് ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ലോ, നിങ്ങൾ കുറേ നേരമായി വെറുതെ അവിടെ ഒറ്റയ്ക്കിരിക്കുന്നു എന്ന് പറയും. ശേഷം ആ പൊട്ടിത്തെറി കണ്ട് നാട്ടുകാരെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ഇതെന്താ വല്ല ഭൂമി കുലുക്കം വലുതുമാണോ എന്ന് അവർ വിചാരിക്കുന്നു. എന്നിട്ട് അവൻ്റെയിലുള്ള വണ്ടർ കൈൻഡർ എന്നൊരു ഫയൽ എടുത്തു നോക്കും. സണ്ണിനെ കാണിക്കുന്നു. അവന് വീട്ടിലുള്ള പാത്രങ്ങൾ വരെ തൊടാൻ പേടിയാണ്, അഥവാ ഒട്ടിപ്പിടിച്ചാലൊന്ന് വെച്ച്. അപ്പോഴാണ് അവൻ്റെ മോള് വരുന്നത്. അവളുടെ CD പ്ലെയർ പൊട്ടിപ്പോയിട്ടുണ്ടാകും. അത് കണ്ട് സൺ, നിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പുതിയൊരെണ്ണം വാങ്ങിത്തരാമെന്ന് പറയും. അപ്പോൾ ഏത് ബർത്ത്ഡേക്ക്? അച്ഛൻ മേടിച്ചു തരികയാണെങ്കിൽ എനിക്ക് എൻ്റെ 40-ാം വയസ്സിൽ പോലും ഇത് കിട്ടില്ലെന്ന് ഉറപ്പാണ്. അവൻ്റെ മകൾക്ക് എന്തോ അവനോട് വലിയ താല്പര്യമില്ല. അവൻ ചെന്ന് പുതിയ CD പ്ലെയറിന് എത്രയാണെന്ന് നോക്കുമ്പോൾ 10,000, 1,00,000 വോൺ ഒക്കെ കാണും. ഈ വിലയാണെങ്കിൽ അവളുടെ 60-ാമത്തെ ബർത്ത്ഡേക്ക് പോലും എനിക്കിത് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്താണ് അവനെ ചേ വിളിക്കുന്നത്. അതുപോലെ കാങ്ങിനെയും വിളിക്കും. ലീ, എല്ലാവരും എന്താ ഇവിടെ ട്രെയിനിങ് കിട്ടുമെന്ന് വിചാരിച്ചതല്ല. ഇതിന് ഞങ്ങൾക്ക് ക്യാഷൊക്കെ കിട്ടുമായിരിക്കല്ലേ. അപ്പോൾ സ്പെഷ്യൽ ട്രെയിനിങ്ങോ? കാങ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും. ഇത് കണ്ട അവൻ്റെ കൊളീഗ്, നീ സീരിയസ് ആയിട്ട് തന്നെയാണോ? നന്നായാൽ മതി എന്ന് പറയും. അവിടേക്ക് ചർച്ചിലെ ആളുകൾ വരും. അവരും നമ്മളെ ഈ സ്ട്രീറ്റ് ക്ലീനിങ് ക്യാമ്പയിനിൽ സഹായിക്കാൻ വന്നിരിക്കുകയാണ്. ലീ കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവരെ അവിടുന്ന് മാറ്റും. ഇത് സ്പെഷ്യൽ ട്രെയിനിങ് ഒന്നുമല്ല. അവിടെ വെച്ച് സൺ ചേന എന്തോ കളിയാക്കുമ്പോൾ അവൾ ദേഷ്യപ്പെടും. അപ്പോൾ ലീ അവളെ പിടിച്ച് മാറ്റും. അത് കണ്ട് ഓ സൂപ്പർ എന്ന് പറഞ്ഞ് കൈയടിക്കുന്നു. ലീ, ഇവിടെ സാധാരണ രീതിയിൽ ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ പവേഴ്സ് കൺട്രോൾ ചെയ്യുകയും വേണം. ആരും അറിയാനും പാടില്ല. ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ പണിയായി മാറും. നിങ്ങൾക്ക് പിന്നെ ആരെയും കാണാൻ പറ്റില്ല, ഫ്രണ്ട്സിനെയോ ഫാമിലിയെയോ ആരെയും. അവരുള്ള ഒരു ഫൂട്ടേജ് കാണിച്ചു കൊടുക്കും. അത് നേരത്തെ വില്ലൻ ഗ്യാങ് ചേന കണ്ടല്ലോ, ആ സീനായിരിക്കും. അവളെ കണ്ട കിം അവരോട് അവളാണ് ആ 3972ൻ്റെ കൂടെ നടക്കുന്ന പെണ്ണ്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവളെ പിടിച്ചുകൊണ്ട് വരാൻ പറയും. അതിനായി അവൻ ചെന്ന് അവൻ്റെ മുത്തശ്ശി വരെ കണ്ട് അന്തം വിട്ട് നിൽക്കും. ശേഷം സൺ, നീ എങ്ങോട്ടാണ് എത്തിപ്പെട്ടത്? ഫിൻലാൻഡ്, നോർവേ, എവിടേക്കാന്ന് ചോദിക്കും. അവൾ എത്തിയത് ഏതോ വെടിവെപ്പ് ശാലയിലേക്കായിരിക്കും. അവിടെ അവളുടെ പിന്നാലെ കുറേ എണ്ണം വരും. അവൾ അവിടുന്ന് ഓടിപ്പോകും. ഇവർ അതും പറഞ്ഞ് അവളെ കളിയാക്കുകയാണ്. സൺ, എൻ്റെ ആഗ്രഹം എൻ്റെ മകൾക്കൊരു CD പ്ലെയർ വാങ്ങിക്കൊടുക്കും. ഹൈസ്കൂൾ കാലം നല്ലതായിരുന്നെങ്കിലും മിഡിൽ സ്കൂൾ കുറച്ച് ടഫായിരുന്നു. കുറേ ബുള്ളിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നിനക്ക് അവരോട് റിവെഞ്ച് എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, എനിക്കെൻ്റെ പൊങ്ങച്ചം കാണിക്കണം, ഞാൻ അത്രയും സ്ട്രോങ് ആണെന്ന് പറഞ്ഞ്. അതാണ് അവൻ്റെ ആഗ്രഹം. ചേനെ അവളുടെ മുത്തശ്ശി വിളിക്കും. അവൾ, ഞാൻ കുറച്ച് ബിസിയാണ്, അപ്പോൾ നീ വേഗം ഇവിടെ എത്തണം, അല്ലെങ്കിൽ നീ എവിടെയെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. പക്ഷെ അപ്പോഴേക്കും സിഗ്നൽ കട്ടാവും. ഇവൻ്റെ പേരെടുത്തുള്ള വിളി കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഒരു ഡൗട്ട് അടിക്കും. അവിടുന്ന് മുത്തശ്ശി ശരിക്കുമുള്ള ജുൻമോയെ വിളിക്കും. എന്നിട്ട് നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. ഇവരുടെ മുമ്പിൽ നിൽക്കുന്ന ജുൻമോ ഫേക്ക് ആണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ശരിക്കുള്ള ജുൻമോ ഇവരെ മുത്തശ്ശി എന്നാണ് വിളിക്കാറ്, അല്ലാതെ പേരെടുത്ത് വിളിക്കാറില്ല. അപ്പോൾ അവൻ, ഓ കണ്ടുപിടിച്ചല്ലോ, അത് ഹൊറാൻ ആയിരിക്കും. അവൾ വേഷം മാറി വന്നതാണ്. മുത്തശ്ശി, എനിക്ക് നിങ്ങളെ എല്ലാവരെയും ഒരുപോലെ നോക്കാൻ പറ്റിയില്ല. അവൾ, എനിക്കറിയാം, നിങ്ങൾ കഴിവില്ലാത്ത കുട്ടികളെയാണ് രക്ഷിക്കുന്നതെന്ന്. ഞങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പേടിയായി തുടങ്ങിയല്ലേ. അതുകൊണ്ടാണ് നിങ്ങൾ വണ്ടർ കൈൻഡറിനെ രക്ഷിക്കാതിരുന്നത്. ഞങ്ങളെയൊക്കെ മരിക്കാനിട്ടിട്ട് നിങ്ങൾ ആ ലാബിൽ നിന്ന് പോയി. ഇത് നിന്റെ സയൻറ്റിസ്റ്റ് പറഞ്ഞു തന്നാണോ? അതല്ല സത്യം. നിങ്ങൾ ആ ചൈൽഡ് ഓഫ് എറ്റേർണിറ്റി ഒരിക്കലും മരിക്കാത്ത ആ കുട്ടിയാണ് നിങ്ങൾ എടുത്തത്. നിങ്ങൾക്ക് അവളെയാണ് വേണ്ടിയിരുന്നത്. ഞങ്ങളെ ഉപേക്ഷിച്ചു. എന്നിട്ട് അവളെവിടെ? അവൾ മരിച്ചു. പക്ഷേ അവൾ വിശ്വസിക്കില്ല. എൻ്റെ സിസ്റ്ററിൻ്റെ പവർ നിങ്ങൾക്ക് വർക്കായില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ അതുപോലെയല്ല. ഭൂമിയിലെ നരകം എന്താണെന്ന് വരെ എനിക്ക് കാണിച്ചു തരാൻ പറ്റൂ. അപ്പോഴേക്കും അവിടേക്ക് കസ്റ്റമേഴ്സ് വരും. ഇനി ആ കുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ബോഡി കണ്ടെത്തുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. ഇതെല്ലാം മുത്തശ്ശി ഫോണിലൂടെ ജുൻമോയെ കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. നീ ചേനെ പെട്ടെന്ന് തന്നെ കണ്ടെത്തണമെന്ന് പറയും. ശേഷം മറ്റവർ എത്ര നോക്കിയിട്ടും ഏത് മൊമെൻറ്റിലാണ് അവർക്ക് പവർ പേടിച്ച സിറ്റുവേഷൻസിലാണ്
അതിനായി അവൾ ചാടി ചാടി അവളുടെ നെഞ്ചിടിപ്പ് കൂട്ടാനായി നോക്കും. ശേഷം ലീ ആ കൂട്ടത്തിലുള്ള ഒരാളോട് ഇതാണ് ക്ലീൻ ചെയ്യേണ്ട ലാസ്റ്റ് പ്ലേസ്. ശരിക്കും ഇവരൊക്കെ ആ ചർച്ചിലുള്ളവരെ ആരാധിക്കുന്നത് കിമ്മിനെ പോലെയുള്ളവരുടെ പവേഴ്സ് കണ്ടിട്ടാണ്. അത് മായാജാലമൊന്നുമല്ലെന്ന് ലീ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം അവിടെയുള്ള എല്ലാ ഒബ്സ്റ്റക്കിൾസും വായുവിൽ പൊന്താൻ ഈ നിൽക്കുന്ന ആളുടെ മേലേക്ക് ഒരു കാറ് വന്ന് വീഴും. അയാൾ ചമ്മന്തിയായിട്ടുണ്ടാവും. അവിടേക്ക് കിം എത്തും. അവനാണിത് ചെയ്യുന്നത്. അവൻ കാറും കൊണ്ട് അവനെ ചതക്കാൻ നോക്കും. പക്ഷേ ലീ വിട്ടുകൊടുക്കില്ല. അവൻ തിരിച്ച് കിമ്മിൻ്റെ അടുത്തേക്ക് തന്നെ വിടും. അവൻ അതിനെ ഭസ്മമാക്കും. ശേഷം ക്ഷീണിച്ചിട്ടുണ്ടാകും. കരയിക്കാനായി അടിച്ചടിച്ച് കാങ്ങിൻ്റെ മോന്തൊരു വിധമായിട്ടുണ്ടാവും. നോക്കുമ്പോൾ സണ്ണ് മേലെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ആ അടിയിൽ കാങ് എടുത്ത് എറിഞ്ഞതായിരിക്കും അവനെ. ചേനെ അവളുടെ നെഞ്ചിടിപ്പ് കൂടുന്നില്ല. എനിക്കെന്താ ഒന്നും പറ്റാത്തത് എന്ന് പറഞ്ഞ് ചീറുമ്പോൾ പെട്ടെന്ന് അവൾ അപ്രത്യക്ഷമാവും. അവൾ നേരെ എത്തുന്നത് ലീ ഉള്ള സ്ഥലത്തേക്ക് തന്നെയാണ്. ലേക്ക് വന്ന് വീഴുമ്പോഴേക്കും അവൾ തിരിച്ച് വീണ്ടും ആ റൂമിലേക്ക് എത്തിയിട്ടുണ്ടാവും. എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ലീ അപകടത്തിലാണെന്ന് പറയും. പെട്ടെന്ന് കാങ്ങുമായി അവൾ ടെലിപ്പോർട്ടാവുന്നു. അതേ സ്ഥലത്തേക്ക് തന്നെ. അവൻ അലറാൻ തുടങ്ങും. അവരവിടുന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോകും. അവർ ലീയെ സഹായിക്കാനാണ് നോക്കുന്നത്. അവൻ അവരോട് പോകാൻ പറയുമ്പോൾ നമ്മൾ ഒരുമിച്ചേ ഇവിടുന്ന് പോകൂ എന്ന് പറയും. അവർ കിം വീണ്ടും അവരെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ലീ അവനൊരു വണ്ടർ കൈൻഡർ ആണെന്ന് പറയും. അവൻ എല്ലാ ഒബ്സ്റ്റക്കിൾസും ഒരുമിച്ച് അവരുടെ മേലേക്കിടും. ലീ അത് തടയും. പക്ഷേ കുറേ കഴിഞ്ഞ് അവനത് താങ്ങില്ല. അവൻ്റെ മേത്തേക്ക് വീഴേണ്ടത് വന്ന് വാങ്ങിക്കും. ഒരു വാൻ അവരുടെ മേലേക്ക് വീഴാൻ നേരം ലീ അവളെ മാറ്റി അവൻ വാങ്ങും. അങ്ങനെ അവർ തീർന്നെന്ന് വിചാരിക്കുമ്പോൾ ഒരുത്തൻ ആ വണ്ടി ഒറ്റയ്ക്ക് പൊക്കിയെടുക്കും. അത് നമ്മുടെ കാങ് ആയിരിക്കും. അത് കണ്ട് കിം വരെ അന്തം വിട്ട് നിൽക്കും. അതവൻ വലിച്ചെറിയുന്നു. അവന് തന്നെ അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവിടെ നോക്കുമ്പോൾ ചേനെയും ലീയെയും അവിടെ കാണുന്നില്ല. അവർ ടെലിപ്പോർട്ടായി ഏതോ മഞ്ഞുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ടാകും. അവളുടെ കഴുത്ത് പൊട്ടി ചോര വരുന്നുണ്ടാകും. അവൾ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഞാനത് സാധിച്ചെടുത്തു. ഇതാണ് നോർത്തേൺ ലൈറ്റ്സ്. അവൾ ഒരിക്കൽ ട്രിപ്പ് പോയി കാണണമെന്ന് ആഗ്രഹിച്ച സ്ഥലം. അവിടേക്കാണ് ഇവർ എത്തിയത്. ഹേസോങ് സിറ്റി വിട്ട് ആദ്യമായാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്. അവൾ അപ്പോഴും അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൾ അനങ്ങില്ല. ഇവൻ കുറേ വിളിച്ചു നോക്കും. അപ്പോഴേക്കും കുറേ ചോര പോയിട്ടുണ്ടായിരുന്നു. ശേഷം കാങ് അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കിം അവൻ്റെ 2 കൈയും വെച്ച് ചതക്കാൻ നോക്കും. പക്ഷെ അവൻ നിന്ന നിപ്പിൽ അനങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല. വീണ്ടും അടിക്കും. ഒരു കാര്യം, ഇനി പുതിയ സ്റ്റെപ്പ് ഇടുന്നതാണോ? പിന്നെ കാങ്ങും അത് ഏറ്റുപിടിക്കും. ശേഷം ജുൻമോ അവൾ ഉണ്ടായിരുന്ന റൂമിലേക്ക് അവളെ തപ്പിയെത്തും. അപ്പോൾ ഒരു ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ സൺ അവിടെ തന്നെയുണ്ട്. പെട്ടെന്ന് അവൻ ജുൻമോയുടെ മേത്തേക്ക് വീഴും. അവിടെ നിന്ന് എണീക്കാൻ നേരം വീണ്ടും കൈയെടുക്കാൻ പറ്റുന്നില്ല. വീണ്ടും ഒട്ടി. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? എവിടെയെന്ന് ചോദിക്കും. ഇവിടെ ലീ അവളെ എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്. ആ നേരം ഒരു സ്നോ വന്ന് ഇവളുടെ കണ്ണിലേക്ക് വീഴുന്നതും അവൾ പെട്ടെന്ന് എണീക്കുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2026 റിലീസായ ദി വണ്ടർഫുൾസ് എന്നൊരു സൂപ്പർ നാച്ചുറൽ കോമഡി സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഇതുവരെ റിലീസായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ചേന് ബോധം വരുന്നതായിട്ടാണ്. അത് കണ്ട ലീക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കും? അവളുടെ കഴുത്ത് പൊളിഞ്ഞതൊക്കെ ഹീലായി വരും. അവൾ എങ്ങനെ ഇത്? പെട്ടെന്ന് ലീ ബോധം കെടും. ശേഷം കാങ്ങിന് ബോധമില്ല. പെട്ടെന്നൊരു കാറ്റ് വന്നടിക്കുമ്പോൾ അവൻ എണീക്കും. അപ്പോൾ മുമ്പിൽ നിൽക്കുന്നുണ്ടാവും. ശേഷം കിമ്മിൻ്റെ കൈ പവർ യൂസ് ചെയ്ത് ഒരു വഴിക്കായിട്ടുണ്ടാവും. നിന്നോട് ആ സ്പെഷ്യൽ ചൈൽഡിനെ കണ്ടെത്താനാണ് പറഞ്ഞത്, അല്ലാതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ചെന്ന് ചാടാനല്ല. ഇവൻ ഈ കിട്ടിയതും വെച്ച് കിമ്മിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ വഴക്കാവുമ്പോൾ ജുറാൻ വന്ന് അത് തീർപ്പാക്കും. കിം, നീ അവളോട് നീ ആ ലീക്ക് ഭയങ്കര സപ്പോർട്ടാണല്ലേ? അതെ, കാരണം അവൻ ഭയങ്കര സുന്ദരനാന്ന് പറയും. എന്നിട്ട് ഹോറാൻ പഴയ കാര്യങ്ങൾ ഓർക്കും. ലീയെ ഒരു സെല്ലിൽ പൂട്ടിയിട്ട സമയത്ത് അവൻ നിഴല് വെച്ച് കളിക്കിയിരിക്കും. പെട്ടെന്ന് അവിടെ ഒരുപാട് മീനുകളുമൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. അത് അവളുടെ പവേഴ്സ് വെച്ച് അവനെ സന്തോഷിപ്പിക്കുന്നതാണ്. അവൻ്റെ ചിരി കാണാനായിരുന്നു അവൾ അങ്ങനെ ചെയ്തിരുന്നത്.
ഇവൾക്ക് അവനെ അന്ന് തൊട്ടേ ഇഷ്ടമായിരുന്നു. ശേഷം അവർ റൂമിലെത്തിയിട്ടുണ്ട്. കാങ് അവൻ്റെ ചോര പറ്റിയ ഡ്രസ്സ് മാറ്റാനായി നോക്കുന്നുണ്ട്. പക്ഷേ അവനെ പൊങ്ങുന്നില്ല. അതിന് ചേയുടെ സഹായം ആവശ്യപ്പെടും. അവൻ്റെ ഷർട്ട് അഴിക്കുമ്പോൾ അവളൊന്നും കാണാത്ത പോലെ നിൽക്കും. അവൻ്റെ മേൽ ഒരുപാട് പാടുകൾ അവർ കാണും. ശേഷം സൺ, നിന്നെ ആരെ ആക്രമിച്ചു എന്നാ പറഞ്ഞ്? ഒരു വണ്ടർ കൈൻഡർ, അങ്ങനെയാ പറഞ്ഞ്. ശേഷം ജുൻമോ മുത്തശ്ശിയെ വിളിക്കും. അവൾ അന്ന് നടന്നതിനെപ്പറ്റി അവനോട് കാര്യമായി ഒന്നും പറയാത്തതുകൊണ്ട് അവൻ തന്നെ എല്ലാം സ്വയം കണ്ടുപിടിക്കാൻ ഇറങ്ങിയേക്കാണ്. മുത്തശ്ശി അവനോട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കണം, എന്തേലും ഡേഞ്ചറായി കണ്ടാൽ അവിടുന്ന് മാറിയേക്കണം എന്ന് പറയും. ഇവൻ ആ സംഭവം നടന്ന സ്ഥലത്തേക്കായിരിക്കും ചെന്നിട്ടുണ്ടാവുക. അവിടെ ഒരു ചോരക്കറയുള്ളതായി അവൻ കാണും. ശേഷം ചേ ലീയെ നോക്കി, ഇത്രയും വർഷം എങ്ങനെയാ നീ ഇതും ഒളിപ്പിച്ചുകൊണ്ട് ജീവിച്ചത്? അവൾ അവൻ്റെ മുഖമൊക്കെ തുടച്ചു കൊടുക്കും. അവൻ കുഴപ്പമില്ലെന്ന് പറയും. അവൾ, ഞാൻ നനഞ്ഞ ടവലെടുത്തിട്ട് വരാമെന്ന് പറയുമ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ എയറിൽ പൊങ്ങി വരാൻ തുടങ്ങും. അവൻ അവളെ പിടിച്ച് പോവല്ലേ അമ്മ എന്ന് പറയും. അപ്പോൾ നിനക്ക് അമ്മയില്ലെന്നല്ലേ പറഞ്ഞത്? എന്തായാലും നീ എൻ്റെ മോനല്ല, അതുറപ്പാ. ഇവനാണെങ്കിൽ അവളെ വിടുന്നില്ല. എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ മനസ്സിലൂടെ എന്തൊക്കെയോ കടന്നു പോകുന്നുണ്ട്. ഈ സമയം അവൾ എയറിൽ പൊങ്ങിക്കിടക്കുന്ന അവളുടെ ബാഗ് എടുക്കാനായി നോക്കുന്നുണ്ട്. പക്ഷേ എത്തുന്നില്ല. അവസാനം അത് കിട്ടും. അതിൽ നിന്ന് വെറ്റായ ടവലെടുത്ത് അവൻ്റെ മുഖം തുടച്ചു കൊടുക്കും. ശേഷം ചേ അവളുടെ വീട്ടിലെത്തുമ്പോൾ മുത്തശ്ശി അവളെ കയ്യോടെ പൊക്കും. നീ എവിടെയായിരുന്നു? എന്തേലും പറ്റിയോ? എന്തു പറ്റാൻ? ഒന്നും പറ്റിയില്ല. എല്ലാ ദിവസവും കടന്നു പോകുന്ന പോലെ ഈ ദിവസവും പോയി. അപ്പോൾ വല്ലാണ്ട് സ്മാർട്ടാവല്ലേ, സത്യം പറ. അവൾ പെട്ടെന്ന് എനിക്കൊരു പണിയുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് മുങ്ങും. ശേഷം ലീ ഒന്ന് വെള്ളം കുടിക്കാനായി എണീക്കുമ്പോൾ അവിടെ ചേ ഒരു ലെറ്റർ വെച്ചിട്ടുണ്ട്. ടേക്ക് കെയർ എന്ന് പറഞ്ഞ് അവൻ്റെ മരുന്നൊക്കെ അവിടെ വെച്ചിട്ടാണ് അവൾ പോയേക്കുന്നത്. ശേഷം കാങ്ങും സണ്ണും ഇപ്പോൾ ലീയുടെ ഓഫീസിൽ തന്നെ കൂടിയിട്ടുണ്ട്. കാങ് അവിടെ തുറക്കുമ്പോൾ സണ്ണ് വരുന്ന എല്ലാവർക്കും ഡോർ തുറന്നു കൊടുക്കും. ടോക്കൺ എടുത്ത് കൊടുക്കാൻ ചേയുമുണ്ട്. അവിടേക്ക് ലീ വരും. ഇവർ അവൻ്റെ പിന്നാലെ ചെല്ലും. ആ നേരത്ത് അവിടെയായി ഹോറാൻ ഇരിക്കുന്നുണ്ട്. ചേ, നിനക്ക് ഞങ്ങളെ കണ്ടിട്ട് ഒരു സന്തോഷവും ഇല്ലേ? ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. ലീ, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് അധിക ആൾക്കാരും അവരെ കൊണ്ട് സാധിച്ചിട്ടൊന്നുമല്ലല്ലോ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താലും അത് ശരിയാ. അതെന്താണെന്നറിയോ? നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഞങ്ങളുടെ സൈഡാണ്. ഓ, എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അതിനെന്തേലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അവളുടെ പറച്ചിൽ കേട്ട് അവനൊരു ചിരിയൊക്കെ വരും. ഇതൊക്കെ മറ്റവൾ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവൻ ചിരിക്കുന്നത് കാണുമ്പോഴേ അവൾക്ക് സന്തോഷമാവും. എന്നാൽ അത് ചേ കാരണമാണെന്ന് അവൾ മനസ്സിലാക്കുമ്പോൾ അവൾ അപ്സെറ്റാവും. എന്നിട്ട് ലീ അവരോടായി, നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്നറിയാം. ഈ വണ്ടർ കൈൻഡറിനോട് നിങ്ങൾക്ക് ഏറ്റുമുട്ടാൻ പറ്റില്ല. വേണേൽ അവരുടെ അടുത്ത് നിന്നും ഓടാം. അപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടി വന്നാൽ എന്തു ചെയ്യും? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചാവും. ജയിക്കാൻ പറ്റില്ല. കാങ്, അന്നൊരുത്തൻ ഇതുപോലെ കൈയടിച്ച് എല്ലാം ചതക്കുകയായിരുന്നു. അവരോട് നിങ്ങളുടെ പവേഴ്സ് എപ്പോൾ വരുമെന്നും എപ്പോൾ പോകുമെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു പാറ്റേണായി നിങ്ങൾ നോട്ട് ചെയ്യണം. ചേ, എനിക്ക് തോന്നുന്നത് എൻ്റെ ഹാർട്ട് ബീറ്റ് വല്ലാണ്ട് കൂടുമ്പോഴാണ് എനിക്കങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ അങ്ങനെ ഹാർട്ട് ബീറ്റ് കൂടാറില്ല. ലീ, നീ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ പെട്ടെന്ന് അവൻ അവരെ പേടിപ്പിക്കും. അതിൽ ചേ മാത്രം പേടിക്കില്ല. നീ ഓടി നോക്കിയായിരുന്നോ? നോക്കി, പക്ഷെ കാര്യമുണ്ടായിരുന്നില്ല. ശേഷം കാങ്ങിനോട്, നിനക്ക് എപ്പോഴാ പവർ വരുന്ന പോലെ ഫീൽ ചെയ്യാറ്? അത് കരയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ആവുമ്പോൾ. ചേയും സണ്ണും കൂടെയുള്ള സമയത്താണ് കൂടുതലും വരാറ്. അങ്ങനെ സൺ അവൻ്റെ കുറ്റങ്ങളും കുറവുകളും എടുത്തു പറഞ്ഞ് അവനെ ഇരുത്തി അപമാനിക്കും. അവനൊരു ലോക തോൽവിയാണെന്നും ഒന്നിനും കൊള്ളാത്തവനാണെന്നും പറഞ്ഞ് കരയിക്കാൻ നോക്കും. ആ നേരത്ത് ലീയുടെ കൈയുമായി അവൻ്റെ കൈ ഒട്ടി. ഇത് ലീ മനസ്സിലാക്കുന്നു. സണ്ണ് കുറ്റം പറഞ്ഞ് അവന് കരച്ചിൽ വരാൻ തുടങ്ങും. പെട്ടെന്ന് ലീയുടെ കൈ ഞെരിക്കാൻ തുടങ്ങുന്നു. അവന് വേദന സഹിക്കാൻ പറ്റുന്നില്ല. വിടാൻ പറയും. പക്ഷെ അവന് പറ്റുന്നില്ല. നീ എന്താ ചെയ്യുന്നത്? വിടെന്ന് പറയുമ്പോൾ സണ്ണിൻ്റെ കൈയും കൂടെ അതിൽ പെടും. രണ്ടുപേരും വേദന കൊണ്ട് പൊളയാണ്. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ചേ അവിടെ മുത്തുച്ചിപ്പിയും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ ഒരു കൂറയെ കാണുമ്പോൾ ഇവള് പേടിക്കും. അതിനെ കൊല്ലാൻ നടക്കും. മറ്റവർ 3 പേരും കൂടെ തിരിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം എങ്ങനെയോ വിടും. ആ സമയത്ത് ലീക്ക് ജെല്ലി ഫിഷും കുറേ മീനുകളുമൊക്കെ പാറിക്കളിക്കുന്നതായിട്ടൊക്കെ തോന്നും. പെട്ടെന്ന് അവൻ പണ്ട് കിടന്നിരുന്ന സെല്ലിലേക്ക് എത്തും. ഇതൊക്കെ ഹോറാൻ്റെ പണിയാണ്. ഇതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ, നീ ഇതുപോലെയുള്ള ആളുകളുടെ കൂടെ നടക്കുന്നതാണ്. അവൾ കൂറയെ കൊല്ലാൻ നിൽക്കുന്ന സമയം അവിടുന്ന് ഒരുപാട് കൂറകൾ വരും. അത് കണ്ട് പേടിച്ച് നിൽക്കുകയാണ് ആ 3 പേരും. അതും ഹോറാൻ്റെ ഒരു ഹാലൂസിനേഷൻ പരിപാടിയാണ്. അവൾ, നീ എന്തിനാണ് ഹേസോങ് സിറ്റിയിലേക്ക് വന്നത്? ആ ചൈൽഡ് ഓഫ് എറ്റർണിറ്റിയെ നോക്കി വന്നതാണോ? അവന് ഹോറാനെ മനസ്സിലാവും. അവൾ, നീ എന്തിനാണ് ഈ 3 തോൽവികളുടെ കൂടെ ചെയ്യുന്നത്? ഇവരെയൊക്കെ അവോയ്ഡ് ചെയ്യാണ് വേണ്ടത്.
അവൻ. എനിക്കും അത് തന്നെയാണ് നിന്നോടും ചോദിക്കാനുള്ളത്. നീ എന്താ മറ്റവരുടെ കൂടെ? അപ്പോൾ എനിക്ക് അവരെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് എൻ്റെ ഫാമിലി. ഫാദറിന് നീയും ഞങ്ങളുടെ കൂടെ വേണമെന്നാണ്. അപ്പോൾ നീ അയാളെ ഫാദറായാണോ കാണുന്നത്? അയാളുടെ എക്സ്പെരിമെൻറ്റിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു നമ്മൾ, അല്ലാതെ സ്നേഹിക്കാനല്ല. അവൾ. നീ ഒരുപാട് മാറി. കാരണം ആ മണ്ടന്മാരെ സൂപ്പർ ഹീറോ കളിക്കാൻ പഠിപ്പിക്കുകയാണോ നീ? നിനക്കൊന്നും അറിയില്ല. നീ എന്നും രാത്രി നിന്റെ അമ്മയെ സ്വപ്നം കാണാറില്ലേ? അത് റിയൽ അല്ല. നീ എന്നും ഉറക്കത്തിൽ അമ്മ അമ്മ എന്ന് പറഞ്ഞ് കരയുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തു തന്നതായിരുന്നു അത്. നിന്നെ നന്നായി നോക്കിയത് ഞാൻ മാത്രമായിരുന്നു. എന്നിട്ട് എന്നെ നീ അവോയ്ഡ് ചെയ്യാണോ? ആ ലൂസേഴ്സിൻ്റെ കൂടെ നിൽക്കാനാണ് നിനക്ക് താല്പര്യമെങ്കിൽ നീ മരിക്കൂ. നിനക്കതാണോ വേണ്ടത്? അതേ എന്നും അവൻ പറയും. എന്നിട്ട് അവൻ വീണ്ടും പഴയ സ്ഥലത്തേക്കെത്തും. അവിടെ ഇവർക്ക് പരസ്പരം തമ്മിൽ കൂറയായിട്ടാണ് കാണുന്നത്. അത് കണ്ട് പരസ്പരം ചെരുപ്പെടുത്ത് അടിക്കാൻ നിൽക്കുകയാണ്. ഇവർ തമ്മിൽ തല്ലി ചാവും മുമ്പ് ലീ അതിൽ ഇടപെട്ട് അവളുടെ കഴുത്തിന് പിടിച്ച് പൊക്കിയെടുക്കും. അതോടെ എല്ലാം നോർമലാവും. അങ്ങനെ അവൾ അവിടുന്ന് പോകുന്നു. ശേഷം ലീ ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ച് ചേയോട് പറയും. അവൾ ആ ചൈൽഡ് ഓഫ് എറ്റേണിറ്റിയെ നോക്കി വന്നതാണ്. അപ്പോൾ അതാരാന്ന് ചോദിക്കുമ്പോൾ ഒരേ ഒരു സക്സസ്ഫുൾ ആയ വണ്ടർ കൈൻഡറാണ്. ഒരിക്കലും മരിക്കില്ല. കാരണം ഹാർട്ട് ബീറ്റ് ഒരിക്കലും നിലയ്ക്കില്ല. അതുകൊണ്ട് അതിനെ ആദ്യം എനിക്ക് കണ്ടെത്തണം. നിന്നെപ്പോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതും. അപ്പോൾ ഞാനോ? അതെ, നിന്റെ ഹാർട്ട് സ്റ്റോപ്പായി നീ ഏതാണ്ട് മരിച്ചതായിരുന്നു. പിന്നീട് നീ എണീറ്റു. ഇനി നീ നിന്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ ഇതൊന്നും ആയിരിക്കില്ല നടക്കുക. നിന്റെ മുത്തശ്ശിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ആ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ സ്പോൺസർ ചെയ്തത്. അത് കേട്ട് ചേന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ എക്സ്പെരിമെൻറ്റും സ്പോൺസർ ചെയ്തത് നിന്റെ മുത്തശ്ശി തന്നെയായിരുന്നു. എന്നിട്ട് സണ്ണും കാങ്ങും അവരോടൊപ്പം ഫുഡ് കഴിക്കാനായി വരുമ്പോൾ അവരെ കാണുന്നുണ്ടാവില്ല. എന്നാൽ പിന്നെ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ കാങ് ആണെങ്കിൽ അതിൽ നൂഡിൽസ് ഇടാൻ മറന്നുപോയി. ശേഷം ചേ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അവിടേക്ക് മുത്തശ്ശി വരും. മുത്തശ്ശിയോട് എനിക്ക് എന്ത് സർജറിയാണ് ചെയ്തത്? അത് സാധാരണ ഒരു നോർമൽ ഹാർട്ട് സർജറി അല്ലെന്ന് എനിക്കറിയാം. ഞാൻ ഓൾറെഡി മരിച്ചു പോയതാണ്. എന്നിട്ട് വീണ്ടും തിരിച്ച് ജീവൻ വെച്ചതാണ്. അതെന്താണെന്നറിയോ? എനിക്ക് ചെറുപ്പത്തിൽ ചെയ്ത ആ സർജറി കാരണം. ശേഷം ലീ പണ്ട് അവൻ്റെ ഒപ്പമുണ്ടായിരുന്ന കുട്ടിയുടെ ഹിസ്റ്ററി നോക്കും. അന്ന് ലാബിൽ തീപിടുത്തം നടന്നപ്പോൾ ഒരു കല്ല് വന്ന് ആ കുട്ടിയുടെ തലയിൽ വീണിട്ടുണ്ടായിരുന്നു. ആ കുട്ടി എന്നിട്ട് മരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആ കുട്ടിക്ക് വീണ്ടും ജീവൻ വന്നു. ആ കുട്ടിയുടെ പവർ തന്നെ അതാണല്ലോ. പക്ഷേ ആ കുട്ടിയുടെ പകുതി തലച്ചോറ് പോയിരുന്നു. ഹാർട്ടിൻ്റെ ഡാമേജ് വേണേൽ റിപ്പയർ ചെയ്യാം, പക്ഷേ പോയ ബ്രെയിൻ ടിഷ്യൂസ് തിരിച്ചു കിട്ടില്ല. അതിൻ്റെ ഹാർട്ട് വേറെ ആർക്കെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഈ കുട്ടിയെ എന്നും ഇതുപോലെ നരകിച്ച് കിടത്താൻ പറ്റില്ലെന്ന് പറയും. ഈ കുട്ടിയായിരിക്കും ചൈൽഡ് ഓഫ് എറ്റർണിറ്റി എന്ന് പറയപ്പെടുന്നത്, ഒരിക്കലും മരിക്കാത്ത ആ സ്പെഷ്യൽ ചൈൽഡ്. അങ്ങനെ ആ കുട്ടിയുടെ ഹാർട്ട് എടുത്തിട്ടാണ് ചേന് വെച്ചു കൊടുക്കുന്നത്. ശേഷം അവൾ ഇതിനൊക്കെ കാരണം ഞാനാണ്, ലീക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഞാൻ കാരണമാണെന്ന് പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങും. എന്നിട്ടൊരു ഡ്രെയിനേജ് ഹോളിലേക്ക് നടന്നു നീങ്ങുമ്പോഴേക്കും അത് താനെ മൂടും. അത് ലീയുടെ പണിയായിരിക്കും. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങും. അപ്പോൾ അവൾക്ക് കുട വരെ പിടിച്ചു കൊടുക്കും അവൻ. ശേഷം മുത്തശ്ശിക്ക് നല്ല പനിയായിരിക്കും. കൂടെ ജുൻമോയും ഉണ്ട്. ഞാൻ ചേയോട് സംസാരിക്കണോ? അപ്പോൾ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കില്ലെന്ന് പറയും. എന്നിട്ട് ലീ വന്ന് സണ്ണിനോട് ചേനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ കുറേ സംസാരിക്കാൻ നോക്കി, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല, എന്തോ കാര്യമായി കുഴപ്പമുണ്ട്. അപ്പോൾ അവൾ വീട്ടിലില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയും. ക്രിസ്മസ് ഒക്കെ വരാൻ പോവാണ്. ഇവിടെ ചർച്ചിൽ വിശ്വാസികളെല്ലാം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ജുൻമോയും ഉണ്ട്. അവൻ ബട്ടൺ ക്യാമറ ഓണാക്കും. അവിടെ കിം എന്തോ കാണിക്കാനായി ഒരുങ്ങുന്നുണ്ട്. ശേഷം അവിടെ ഒരു ഫയർ വർക്ക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടീസ് വിതരണം ചെയ്യാണ് സണ്ണും കാങ്ങും. ആ സമയം മഞ്ഞ് വീഴാനൊക്കെ തുടങ്ങുന്നു. ശേഷം ചേ ലീയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാകും. അവിടെ ഒരാൾക്ക് കഴിക്കാനുള്ള ഫുഡ് മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് അവർ പുറത്തു പോയി സാധനം മേടിക്കും. പൈസയൊക്കെ ലീ തന്നെ കൊടുക്കുന്നു. അവർ മഞ്ഞിലൂടെ നടക്കുമ്പോൾ ചേ അവളുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റിനെയും ചൈൽഡ് ഓഫ് എറ്റർണിറ്റിയെയും കുറിച്ച് ഗിൽറ്റ് ഫീൽ ചെയ്ത് സംസാരിക്കുകയാണ്. അവൾക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും താനാണ് കാരണം എന്നാണ്. ലീ, നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് നിന്നെ തന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് അവൻ പറയുന്നത്. ചേയുടെ മുത്തശ്ശി ചെയ്ത കാര്യങ്ങൾക്കും പഴയ എക്സ്പെരിമെൻറ്റുകൾക്കും അവൾ പേഴ്സണലി ഉത്തരവാദിയില്ലെന്ന് അവൻ മനസ്സിലാക്കി കൊടുക്കുന്നു. ശേഷം മുത്തശ്ശി ചേന് വേണ്ടി അയച്ച ഫുഡെല്ലാം കാങ് വന്ന് കൊണ്ടുകൊടുക്കും. കുറേ ഐറ്റംസ് ഉണ്ടാവും. അത് കണ്ട് അവൾ കരയാൻ തുടങ്ങുന്നു. അവളുടെ കാര്യമോർത്ത് മുത്തശ്ശിക്കും നല്ല വിഷമമുണ്ട്. എന്നിട്ട് കാങ്ങും ചേയും ലീയുടെ റൂമിലാണ് ഇന്ന് കിടക്കുന്നത്. അല്ല, നിങ്ങൾ പോകുന്നില്ലേ? ഇല്ല,
ഇപ്പം മുത്തശ്ശിയെ ഫേസ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അത് മാറട്ടെ. അപ്പോൾ കാങ് എന്താ ഇവിടെ? ഒരു രാത്രി ഒരാണും പെണ്ണും മാത്രം റൂമിൽ കിടക്കുന്നത് മോശമല്ലേ? അത് അതാണ് അവനെയും കൂട്ടിയത്. അപ്പോൾ എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് എന്ന് ചോദിക്കും. എന്തായാലും നാളെ തന്നെ എല്ലാം പൊയ്ക്കോളണമെന്ന് പറയും. ശേഷം രാവിലെ ലീ ചേനെ വിളിച്ച് ഒരു ക്ലീനിങ് ജോബ് ഏൽപ്പിക്കും. അപ്പോഴേക്കും അവൾ കാങ്ങിനെയും സണ്ണിനെയും വിളിക്കും. ലീ, നിങ്ങൾ മൂന്നും ഇപ്പോൾ അവിടെ ഒരുമിച്ചുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടല്ലോ. എവിടെയാ ഇപ്പോൾ? അവൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. ശേഷം കാങ് അടിച്ച് വീണ്ടും ഒരു തുളയിടും. അവൻ്റെ പവേഴ്സ് അവൻ്റെ ഫീലിങ്സ് ഹേർട്ടാവുമ്പോഴാണ് വരുന്നതെന്ന് അവന് മനസ്സിലാവും. സണ്ണിൻ്റെ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും അത് കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്ന് പറയും. അപ്പോൾ ആ കൈ തലയിണയിൽ ഒട്ടി. അപ്പോൾ നിങ്ങൾ നുണ പറഞ്ഞപ്പോഴാണ് അത് സംഭവിച്ചതെന്ന് പറയും. അപ്പോൾ എൻ്റെ കൈയൊന്നും ഒട്ടിയിട്ടില്ലെന്ന് പറയുമ്പോൾ എല്ലാം കൂടെ അവൻ്റെ മേൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ചെയുടെ പവേഴ്സ് എങ്ങനെ വരുന്നു, അതിനായി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് കാങ്ങിൻ്റെയിലുള്ള ഒരു ഡ്രിങ്ക് അവൾ കുടിക്കുന്നത്. അപ്പോൾ നിനക്ക് കുടിക്കാൻ പാടില്ല, അതിൽ കഫേൻ അടങ്ങിയിട്ടുണ്ട്. ഇവൾക്ക് ഹാർട്ട് ഫെയിലറുമായിരുന്നല്ലോ. പെട്ടെന്ന് ഇവളുടെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. ആ ശബ്ദം ബാക്കിയുള്ളവർക്കും കേൾക്കാം. പെട്ടെന്ന് ഇവൾ ചറ പറ ടെലിപ്പോർട്ടാവാൻ തുടങ്ങും. പല സ്ഥലങ്ങളിലേക്കും. ഓരോരുത്തരും ഫോട്ടോ എടുക്കുന്നതിൻ്റെ മുമ്പിലായിരിക്കും ഇവൾ ചെന്ന് ചാടുന്നത്. അങ്ങനെ കഫേനാണ് ഇവളുടെ ശക്തി എന്ന് മനസ്സിലാവും. കഫേൻ എന്ന് പറഞ്ഞാൽ റെഡ് ബുള്ള് പോലെയുള്ള എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഉള്ളതാണ്. എന്നിട്ട് ലീ അവളുടെ കൈ പിടിക്കുമ്പോൾ അവർ ഒരുമിച്ച് ടെലിപ്പോർട്ടാവും. എന്നിട്ട് തിരിച്ചു പോകാൻ ഒരുമിച്ച് കൈ പിടിക്കാൻ നേരം അത് നടക്കില്ല. അപ്പോഴേക്കും അവൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും. വീണ്ടും വീണ്ടും അത് തന്നെ സംഭവിക്കും. ഇവൻ ആകെ ഭ്രാന്താവും. അങ്ങനെ പോവാൻ പറ്റാതെ രണ്ടും കൂടെ കുറേ നേരം ആ ബീച്ചിൽ തന്നെ ഇരിക്കും. അങ്ങനെ അവസാനം അവർ വീണ്ടും ഒന്ന് ശ്രമിക്കുന്നു. അവളുടെ അടുത്ത് എത്താൻ നേരം വീണ്ടും അത് തന്നെ സംഭവിക്കും. ഇവൻ ആകെ ഭ്രാന്ത് വന്ന് ആ കടലിൽ ചാടി ചത്താലോന്ന് വരെ ആലോചിക്കൂ. ശേഷം ഇവൻ ബസ് പിടിച്ച് വീട്ടിലെത്തും. അപ്പോൾ അവിടെ അവർ 3 പേരും ഉണ്ടാകും. ഓ, നീ വന്നോ? അവർ തീറ്റയും കിടത്തവും ഒക്കെ അവിടെ തന്നെയാകും. എന്നിട്ട് ലീയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേക്ക് വാങ്ങാൻ പോകും. അപ്പോൾ പുറത്ത് ലീയും നിൽക്കുന്നുണ്ട്. ലീ തൻ്റെ അമ്മയെക്കുറിച്ചും പഴയ കാര്യങ്ങളെയൊക്കെ കുറിച്ച് സംസാരിക്കും. അവനെ കംഫേർട്ട് ചെയ്യാൻ ശ്രമിക്കും. അവൾ നീ ഒറ്റക്കല്ല എന്ന രീതിയിൽ പറയുമ്പോൾ ലീ അല്പം ഇമോഷണൽ ആവുന്നുണ്ട്. അവൻ പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് ഒരു സിറിഞ്ച് എടുക്കും. റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലീ അവളുടെ കഴുത്തിൽ അത് ഇഞ്ചക്ട് ചെയ്യുന്നു. ഉടൻ ഷോക്കായി പിന്നിലേക്ക് മാറാൻ ശ്രമിക്കും. ലീ എന്ന് വിളിച്ചു പറയുമ്പോൾ അവളുടെ ബോഡി വീക്കാകാൻ തുടങ്ങും. കണ്ണ് തുറന്നു നിർത്താൻ പറ്റാതെ വരുന്നു. അവൾ ബാലൻസ് നഷ്ടമായി വീഴാൻ പോകുമ്പോൾ ലീ അവളെ പിടിച്ചിരുത്തും. കൺഫ്യൂസ്ഡ് ആയിട്ട് ലീയെ ഇങ്ങനെ നോക്കും. പക്ഷെ സംസാരിക്കാൻ പോലും പറ്റാതെ പതുക്കെ അൺകോൺഷ്യസ് ആവും അവൾ. അതിനുശേഷം ഒരു വാനെത്തും. കുറേ ആളുകൾ ഇറങ്ങി ചേയെ എടുത്തു കൊണ്ടുപോകും. ആ സമയം തന്നെ ലാബിൽ അവളെ കിടത്താനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ തുടങ്ങും. അവർക്ക് വേണ്ടത് ഇവളുടെ ഹാർട്ടാണ്. അതാണ് അത്രക്കും സ്പെഷ്യൽ. ആ ഹാർട്ട് എടുത്താൽ ഇവൾ മരിക്കുകയും ചെയ്യും. അങ്ങനെ ലീയെയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2026 റിലീസായ ദി വണ്ടർഫുൾസ് എന്നൊരു സൂപ്പർ നാച്ചുറൽ കോമഡി സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഇതുവരെ റിലീസായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് കാങ്ങും സണ്ണും കുറച്ച് തമാശയായിട്ട് സംസാരിക്കുകയാണ്. അവർക്കും ചില പ്രത്യേക കഴിവുകളുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളും ഒരു ചർച്ച തുടങ്ങിക്കളഞ്ഞാൽ പണമുണ്ടാക്കാമല്ലോ എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നു. ആ കൾട്ട് ആളുകൾ അവരുടെ പവേഴ്സ് വെച്ച് അത്ഭുതങ്ങൾ കാണിച്ച് ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നതിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ആ നേരത്ത് സണ്ണിന് അവൻ്റെ അമ്മയുടെ കോൾ വന്ന് പുറത്തേക്ക് പോകും. ആ നേരത്താണ് ചേനെ തട്ടിക്കൊണ്ടു പോകുന്നതായി അവൻ കാണുന്നത്. ലീ മറ്റവരെ വിളിച്ച് അവളുടെ ഹാർട്ട് ബീറ്റ് കൂടുമ്പോഴാണ് അവൾ ടെലിപ്പോർട്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ആവാതെ നോക്കണമെന്ന് പറയും. ഇത് കണ്ട സൺ ആകെ വല്ലാതാവും. ശേഷം ആ ചർച്ചാണ് കാണിക്കുന്നത്. അവിടെ വിശ്വാസികൾക്ക് ഒരു മിറാക്കൾ കാണിച്ചു കൊടുക്കാനായി കിമ്മിനെ വിളിക്കും. നടക്കാൻ പ്രയാസമുള്ള ഒരു പയ്യനെ നടത്തിക്കുമെന്ന് പറഞ്ഞ്. ആ പയ്യന് ശരിക്കും നടക്കാൻ പറ്റില്ല. പക്ഷെ കിം അവൻ്റെ പവർ യൂസ് ചെയ്ത് ആ പയ്യനെ കൊണ്ട് നടത്തിക്കും. ഇതും കണ്ടുകൊണ്ട് ജുൻമോ അവിടെ ഇരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഇതിൽ വലിയ താല്പര്യമില്ലാത്ത ഒരാളും ഇരിക്കുന്നതായി കാണും. അത് കണ്ട് വിശ്വാസികളെല്ലാം കരയാനും കൈയടിക്കാനും കാശ് കൊടുക്കാനും ഒക്കെ തുടങ്ങും. അവിടെ ഒരു കൂസലുമില്ലാതെ ഇരുന്ന ആൾ ആരാധിക്കാൻ തുടങ്ങും. അത് ജുറാൻ്റെ പണിയാണെന്ന് ജുൻമോക്ക് മനസ്സിലാവും. ഇവരുടെ പവർ കുറേ യൂസ് ചെയ്താൽ അതിനൊരു സൈഡ് എഫക്റ്റും ഇവർക്ക് കിട്ടും.
ശേഷം ജുൻമോ കണ്ട കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് പറയും. ആ സയന്റിസ്റ്റ് വണ്ടർ കൈൻഡറിനെ വെച്ച് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് ജുൻമോ. പക്ഷെ എക്സ്പെരിമെന്റ്സ് വീണ്ടും തുടങ്ങാൻ പണം മാത്രമല്ല, ഇതിന്റെ പിന്നിലായി ഇവരെ സഹായിക്കാൻ കൂടുതൽ ശക്തിയുള്ള ഒരാൾ ഉള്ളതായി തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കും. ശേഷം ലാബിൽ ജുറാനോട് കിമ്മിന്റെ കൂടെ തന്നെ നിൽക്കാൻ പറയും. ആ നേരത്താണ് അവിടേക്ക് ചേനെ കൊണ്ടുവരുന്നത്. അത് ഇവൾ കാണുന്നുണ്ട്. എന്നിട്ട് അവൾ പറഞ്ഞ പോലെ അവിടുന്ന് പോകുന്നു. സയന്റിസ്റ്റ് ഇവൾ എണീക്കുന്നതിന് മുമ്പേ വീണ്ടും ഇഞ്ചക്ട് ചെയ്ത് ബോധം കളയാൻ പറയും. പക്ഷെ നമുക്കറിയില്ല ഓൾറെഡി എത്രയാണ് അവർ കുത്തിവെച്ചതെന്ന്. അയാൾ ആ കൈയൊന്ന് വരഞ്ഞു നോക്കും. പെട്ടെന്ന് ഹീലായി പോവുകയും ചെയ്യും. അവരുടെ ഏറ്റവും സക്സസ്ഫുള്ളായ ഒരു വണ്ടർ കൈൻഡർ ആയിരിക്കും ഇത്. കിം ഒരു കംപ്ലീറ്റ് സക്സസ്ഫുൾ വണ്ടർ കൈൻഡർ അല്ല. അതുകൊണ്ടാണ് അവന് പല സൈഡ് എഫക്റ്റും വരുന്നത്. ഇവളെ കെട്ടിയിടെന്ന് പറയും. അപ്പോഴാണ് ചേന് ബോധം വരുന്നത്. എഫക്റ്റ് മൊത്തം വിട്ടുപോവാത്തതുകൊണ്ട് ആടിക്കുഴഞ്ഞൊക്കെയാണ് അവൾ സംസാരിക്കുന്നത്. അവൾക്ക് ഇതെവിടെയാ എന്നൊന്നും ഒരു ഐഡിയയും ഉണ്ടാവില്ല. അവൾ ആ സയന്റിസ്റ്റിനെ നോക്കി, ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങളല്ലേ ഇവരുടെ ബോസ്. എന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്തത്? അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് എടുക്കാൻ. എന്തെടുക്കാൻ? നിന്റെ ഹാർട്ട്. അത് നിന്റെ അല്ല. അവൾ, എനിക്ക് വല്ല കോഫിയോ ഗ്രീൻ ടീയോ കഫേൻ അടങ്ങി എന്തേലും തായോ. അപ്പോൾ അവളുടെ കയ്യിലായി ഒരു കോഫി ജെല്ലി ഉണ്ടാകും. അവൾ അത് കഴിക്കും. ഇവർക്കറിയില്ല കഫേനാണ് ഇവളുടെ പവർ എന്ന്. എല്ലാവരും അവളെ പിടിക്കാൻ വരുമ്പോൾ, ഏയ് ഒരു മിനിറ്റ്, ഇതൊന്നും ആയിക്കോട്ടെ. പെട്ടെന്ന് അവളുടെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. പെട്ടെന്ന് അവൾ ടെലിപ്പോർട്ട് ആവാൻ തുടങ്ങുന്നു. അവളെ ആര് തൊടുമ്പോഴും അവൾ ടെലിപ്പോർട്ടാവും. വീണ്ടും ആ കോഫി ജെല്ലി കഴിക്കുന്നതോടെ അവൾ അവിടുന്ന് മുഴുവനായും അപ്രത്യക്ഷമാവും. ശേഷം ലീയെ കാണിക്കുന്നു. അവൻ്റെ 3972 എന്ന ഫയൽ കയ്യിലുണ്ട്. ഈ ലീക്കും പവേഴ്സിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു. അത് ഈ സയൻറ്റിസ്റ്റ് അവനോട് പറയും. ഇനി ഒരുപാട് സമയം ബാക്കിയില്ല. ആ സ്പെഷ്യൽ ചൈൽഡിനെ എനിക്ക് തന്നാൽ നിനക്കും ജീവിക്കാം. നിനക്ക് നിന്റെ അമ്മയെ കാണണ്ടേന്ന് ചോദിക്കും. എന്നിട്ട് 3972 എന്ന ഫയൽ അവൻ നോക്കും. അത് കിട്ടാൻ വേണ്ടിയാണ് അവൻ ചേനെ കൊടുത്തതും. കാരണം അതിലായി അവൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ ഉണ്ടാകും. പെട്ടെന്നാണ് അവിടേക്ക് ചേ വരുന്നത്. അവൾ ചെന്ന്, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്ത്? നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി? അവനൊന്നും മിണ്ടില്ല. അപ്പോൾ നീ ഞങ്ങളെ സഹായിക്കുക അല്ലായിരുന്നു. ഇതെന്താ സാധനം എന്ന് ചോദിച്ച് ആ കോഫി ജെല്ലി കാണിച്ചു കൊടുക്കും. അത് ലീ ഇഞ്ചക്ട് ചെയ്ത സമയത്ത് അവൻ തന്നെ അവളുടെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തതായിരിക്കും. ഇവൻ്റെ അമ്മയുടെ ഫയൽ കിട്ടാൻ വേണ്ടിയാണ് അവളെ അവർക്ക് കൊടുത്തത്. എന്നാൽ ഇവൾ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ഇവൾക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് അവൻ ആ കോഫി ജെല്ലി കൊടുത്തതും. അവൾ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അവിടുന്ന് ടെലിപ്പോർട്ടാവുന്ന നേരം അവളുടെ കണ്ണീര് അവൻ്റെ മുഖത്തേക്ക് തെറിക്കും. ശേഷം അവൾ വീണ്ടും ആ ലാബിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടാകും. എന്തിന് എന്ന് പറഞ്ഞ് ശബ്ദമില്ലാതെ ചീറാൻ തുടങ്ങും. ഒരു കമ്പി കഷ്ണം എടുത്ത് അവരെ നേരിടാൻ വരുമ്പോഴേക്കും പിന്നിൽ നിന്നും ഒരൊറ്റ അടി. ആ കള്ളപ്പന്നി ലീ എന്നും പറഞ്ഞ് ബോധം കെട്ട് വീഴും. ശേഷം അവളെ അവിടെ കിടത്തി അവർ പരിപാടി തുടങ്ങിയിട്ടുണ്ടാവും. സയൻറ്റിസ്റ്റ് വന്ന് ഇവളെ എപ്പോഴും സെമി കോൺഷ്യസ് ആയി നിർത്തണം. ഉറങ്ങാനും പാടില്ല, എണീക്കാനും പാടില്ല, അല്ലെങ്കിൽ നമുക്ക് തലവേദന. അതുപോലെ ഹാർട്ട് ബീറ്റ് സ്ലോ ആയും സ്റ്റഡി ആയും ഇരിക്കണം. ശേഷം സണ്ണ് ഭയങ്കര ടെൻഷനായി വീട്ടിലേക്ക് വരും. ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ്, നമുക്കിവിടുന്ന് വേഗം പോകണമെന്ന് പറഞ്ഞ് പെട്ടിയൊക്കെ എടുക്കും. പക്ഷെ അവർ അത്ര കാര്യമാക്കില്ല. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല. എനിക്കൊരു പ്രത്യേക കഴിവ് കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ അവനെ തടുത്തോളാം. അതെന്താ, നിങ്ങൾ ആരുടെയും അടുത്ത് കടം വാങ്ങിയോ? ഇതല്ല. ആ ചേനെ വാനിൽ കുറച്ചു പേര് കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയി. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് പോലീസിനെ വിളിക്കായിരുന്നില്ലേ? അപ്പോൾ പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. വൈഫ്, ആ ചർച്ചിൽ നിന്ന് നമുക്കൊരു വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ലോകാവസാനം സംഭവിക്കാൻ പോവാണെന്നല്ലേ അവർ പറയുന്നത്. അതിനു മുമ്പേ വേറെ എന്തോ പരിപാടിയാ. അപ്പോൾ സൺ, ഈ ഓർഡർ നമുക്ക് വേണ്ട. ഇത് ഡേഞ്ചറാണ്. അപ്പോൾ എനിക്ക് ഡേഞ്ചറായി എൻ്റെ ചുറ്റും നിൽക്കുന്ന ഒരേ ഒരാൾ അത് നിങ്ങളാണ്. അപ്പോൾ നിനക്ക് പേടിയില്ലേ? മകളുടെ ട്യൂഷൻ ഫീസ് ഇതുവരെ അടച്ചിട്ടില്ല. അതുപോലെ എപ്പോഴാണാവോ കടക്കാരി ഇങ്ങോട്ട് വരുന്നത്? അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറഞ്ഞ് അവൾ പോകും. ഇവർ ഒന്നാമത് ഡൈവോഴ്സിൻ്റെ വക്കീലാണ്. ഇത് കേട്ട് വിഷമം വന്ന സാൺ കുറച്ചൊക്കെ അങ്ങോട്ടും പറയും. ഇപ്പോൾ എന്നെ പുച്ഛിച്ചോ, ഒരു നാൾ എനിക്കും വരുവടി നല്ല കാലം. ആ നേരത്ത് അവിടെയുള്ള ഡോറിൽ അവൻ്റെ കൈയൊട്ടും. സാധാരണ നുണ പറയുമ്പോഴാണല്ലോ ആളുടെ പവർ യൂസ് ആവുന്നത്. ശേഷം ചേ പാതി മയക്കത്തിൽ കിടക്കുമ്പോൾ ജൂറാൻ അവളുടെ മൈൻഡിലൂടെ വന്ന് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതെവിടുന്നാ വരുന്നത്? അവള്, നീ 20 വർഷം ജീവിച്ചതിനെ നിന്റെ ഭാഗ്യമായി കൂട്ടിയാൽ മതി. നീ ഇത്രയും കഷ്ടപ്പെടേണ്ട. എല്ലാം അവസാനിപ്പിച്ചാൽ എല്ലാവർക്കും നല്ലതാകും. നിന്റെ വിധി അതാണ്. അത് നീ സ്വീകരിക്കൂ എന്നാണ് ജൂറാൻ പറയുന്നത്. അവളുടെ പവേഴ്സ് യൂസ് ചെയ്ത് അവളെ കൊല്ലാൻ നോക്കും. ശേഷം മുത്തശ്ശി കാങ്ങിനോട്
ചേ ഓക്കെ അല്ലേ? അവളോട് പിണക്കം മാറ്റി ഇങ്ങോട്ട് വരാൻ പറ. ഇത് അവൾക്ക് വേണ്ടിയുള്ള ഫുഡാണെന്ന് പറഞ്ഞ് ഒരു പൊതി ഏൽപ്പിക്കൂ. അങ്ങനെ കാങ് അവിടുന്ന് ഇറങ്ങാൻ നേരം പുറത്ത് സണ്ണ് നിൽക്കുന്നുണ്ടാവും. ഓ, നീ എവിടെ ഉണ്ടായിരുന്നല്ലേ? നിന്നെ കിഡ്നാപ്പൊന്നും ചെയ്തില്ലേടാ എന്ന് ചോദിക്കും. ശേഷം ജുൻമോ മുത്തശ്ശിയെ വിളിച്ച് ആ സയന്റിസ്റ്റിനെ പരോളിൽ ഇറക്കിയത് ആരാണെന്ന് കണ്ടുപിടിച്ചു. അത് ചെയർമാൻ നാംസങ് ആണ്. അയാളിപ്പോൾ ചർച്ചിലെത്തിയിട്ടുണ്ട്. അയാളുടെ വീട്ടിലേക്ക് തന്നെയാണ് മുത്തശ്ശി ഇപ്പോൾ വന്നിട്ടുള്ളതും. പക്ഷെ ആൾ അവിടെ ഇല്ലല്ലോ. ശേഷം കാങ് ചേനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല, ലീയെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഇനി ഇവരെങ്ങാനും തമ്മിൽ പ്രേമത്തിലായോ? ഒളിച്ചോടിയതാണോ? അപ്പോൾ നീ എന്തൊക്കെ ഈ പറയുന്നത്? അലുവയും മത്തിക്കറിയും പോലെ രണ്ടെണ്ണവും. പിന്നെ ഇത് റൊമാൻസിനുള്ള ടൈമല്ല, ആക്ഷൻ ടൈമാണ്. ഈ നേരത്താണ് വല്ല ചേസിങ്ങോ എന്തേലൊക്കെ വേണ്ടത്. പിന്നെ എന്താ അവർ ഫോൺ എടുക്കാത്തത്? അപ്പോഴാണ് സൺ അവളെ തട്ടിക്കൊണ്ടുപോയ കാര്യം അവനോട് പറയുന്നത്. ആ ലീയും ചർച്ചിലെ ആളുകളുടെ കൂടെയാണ്. അവൻ നമ്മളെ ചതിക്കുകയായിരുന്നു. അപ്പോൾ കാങ് ഇതൊന്നും വിശ്വസിക്കില്ല. അപ്പോൾ സൺ അവിടെ ഒരു പാത്രത്തിൽ കൈവെക്കും. എൻ്റെ പേര് കാങ് ആണെന്ന് പറയും. അതൊരു നുണയായതുകൊണ്ട് അത് ഒട്ടിപ്പിടിക്കും. എന്നിട്ട് ലീയും കൂടെ ചേർന്നിട്ടാണ് അവളെ തട്ടിക്കൊണ്ടുപോയതെന്ന് പറയുമ്പോൾ അത് താഴെ വീഴും. അപ്പോൾ ഇനി എന്തു ചെയ്യും? അവളെ രക്ഷിക്കണ്ടേ? എന്തു ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ലെന്ന് പറയും. അപ്പോൾ നിങ്ങളെന്തൊരു മനുഷ്യനാ? ഒരു വട്ടം അവളെ നഷ്ടപ്പെട്ടതായിരുന്നു, ഇനി അത് സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഒറ്റയ്ക്ക് അവരോട് ഫൈറ്റ് ചെയ്യാൻ പോവാണോ നീ? കാങ്, ഞാൻ ആ ലീയെ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ നിനക്കെന്താ ബോധമില്ലേ? നീ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ തുടങ്ങും. പെട്ടെന്ന് കാങ് ശക്തിയിൽ അവൻ്റെ കൈ പിടിച്ച് ഞെരിക്കാൻ തുടങ്ങും. ശരിയാണ്, ഞാൻ മണ്ടനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്. പക്ഷെ ചേന് ഞാൻ അങ്ങനെ ആയിരുന്നില്ല. അവരുടെ സ്കൂൾ ടൈം കാണിക്കുന്നു. സ്കൂളിൽ PT ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ട്. അവൾക്ക് ഹാർട്ടിന് കുഴപ്പമുള്ളതുകൊണ്ട്. കാങ് നന്നായി ക്ഷീണിച്ചിട്ടുണ്ടാകും. ശേഷം ക്ലാസ്സിൽ വെച്ച് ഫുഡ് കഴിക്കാൻ നേരം കുറച്ച് പയ്യന്മാർ വന്ന് തലക്ക് തട്ടിയിട്ടൊക്കെ പോകും അവൻ്റെ. അവിടേക്ക് ചേ വന്ന് അവൻ്റെ ഫുഡ് കഴിക്കും. നമുക്കൊരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറയും. അവൾ കൂടെയുള്ളത് കൊണ്ട് തന്നെ അവനെ ആരും ഉപദ്രവിക്കാൻ നിൽക്കില്ല. അന്നാണ് എനിക്ക് വേണ്ടി ഒരാൾ നിൽക്കുന്നത്. അത് ചേ ആയിരുന്നു. നിനക്ക് ഒളിക്കണമെങ്കിൽ നീ പോയി ഒളിച്ചോ എന്ന് പറയും. ശേഷം ഓഫീസിൽ ലീ അവൻ്റെ നാട്ടിലേക്ക് സിയോളിലേക്ക് പോയെന്ന് ആ ക്രഷുള്ള പെണ്ണിനോട് പറയും. അതെങ്ങനെ ഒന്നും പറയാതെ ഒരു ഫെയർവെൽ പാർട്ടി പോലും വെക്കാതെ പോയത്? ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെ കോൾഡ് ഹാർട്ടഡ് ആയിട്ടുള്ള സിറ്റി ബോയ്സിൻ്റെ അടുത്തേക്ക് പ്രേമിക്കാൻ പോകരുതെന്ന്. അവൾ ഒരു തള്ളും കൊടുത്ത് അവിടുന്ന് പോകുന്നു. ഇത് കാങ് അവിടുന്ന് കേൾക്കും. ശേഷം ലീ അവൻ്റെ റൂമിലുണ്ടാകും. കാങ് വന്ന് ചേ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ എനിക്കറിയില്ല, നീ പോവാൻ നോക്കെന്ന് പറയും. നിനക്കറിയാം, ഞാൻ ഇന്ന് നല്ല ഇമോഷണലാണ്. പക്ഷെ അതിലും കൂടുതൽ എനിക്കിപ്പോൾ ദേഷ്യമാണ്. നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ. അവളെവിടെ? നീ എന്താ അവളെ ചെയ്ത്? പെട്ടെന്ന് ലീ അവൻ്റെ പവേഴ്സ് വെച്ച് അവനെ വീഴ്ത്തും. അവനെ തടയാൻ നോക്കും. പക്ഷെ കാങ് അവൻ്റെ പവർ വെച്ച് മുമ്പോട്ട് തന്നെ നടന്നു വരും. അവൻ്റെ അടുത്ത് എത്താൻ നേരം കാങ്ങിൻ്റെ ഫോൺ റിങ് ചെയ്യും. സണ്ണായിരിക്കും. നീ എവിടെയാ? മുത്തശ്ശി നിന്നെയും ലീയെയും അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് ലീയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അത് മുത്തശ്ശിയായിരിക്കും. എനിക്ക് നിന്നെ കാണണം. കാങ്ങിൻ്റെ ബോധവും പോയിട്ടുണ്ടാകും. ശേഷം ലീ ചേയുടെ റൂമിലെത്തി അവളുടെ ഫോട്ടോസ് എല്ലാം നോക്കും. അവിടുന്ന് അവളുടെ ബക്കറ്റ് ലിസ്റ്റ് അവൻ കാണും. കിളിമഞ്ചാറോ ക്ലൈംബ് ചെയ്യണം, നോർത്തേൺ ലൈറ്റ്സ് കാണണം, സിയോൾ എക്സ്പ്ലോർ ചെയ്യണം, ഒരു കേക്ക് മുഴുവൻ ഒറ്റക്ക് തിന്നണം, ഡേറ്റ് ചെയ്യണം, 30 വയസ്സ് കഴിഞ്ഞാലും ജീവിക്കണം. ഇതൊക്കെയായിരിക്കും അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നത്. ഇതിൽ നോർത്തേൺ ലൈറ്റ്സ് മാത്രം അവൾ കണ്ടിട്ടുണ്ടാവും. ശേഷം അവൾ ആ സയൻറ്റിസ്റ്റിനോട് ലീയും നിങ്ങളുടെ ആളായിരുന്നോ എന്ന് ചോദിക്കും. 3972 കുറിച്ചാണോ പറയുന്നത്? ഞാൻ അവൻ്റെ അമ്മ ആരെന്ന് പറഞ്ഞു കൊടുത്തു. അതിനാണ് നിന്നെ അവൻ എനിക്ക് തന്നത്. ഇത് കേട്ടപ്പോൾ അവൾക്ക് അവനോടുള്ള ദേഷ്യമൊക്കെ ഒന്ന് കുറയും. ശേഷം മുത്തശ്ശി ചേ പറഞ്ഞിരുന്നു, നീ ഒരു വണ്ടർ കൈൻഡർ ആണെന്ന്. നേരിട്ട് ക്ഷമ ചോദിക്കാനുമാണ് നിന്നെ വിളിച്ചത്. അവൻ പോകാൻ നിൽക്കുമ്പോൾ ചേ എവിടെയെന്ന് ചോദിക്കും. നിനക്കറിയുന്നുണ്ടെങ്കിൽ പറ. നീ ആ സയൻറ്റിസ്റ്റിന് കൊടുത്തോ? നിന്നോട് രക്ഷിക്കാൻ ഞാൻ പറയുന്നില്ല, അത് ഞാൻ നോക്കിക്കോളാം. എവിടെയെന്ന് പറ. എനിക്ക് കഴിയില്ല, സോറി എന്നും പറഞ്ഞ് അവൻ പോകും. അവിടെ തന്നെ കാങ്ങും സണ്ണും നിൽക്കുന്നുണ്ട്. കാങ് അവൻ്റെ പിന്നാലെ ചെന്ന്, ഇപ്പോൾ എവിടേക്കാ പോകുന്നത്? അവളെ രക്ഷിക്കാനാണോ? സൺ, ഇവനൊന്നും അവൾ ഒരു കാലത്തും രക്ഷിക്കാൻ പോണില്ല. നിങ്ങൾ ഈ നാട് വിട്ട് പോവല്ലേ? ലീ അവരോടൊപ്പമുള്ള നിമിഷങ്ങളൊക്കെ ആലോചിക്കും. അവർ നേരിട്ട പ്രശ്നങ്ങളും തമാശകളും ഒക്കെ. മുത്തശ്ശിയോട് എനിക്ക് എൻ്റെ അമ്മ ആരാണെന്ന് അറിയണമായിരുന്നു, അതിനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. മുത്തശ്ശിയും അവനെ ആശ്വസിപ്പിക്കുന്നു. മുത്തശ്ശിക്ക് ഫോൺ ചെയ്ത് എനിക്ക് കുറച്ച് ആൾക്കാരെ വേണം. എത്ര പേരെ? 100 പേരെ, അല്ലെങ്കിൽ 200 പേര് ഏർപ്പാടാക്കാമെന്ന് പറയും. ശേഷം ലീ അവൻ്റെ ഓഫീസിലേക്ക് ചെല്ലും. അവൻ്റെ കൊളീഗ് അവനോട് നല്ല ദേഷ്യത്തിലായിരിക്കും. ആരോടും പറയാതെ പോയതിന്. അവൻ ആ ചർച്ചിൻ്റെ ഫയല് വേണം, അതിനാണ് വന്നിരിക്കുന്നത്.
അങ്ങനെ ലീ കുറേ സോറി പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്ത് ആ ചർച്ചിൻ്റെ ബിൽഡിംഗ് പ്ലാൻസ് എല്ലാം കൊടുക്കും. അവൻ താങ്ക്സ് പറയുമ്പോൾ അപ്പോൾ നിനക്ക് ചിരിക്കാനൊക്കെ അറിയാലേ എന്ന് ചോദിക്കും. ശേഷം അവർ ആ പ്ലാൻസ് നോക്കുന്നു. സൺ, നമുക്ക് വല്ല പോലീസിനോടും പറഞ്ഞാൽ പോരെ, ഇത് നോക്കിയിട്ട് മനസ്സിലാവുന്ന പോലും ഇല്ല. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയും. അപ്പോൾ പോലീസിന് പറ്റാത്തത് നമ്മൾക്ക് എങ്ങനെ പറ്റുമെന്നാ? ക്യാങ്, എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ അവളെ രക്ഷിക്കും. അപ്പോൾ നീ എന്ത് ചെയ്യാനാ? നിനക്കൊരു പവർ ഉണ്ടെന്ന് വെച്ച് നീ ഒരു സൂപ്പർ ഹീറോ ഒന്നുമല്ല. നീ എന്ത് കാണിക്കാനാ? ഒരു വണ്ടർ കൈൻഡറിൻ്റെ മുമ്പിലൊക്കെ നീ ചെന്ന് പെട്ടാ അവിടെ തീരും നീ. നിനക്ക് നിന്റെ ജീവൻ വേണേൽ ഇതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് ആ ദേഷ്യത്തിൽ ക്യാങ് അവനെ വലിച്ചെറിയും. അപ്പോൾ ലീ അവനെ കൂളായി തിരിച്ചു കൊണ്ടുവരും. നിന്നെക്കൊണ്ട് ഇങ്ങനെയും പ്രയോജനങ്ങളുണ്ടെന്ന് പറയും. ലീ, ഇനിയാണ് നിങ്ങളുടെ ശരിക്കുള്ള ട്രെയിനിങ് തുടങ്ങുന്നത്. ഇനി എങ്ങനെ നിന്നെ വിശ്വസിക്കും? എപ്പോഴാണ് നിറം മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവിടെ എത്തിക്കഴിഞ്ഞ് നീ ഞങ്ങളെ ചാമ്പ്യ ഞങ്ങളെന്ത് ചെയ്യും? ക്യാങ്ങും ലീയും അവളെ രക്ഷിക്കാനായി തയ്യാറാവും. ഒന്ന് നിൽക്കടാ, ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ വരാമെന്ന് പറയും. അങ്ങനെ അവർ 3 പേരും അവരുടെ സാധനങ്ങളെടുത്ത് ചേനെ രക്ഷിക്കാൻ തയ്യാറാവും. അവർ 3 പേരും അതിനായി അവിടുന്ന് പുറപ്പെടുന്നു. ശേഷം ലാബിൽ സയൻറ്റിസ്റ്റ് ചേയുടെ ബ്ലഡ് ഒരു കെമിക്കലുമായി മിക്സ് ചെയ്ത് ഒരു എലിയുടെ മേൽ പരീക്ഷിക്കും. ആ എലി ചത്തിട്ട് അതിന് വീണ്ടും ജീവൻ വെപ്പിച്ച് അത് സക്സസ് ആണെന്ന് മനസ്സിലാവും. ഇവിടെ ആ 3 പേരെയും ഒരു റൂമിൽ പൂട്ടിയിട്ടേക്കാണ്. ഇപ്പോൾ പുറത്തിറങ്ങണ്ടെന്ന് പറഞ്ഞ് ഹോറാന് ആകെ പ്രാന്താവുന്നുണ്ട്. സയൻറ്റിസ്റ്റ് ആ കുട്ടിയെ കണ്ടുപിടിച്ചെന്ന് പറയും. മറ്റവർ രണ്ടും ഈ കാര്യം പറഞ്ഞിട്ട് പോലും ഇല്ല. ഹോറാൻ, എന്നിട്ടെന്താ ഞങ്ങളോട് പറയാതിരുന്ന്? കിട്ടിയാൽ ആദ്യം അറിയേണ്ടത് നമ്മളായിരുന്നില്ലേ? കിം, അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ടാവും, വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവിടേക്ക് സയൻറ്റിസ്റ്റ് വരും. നിങ്ങൾ ആ കുട്ടിയെ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കും. ഞങ്ങളോട് പറ, അത് സത്യമാണെങ്കിൽ എന്തിനാ ഞങ്ങളെ ഇവിടെ ഇട്ടിരിക്കുന്നത്? നിങ്ങൾ എന്താ ഞങ്ങളിൽ നിന്ന് മറക്കുന്നത് എന്ന് അവളുടെ പവേഴ്സ് യൂസ് ചെയ്ത് പറയിപ്പിക്കാൻ നോക്കും. പക്ഷെ അയാൾക്കത് ഏൽക്കില്ല. നിന്റെ പവേഴ്സ് എന്താണെന്ന് നല്ല പോലെ എനിക്കറിയാം. അതിലും പവർ കൂടിയ ആളാണ് ഞാൻ. അതുകൊണ്ട് അത് എൻ്റെ മേലെടുക്കാൻ നിൽക്കരുത്. അപ്പോഴാണ് ഒരാൾ വന്ന് പുറത്ത് വേറെ കുറേ ആൾക്കാരുടെ പ്രതിഷേധം നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. അത് ചേനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. ലീ മുത്തശ്ശിയോട് 200 പേരെ വേണമെന്ന് പറഞ്ഞത് ഇതിനായിരിക്കും. അവർ ചർച്ചിൻ്റെ മുമ്പിൽ നിന്ന് സമരം ചെയ്യാണ്, വിട്ടുതരാൻ വേണ്ടി. ആ കൂട്ടത്തിൽ ജുൻമോയും ഉണ്ട്. ഒപ്പം തന്നെ ലീയും ക്യാങ്ങും സണ്ണും ഉണ്ട്. ജുൻമോ അവരെ കൊണ്ടുപോയി ഒരു തുരങ്കത്തിലൂടെയുള്ള വഴി കാണിച്ചു കൊടുക്കും. ആ സമയത്താണ് ജുൻമോ ലീയോടായി ഞാനാണ് 4204 എന്ന് പറയുന്നു. ഇവനും ലീയുടെ ഒപ്പം ആ ലാബിലുണ്ടായിരുന്നവനാണ്. എൻ്റെ മേൽ എക്സ്പെരിമെൻ്റ് നടത്തുന്നതിന് മുമ്പാണ് അവിടെ തീപിടുത്തമുണ്ടായത്. എന്നെപ്പോലെ വേറെയും 20 കുട്ടികൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഓക്കെയായി സന്തോഷമായി ജീവിക്കുന്നു. അങ്ങനെ ആ വഴിയിലൂടെ അവർ പോകുന്നു. അത് മുത്തശ്ശിയെ അറിയിക്കും. അവരിപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണുള്ളത്. ശേഷം അവർ ആ ലാബിലേക്ക് കടക്കുന്നു. ഭാഗ്യത്തിന് അവരെ കാണില്ല. എന്നിട്ട് അവരുടെ കൂട്ടത്തിലുള്ള 2 പേരെ അവർ പൊക്കിക്കൊണ്ടുപോകും. മറ്റവൻ നോക്കുമ്പോൾ ആ 2 പേരെയും കാണുന്നില്ല. അപ്പോഴാണ് സൺ വന്ന് അവനെയും കൊണ്ടുപോകുന്നത്. അതും ക്യാങ്ങിൻ്റെ സപ്പോർട്ടോടെ. ഒക്കത്തിനെയും അടിച്ച് ബോധം കെടുത്തിയിട്ടുണ്ടാവും. ക്യാങ്ങും ലീയും ഒരു വഴിക്ക് പോകുമ്പോൾ സൺ, ദേ ഇവിടെ ഒരു ഡോറുണ്ടെന്ന് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ അവിടെ മൊത്തം മറ്റവരുടെ ആൾക്കാർ. ലീ ഒരു നോട്ടം നോക്കും സണ്ണിനെ. ശേഷം ഹോറാൻ അവരെ മാറ്റാൻ പോലീസിനെ വിളിക്കുമ്പോൾ അവിടേക്ക് മുത്തശ്ശി വന്ന് അത് ബ്ലോക്ക് ചെയ്യും. ആ സമരത്തിന് നേതൃത്വം കൊടുക്കാനുള്ള അനുമതി വേണമെന്ന് പറഞ്ഞായിരിക്കും വന്നത്. ശേഷം മറ്റേ ആൾക്കാരെ മൊത്തം അവർ അടിച്ചിട്ടുണ്ടാകും. ഈ വിവരം അതിലൊരാൾ ഹോറാനെ വിളിച്ചു പറയുന്നു. ശേഷം ചേയുടെ അപ്പുറത്ത് വേറൊരു വൃദ്ധനുണ്ട്. ഇതാരാന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഹാർട്ട് ഈ ആൾക്കാണ് വെക്കാൻ പോകുന്നത്. അവൾ മരിക്കാൻ പോവാണെന്ന് മനസ്സിലാക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന മുത്തശ്ശിയെയും ക്യാങ്ങിനെയും സണ്ണിനെയും ലീയെയും ഒക്കെ അവൾ ഓർക്കാൻ തുടങ്ങും. അങ്ങനെ ബ്ലേഡ് എടുത്ത് വരയാൻ നേരം പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ്സ് എല്ലാം ഓഫാവും. അടിയുടെ ഒച്ചയായിരിക്കും മൊത്തം കേൾക്കുന്നത്. അവിടെയുള്ള എല്ലാ സർജൻറ്റിൻ്റെ അടുത്തേക്കും കത്തിയും ബ്ലേഡും സിസേഴ്സും ഒക്കെ ചെല്ലും. അത് കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. അവിടേക്ക് ലീ എത്തും. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാനും വിചാരിച്ചതല്ല. നീ എൻ്റെ സൈഡാണെന്ന് പറഞ്ഞ് ചേനെ വലിച്ച് അവൻ്റെ അടുത്തേക്ക് എത്തിക്കും. അവനെ കാണുമ്പോൾ തന്നെ സന്തോഷവും കരച്ചിലും ഒരുമിച്ച് വരും അവൾക്ക്. അവളെ കണ്ട സന്തോഷത്തിൽ ക്യാങ്ങും സണ്ണും അവിടെ എത്തും. പെട്ടെന്ന് അവിടെ ഫുൾ വെടിവെപ്പായിരിക്കും. ലീ അവൻ്റെ പവേഴ്സ് വെച്ച് അതെല്ലാം തടുത്ത് കളയും. അവരുടെ ഫൈറ്റാണ് നടക്കുന്നത്. ലീയും ക്യാങ്ങും സണ്ണും അവരുടെ കൂടെ ഏറ്റുമുട്ടും. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുകയാണ് നമ്മുടെ ചേ. അവളെ ഒന്ന് തൊടാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവിടെയുള്ള എല്ലാവരെയും അടിച്ചിടും. ചേ, എന്താ കുറ്റബോധം വന്നോ?
അപ്പോൾ ഞാൻ നിന്നെ രക്ഷിക്കാനാണ് വന്നത്. എനിക്കതിന് കഴിയുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നിന്നെ ഞാൻ അവർക്ക് കൊടുത്തതും. അവൾ എൻ്റെ മുമ്പിൽ നിന്ന് മാറിക്കോ, ഇല്ലെങ്കിൽ ഞാൻ അടിക്കും. അവൻ പോവില്ല എന്നും പറഞ്ഞ് അവളെ കിസ് ചെയ്യുന്നു. ഇത് കണ്ട കാങ്ങും സണ്ണും അന്തം വിട്ട് നിൽക്കുകയാണ്. സൺ, ഞാൻ കാണുന്നത് തന്നെയല്ലേ നീയും കാണുന്നത് എന്ന് ചോദിക്കും. നമുക്ക് സേഫായി വേറെ എവിടേക്കെങ്കിലും പോകാമെന്ന് പറയും. പെട്ടെന്ന് അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി അവൾ അപ്രത്യക്ഷമാവുന്നു. ആ സമയത്താണ് അവിടേക്ക് കിമ്മും ഹോറാനും വരുന്നത്. അയ്യോ, ചേ മുങ്ങി എന്നും പറഞ്ഞു നിൽക്കുകയാണ് അവർ. കാങ് സണ്ണിനോട് എന്നെ ഇൻസൾട്ട് ചെയ്ത് കൊല്ലെന്ന് പറയും. സണ്ണ് തുടങ്ങും നല്ല പച്ച തെറിയൊക്കെ വിളിച്ച് അപമാനിക്കാൻ തുടങ്ങും. കിം അവൻ്റെ പവേഴ്സ് അവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ശേഷം ചേ ഇപ്പോൾ ലീയുടെ റൂമിലാണുള്ളത്. അവൾക്ക് കിട്ടിയ കിസ്സും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്. ആ റൂമിൽ അവൾ അന്ന് വാങ്ങിയ പാവക്കുട്ടിയും ആ സ്യൂട്ട് കേസും ഒക്കെ ഉണ്ടാകും. പെട്ടെന്ന് അവൾ പഴയ ചേയായി അവിടെയുള്ള കോഫി ജെല്ലിയും എടുത്ത് ടെലിപ്പോർട്ടാവുന്നു. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡിലെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2026 റിലീസായ ദി വണ്ടർഫുൾസ് എന്നൊരു സൂപ്പർ നാച്ചുറൽ കോമഡി സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഇതുവരെ റിലീസായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് മുത്തശ്ശി പോലീസിനോട് ഗവർണറായ നാം സംഗ്യു ചർച്ചിലുള്ള ആളുകളുടെ കൂടെയാണെന്ന് പറയും. അയാൾ തന്നെയായിരിക്കും ആ വൃദ്ധൻ. അവിടെ അയാൾ എന്ത് ചെയ്യുക? കിഡ്നാപ്പിംഗ്, അതുപോലെ ആൾക്കാരെ തടവിലാക്കും. ശേഷം ആ അപ്പാപ്പനെ കാണിക്കുന്നു. അവിടെ നടക്കുന്നതൊക്കെ അയാൾ കാണുന്നുണ്ട്. ആ സമയം കുറേ പുഴുക്കൾ അയാളുടെ കയ്യിലൂടെ പോകുന്നുണ്ട്. ശേഷം കിം, എന്നാൽ ഇവരെ എല്ലാവരെയും കൊല്ലല്ലേ, ആ 3972നെ എനിക്ക് വിട്ടേക്ക്, അവൻ എൻ്റെയാ. അവളുടെ പവർ യൂസ് ചെയ്ത് അവനെ മാത്രം വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കും. ആ സ്പെഷ്യൽ ചൈൽഡിനെ കാണുന്ന പോലെ ഹാലൂസിനേഷൻ അടിക്കും. സൺ നോക്കുമ്പോൾ ലീ അനങ്ങാതെ നിൽക്കുകയാണ്. എത്രയൊക്കെ വിളിച്ചിട്ടും അനങ്ങുന്നില്ല. ആ സമയം കാങ്ങിന് കിമ്മിനെ മനസ്സിലാവും. ഇത് മറ്റേ ഡുൺ ഡുൺ ഡാ അതല്ലേ, ഇവരൊന്ന് കൈകൊട്ടി കളിച്ചതൊക്കെ അവന് ഓർമ്മ വരും. കിം അവൻ്റെ പവർ യൂസ് ചെയ്ത് പതിവ് പോലെ ചതക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് കാങ് അതിൻ്റെ ഇടയിൽ കൈവച്ച് ബ്ലോക്ക് ചെയ്യും. വീണ്ടും അത് തന്നെ ചെയ്യും. കാങ് ഇത് കൊള്ളാല കളി, അടുത്ത് പോരട്ടെ എന്ന് പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ കാങ്ങിൻ്റെ മുഖത്തേക്ക് അടിച്ചടിച്ച് 4 വർത്താനം പറയും. നീ ആരാണ് നടന്നിൻ്റെ വിചാരം? പടുവാഴെ, നീ എന്താടാ ഹീറോ കളിക്കാൻ വന്നിരിക്കുകയാണോ? എന്നിട്ട് വീണ്ടും പവർ യൂസാക്കാൻ നിൽക്കുമ്പോൾ കാങ് ആ കൈ പിടിച്ച് വളച്ച് ഓടിക്കാൻ തുടങ്ങും. എന്നോട് ക്ഷമിക്കുവാനെ, ഇത് കുറച്ച് വേദനിക്കും എന്ന് പറഞ്ഞ് അടിച്ചു തെറിപ്പിക്കും. ശേഷം ആ വൃദ്ധൻ, ആരാണവർ, എന്തിനാ ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്? പേടിക്കണ്ട, അത് ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറയും. അപ്പോൾ സർജറിയോ? നിങ്ങളുടെ മുമ്പിൽ നിന്നല്ലേ ആ കുട്ടി പോയത്? പെട്ടെന്ന് അയാളുടെ ആളുകൾ സയൻറ്റിസ്റ്റിനെതിരെ തോക്കു ചൂണ്ടും. എവിടെ ആ കുട്ടി ലീയുടെ അടുത്ത് വന്ന് സഹായം ചോദിക്കുന്ന പോലെയൊക്കെ അവന് തോന്നും. അതിനെ തൊടാൻ നോക്കുമ്പോൾ അന്ന് വീണ പോലെ ഒരു വലിയ കല്ല് ആ കുട്ടിയുടെ മേൽ വീഴും. അന്നത്തെ ലാബിലെ തീപിടുത്തം അവൻ നേരിട്ട് കാണും. ഹോറാൻ, ഓർമ്മയുണ്ടോ ഈ സംഭവങ്ങളൊക്കെ? നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ആ സയൻറ്റിസ്റ്റാണ് ഞങ്ങളെ ഏറ്റെടുത്തത്, ഒരു ഫാമിലി പോലെ. ഇതിനൊക്കെ കാരണം നീയാണെന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് നിർത്തുമെന്ന് പറഞ്ഞ് അലറും. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തെറിച്ചു പോകുന്നു. പെട്ടെന്ന് അവിടെ ഒരു കൊടുങ്കാറ്റ് സംഭവിക്കും. എല്ലാം പാറിക്കളിച്ചിട്ട്. ആ നേരത്താണ് ടെലിപ്പോർട്ടായി ചേ അവിടെ എത്തുന്നത്. അവൾ തെറിച്ചു പോകുമ്പോൾ കാങ് ചെന്ന് പിടിക്കും. അവിടെ ലീ ഇപ്പോഴും സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ആ സമയം സണ്ണിൻ്റെ കൈ അവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ പാറിപ്പോകുന്നില്ല. എന്നിട്ട് ചേ ചെന്ന് ലീയെ വിളിക്കും. ആ കുഞ്ഞു ലീയെ മറ്റേ സ്പെഷ്യൽ ചൈൽഡ് വന്ന് വിളിക്കുന്ന പോലെ അവന് തോന്നും. എല്ലാം ഓക്കെയാണ്, നിനക്കിത് നിർത്താം. ആ കുട്ടി മരിക്കാൻ കാരണം താനാണെന്നുള്ള കുറ്റബോധമാണ് ലീക്ക്. അവൾ അവനെ ആശ്വസിപ്പിക്കും. അങ്ങനെ ആ കൊടുങ്കാറ്റ് അവസാനിക്കുന്നു. ലീ, നിങ്ങൾ പൊക്കോന്ന് പറയുമ്പോൾ, നീ ഇല്ലാതെ ഞങ്ങൾ പോവില്ല, നമ്മളൊരു ടീമാണ്, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ചേ കാങ്ങിനോട്, നീ ലീയെ എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ എൻ്റെ സ്ട്രെങ്ത് മൊത്തം പോയിരിക്കുകയാണ്, എനിക്ക് വയ്യ. സൺ, എനിക്കും പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറയും. അവൾ ഒരു കോഫി ജെല്ലി കഴിച്ച് പെട്ടെന്ന് എല്ലാവരോടും ചേർത്ത് പിടിക്കാൻ പറയും. ആ സമയത്ത് സണ്ണിൻ്റെ ഷൂ അവിടെ ഒട്ടിപ്പിടിച്ചതുകൊണ്ട് അവൻ അതിന് സാധിക്കുന്നില്ല. മറ്റവർ 3 പേരും പോവുകയും ചെയ്യും. അവർ നേരെ എത്തുന്നത് ആ ചർച്ചിൻ്റെ ഹാളിലേക്കാണ്. ഇവിടെ സണ്ണ് ആ കാല അവിടുന്ന് എടുക്കാനുള്ള ശ്രമത്തിലാണ്.
എന്നെ എങ്ങനെ അവർക്ക് ഇവിടെ ഒറ്റക്കിട്ടിട്ട് പോകാൻ തോന്നി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അവളൊരു വട്ട് കേസാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇത് ഇത്തിരി കൂടിപ്പോയി. ആ സമയം കിമ്മിന് ചെറിയ ബോധം വരും. ഇത് കണ്ട സണ്ണ് ടെൻഷനായി എങ്ങനെയും ആ കാലൊന്ന് അവിടെ നിന്ന് എടുക്കാൻ നോക്കും. ഈ നേരത്ത് ഇതെന്ത് കാര്യത്തിനാണ് ഇവിടെ ഒട്ടിയേക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കണം അവൻ. ലീയെ ഞാനാണ് പൊക്കിക്കൊണ്ട് പോയതെന്ന് അവൻ നുണ പറയുമ്പോഴാണ് ആ കാലൊന്ന് അവിടെ നിന്ന് പോരുന്നത്. ശേഷം കാങ് ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ലീക്ക് ബോധം വരട്ടെ, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറയും. എൻ്റെ മുത്തശ്ശി എന്നെ കാണാതെ ടെൻഷൻ അടിക്കുന്നുണ്ടാവും, അപ്പം മുത്തശ്ശിക്ക് എല്ലാം അറിയാമെന്ന് പറയും. അപ്പോൾ ആര് പറഞ്ഞു? അതൊക്കെ അറിയാം, ഈ പ്ലാനിൻ്റെ വലിയൊരു ഭാഗമാണ് അവർ. പെട്ടെന്ന് ചേ ടെലിപ്പോർട്ടാവുന്നു. ആ നേരത്താണ് അവിടേക്ക് വേറെ കുറേ ആൾക്കാർ വരുന്നത്. ശേഷം ചേ ടെലിപ്പോർട്ടായി വന്നത് ആ സയൻറ്റിസ്റ്റൊക്കെയുള്ള റൂമിലേക്കാണ്. ഇതൊരു സെറമാണ് ആ കുട്ടിയുടെ മേൽ നിന്നും ശേഖരിച്ചത്. ഇത് നിങ്ങളെ സഹായിക്കും, ഭയങ്കര ആക്റ്റീവായി ഇരിക്കാനും നിങ്ങളുടെ ശ്വാസകോശം മെച്ചപ്പെടുത്തി ഈസിയായി ശ്വസിക്കാനൊക്കെ പറ്റും. ഇത് യൂസ് ചെയ്ത് എനിക്കെന്തെങ്കിലും പറ്റിയാൽ നിങ്ങളെല്ലാവരും മരിക്കും. എന്നിട്ട് അത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ഇത് ചേ വേറൊരു റൂമിലിരുന്ന് കാണുന്നുണ്ട്. പെട്ടെന്ന് അയാൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങും. കയ്യിലും മുഖത്തുമുള്ള ചുക്കും ചുളിവൊക്കെ പോയി കുറച്ചുകൂടെ യങ്ങാവും. താങ്ക് യു, നിങ്ങൾ നന്നായി ചെയ്തു എന്ന് പറയും. ഈ മൊമെൻറ്റിന് വേണ്ടിയാണ് ഞാനും കാത്തിരുന്നതെന്ന് പറയുന്നു. പെട്ടെന്ന് ഇയാൾക്കൊരു അസ്വസ്ഥത തോന്നും. ഇതെന്താ എൻ്റെ ഹാർട്ട് പടപടാന്നടിക്കുന്നു. അങ്ങനെ അത് കൂടി അയാൾ വീണ്ടും പ്രായം വെക്കാൻ തുടങ്ങും. അപ്പോൾ വേറെ സെറം എടുക്കുമെന്ന് പറയുമ്പോൾ ഇനി സെറം ഇല്ല സാർ, ഉള്ളതാണ് ഇപ്പോൾ തന്നത്. അയാൾ ചൂടാവാൻ തുടങ്ങും. അവിടെ വെച്ച് തന്നെ അയാൾ വീണ്ടും വയസ്സാവാൻ തുടങ്ങും, മുമ്പത്തേതിനേക്കാളും കൂടുതൽ. അങ്ങനെ അവിടെ വെച്ച് അയാൾ മരിക്കുന്നു. പെട്ടെന്ന് അയാളുടെ ആളുകൾ തോക്ക് ചൂണ്ടും. ജൂറാൻ അവളുടെ പവർ യൂസ് ചെയ്ത് ഇവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കില്ല, ഇതുവരെ ഉണ്ടായ സംഭവങ്ങൾ മറക്കുകയും ചെയ്യുമെന്ന് പറയും. കിം ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിയുടെ ബ്ലഡ് ഇനിയും വേണമെന്ന് പറയും. ഇയാൾക്കെന്താ വട്ടാണോ എന്നായിരിക്കും ചേ വിചാരിക്കുന്നത്. പെട്ടെന്ന് അവിടെ സാധനങ്ങളൊക്കെ തട്ടിമറിഞ്ഞ് വീഴും. കിം അവിടെ എത്തുമ്പോൾ ഇവൾ കോഫി ജെല്ലി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവളെ പൊക്കി നിലത്തടിക്കാൻ നോക്കുമ്പോഴേക്കും അവൾ ടെലിപ്പോർട്ടാവുന്നു. ആ നേരത്ത് അവളുടെ കയ്യിലുള്ള ഒരു കോഫി ജെല്ലി നിലത്ത് വീണിട്ടുണ്ടാകും. എന്നിട്ട് അവൾ നേരെ എത്തുന്നത് ആ ചർച്ചിലുള്ള വിശ്വാസികളുടെ മുന്നിലേക്കാണ്. സയൻറ്റിസ്റ്റ് കിമ്മിനോട് പോയി അവളെ പിടിച്ചുകൊണ്ട് വായെന്ന് പറയും ജൂറാൻ. പക്ഷേ സൈഡ് എഫക്റ്റ് കാരണം അവൻ്റെ കൈ കുറച്ച് മോശം കണ്ടീഷനിലാണ്. അയാൾ നമ്മൾ ഡിസിഷൻ എടുക്കേണ്ട ചില മൊമെൻ്റ് ഉണ്ട്, ആ നേരം അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല, ഇതാണ് ആ മൊമെൻ്റ്. അങ്ങനെ കിം അതിനായി ചെല്ലും. പക്ഷേ അവന് തീരെ വയ്യാന്ന് ജൂറാന് അറിയാമായിരുന്നു. നീ ഇവിടെ നിൽക്ക്, ഞാൻ കണ്ടുപിടിച്ചോളാമെന്ന് പറയുമ്പോൾ നീ നിൻ്റെ കാര്യം നോക്ക്, എൻ്റെ ഗാർഡിയനൊന്നുമല്ലല്ലോ നീ, പിന്നെ അയാളുടെ അടുത്ത് നിന്ന് നീ എന്നെ രക്ഷിക്കൊന്നും വേണ്ട, എനിക്കതിൻ്റെ ആവശ്യമില്ല. അത് കാണുമ്പോൾ ഞാൻ വീക്കാണെന്ന് എനിക്ക് തന്നെ സ്വയം തോന്നും. ഇതൊക്കെ ഒരു ഭാഗത്ത് നിന്ന് ഹോറാനും കേൾക്കുന്നുണ്ട്. നേരത്തെ ആ കൊടുങ്കാറ്റുണ്ടായ സമയം ഷേ ലീയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് അവൾ കണ്ടിരുന്നു. അതിൻ്റെ ഒരു വിഷമവും ഉണ്ട് അവൾക്ക്. ശേഷം അവിടെ എത്തിയ ഉടനെ ചേ സഭയിലെ വിശ്വാസികളോട് പൊട്ടിത്തെറിക്കുന്നു. അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഈ കൾട്ടിന് സംഭാവനയായി കൊടുക്കുമ്പോൾ ആ പണം ഇല്ലീഗലായ പരീക്ഷണങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് അവൾ തുറന്നു പറയുന്നു. നിങ്ങളെല്ലാം ഇവിടുന്ന് പോവാൻ നോക്കെന്ന് പറയും. അവരെ സത്യം പറഞ്ഞ് മനസ്സിലാക്കിക്കാനാണ് അവൾ ശ്രമിക്കുന്നത്. പക്ഷെ ജൂറാൻ തൻ്റെ മൈൻഡ് കൺട്രോൾ ശക്തി ഉപയോഗിച്ച് വിശ്വാസികളെ ചേനെതിരെ തിരിക്കുന്നു. അതോടെ സഭയിലെ ആളുകൾ ചേനെ ആക്രമിക്കാൻ തുടങ്ങും. എല്ലാ എണ്ണവും സോംബീസ് നടക്കുന്ന പോലെയാണ് അവരുടെ അടുത്തേക്ക് വരുന്നത്. ഇത് പുറത്തു നിൽക്കുന്ന ജുൻമോ കാണുന്നുണ്ട്. മാറിക്കോ എല്ലാവരും, അല്ലെങ്കിൽ ഞാൻ തുപ്പും, സത്യമായിട്ട് തുപ്പും. ഇവളെന്താണെന്നറിയാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് എല്ലാവരും അവളെ പിടിക്കാൻ നോക്കും. എല്ലാതും സോംബീസിനെ പോലെ വന്ന് അവളെ പൊതിയും. ഇത് കണ്ട് ഒരു സൈഡിൽ കാങ് നിൽക്കുന്നുണ്ട്. അവൾ അവിടുന്ന് ചാടി രക്ഷപ്പെടാൻ നേരം ഒരാൾ കാല് പിടിച്ച് വലിച്ച് താഴെയിടും. പക്ഷെ അവൾ അവരുടെ ഇടയിലേക്ക് വീഴില്ല, സേഫായി അവളെ താഴെ ഇറക്കും. അത് ലീ ആയിരിക്കും ചെയ്തത്. അവൾ അവനെ കണ്ട സന്തോഷത്തിലായിരിക്കും ഒന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അവൻ അവരെ നിയന്ത്രിച്ച് നിർത്തുന്നു. അവൻ്റെ പ്ലാൻ, ആദ്യം നീ കാങ്ങിനെ പുറത്തെത്തിക്കണം, നീ തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്തേക്കാക്കും, എനിക്ക് സണ്ണിനെ കണ്ടുപിടിക്കണം. ഏയ് അത് നടക്കില്ല. അപ്പോൾ അതേ വഴിയുള്ളൂ, ഇവിടേക്ക് ഞാൻ വന്നത് നിന്നെ രക്ഷിക്കാനല്ലേ. അവൾ, എനിക്കും നിന്നെ രക്ഷിക്കാൻ പറ്റും. കാങ്, ഈ സംസാരം നമുക്ക് പിന്നെ ആയിക്കൂടെ എന്ന് ചോദിക്കും. കാരണം അവൻ അത് കണ്ട് പേടിച്ച് തൂറിയിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് അവർ പുറത്തേക്ക് കടക്കും. മറ്റവരെല്ലാം അവരുടെ പിന്നാലെ ഓടാൻ തുടങ്ങും. ആ ഓടുന്ന സമയത്ത് പോലും അവൾ അവനെയും നോക്കി ചിരിച്ചുകൊണ്ടാണ് ഓടുന്നത്. ശേഷം പുറത്ത് ഇപ്പോഴും പ്രതിഷേധം നടക്കുന്നുണ്ട്. ജുൻമോ മുത്തശ്ശിയെ വിളിച്ച് നിങ്ങൾ പോലീസിനോട് സംസാരിച്ചോ? ഞാൻ പറയുന്നൊന്നും അയാൾക്ക് മനസ്സിലാകുന്നില്ല. അവിടെ എന്തായി?
ഇവിടെ കുറച്ചുകൂടെ നേരമെടുക്കും. എന്തേലും ആവണമെങ്കിൽ. മുത്തശ്ശി സ്ട്രീറ്റിലുള്ള ആൾക്കാരെ നോക്കും. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ജുൺമോയോട് നമുക്ക് പ്ലാൻ ബി തുടങ്ങണം. വേറെ വഴിയില്ല. ജുൺമോ അവരോടെല്ലാം നമ്മൾ പ്ലാൻ ബിയിലോട്ട് കടക്കുകയാണെന്ന് പറയും. ഒരു ബാഗ് എടുക്കും. അതിലൊരുപാട് ടൂൾസ് ഉണ്ടാവും. ശേഷം സൺ ഒരു മൂലക്ക് ഒളിച്ചിരിക്കുന്നുണ്ട്. ആ നേരം അവൻ്റെ വൈഫ് വിളിക്കുമ്പോൾ അവനത് കട്ട് ചെയ്യും. ആരും കാണാതെ പല സ്ഥലങ്ങളിലും ഒളിക്കും. അവിടെ ഒരു പൈപ്പ് ശ്രദ്ധിക്കും അവൻ. എന്നിട്ട് അവൻ സ്പൈഡർമാനെ പോലെ രക്ഷപ്പെടാൻ നോക്കും. കൈ ഒട്ടിപ്പിടിക്കാൻ വേണ്ടി ഓരോ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഭയങ്കര റിലാക്സാണ്, കൂളാണ് എന്നൊക്കെ പറഞ്ഞ്. അയ്യോ പേടിയാവുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ തന്നെ കൈ ഒട്ടുന്നത് നിൽക്കും. അപ്പോൾ വീണ്ടും നുണ പറയാൻ തുടങ്ങും. ആ സമയം അവൻ്റെ ഫോൺ റിങ് ചെയ്യും. അത് അവൻ്റെ മകളായിരിക്കും വിളിക്കുന്നത്. ആ ഫോൺ പോക്കറ്റിൽ നിന്ന് വീഴുമ്പോൾ അവനത് പിടിക്കുന്നു. ആ നേരത്ത് ആ വൃദ്ധനെയൊക്കെ ഒരു ആസിഡിലിട്ട് നശിപ്പിക്കുന്നത് അവൻ കാണും. അതേ നേരത്ത് തന്നെ ഹോറാനും ജൂറാനും താഴെ നിന്ന് സയൻറ്റിസ്റ്റിൻ്റെ പ്ലാനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സൺ അവിടെ നിന്ന് കേൾക്കുന്നു. നഗരം മുഴുവൻ അപകടകരമായ കെമിക്കൽ പരത്തി ഒരു ലോകാവസാനം പോലുള്ള സംഭവം ഉണ്ടാക്കാനാണ് അയാൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയും. അത് കേട്ട് സണ്ണിൻ്റെ കുടുംബത്തിനും നഗരത്തിലുള്ള ബാക്കി ആളുകൾക്കും അപകടമുണ്ടാക്കുമെന്ന് അവന് മനസ്സിലാകുന്നു. എന്നിട്ട് വീണ്ടും കൈയൊട്ടിക്കാൻ നോക്കുമ്പോൾ അത് എത്തുന്നില്ല. അങ്ങനെ ആടി ആടി അത് ഒട്ടിക്കും. ശേഷം മറ്റവർ എല്ലാത്തിനെയും തെറിപ്പിച്ച് അവിടുന്ന് ഓടും. അതിനിടയിൽ കാങ് വീഴുന്നു. അവൻ പോയിക്കോളാൻ പറയും. പക്ഷെ ലീ അവനെ വലിച്ച് ആ ഡോർ അടക്കും. എന്നിട്ട് അതിന് തടയിടും. അപ്പോൾ അവിടെ കിമ്മ് നിൽക്കുന്നു. കളിയൊക്കെ നിർത്തി അവളെ തായോന്ന് പറയും. ലീ അവളോട് നീ കാങ്ങിനെയും കൂട്ടി എവിടുന്ന് ടെലിപ്പോർട്ടാവ്. ആദ്യം ഇവനെ പുറത്തെത്തിക്ക്. എന്നിട്ട് നീ വീണ്ടും വന്നാൽ നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാം. അവൾ കോഫി ജെല്ലിയും കഴിച്ച് അവനെയും കൊണ്ടുപോകും. ലീ അവനോട് നീ വിഷമിക്കണ്ട, അവൾ വരുന്നതിന് മുന്നേ ഈ പരിപാടി തീർക്കാനാ എൻ്റെ പ്ലാൻ. ശേഷം അവർ തിരിച്ച് റൂമിലേക്കെത്തും. കാങ്ങിന് ബോധമുണ്ടാവില്ല. ഇവിടെ ലീയും കിമ്മും തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങിയിട്ടുണ്ടാവും. ഇവിടെ ചേ തിരിച്ചു പോകുന്നതിന് മുന്നേ എന്തേലും ആയുധം കിട്ടുമോയെന്ന് വെച്ച് അന്വേഷിച്ച് നടക്കുകയാണ്. ലീയും കിമ്മും മാറി മാറി അടികൂടും. അവൻ ലീയെ പൊക്കി നിലത്തടിക്കുന്നു. പെട്ടെന്ന് തന്നെ ലീ അവനെ വലിച്ചെറിയും. ചേ ഒരുപാട് വെപ്പൺസ് ഉള്ള ഒരു കട കണ്ടുപിടിക്കും. ഇവിടെ രണ്ടുപേരും അവശരായിട്ടുണ്ടാകും. എങ്കിലും അവർ രണ്ടുപേരും ഒരുമിച്ച് അവരുടെ പവേഴ്സ് യൂസ് ചെയ്യും. ഒരു ബ്ലാസ്റ്റ് തന്നെ സംഭവിക്കും. ശേഷം സണ്ണ് ചർച്ചിൻ്റെ വരാന്തയിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ സോംബീസ് എത്തുമ്പോൾ അവൻ സ്റ്റോപ്പാവും, അനങ്ങില്ല. ഇവനറിയില്ലല്ലോ ഇതെന്താ സംഭവമെന്ന്. അവർ തിരിയുമ്പോൾ ഇവനും തിരിയും. അവർ സണ്ണിനെ തന്നെ ഇങ്ങനെ നോക്കാൻ തുടങ്ങും. പെട്ടെന്ന് മുഖത്തേക്കൊന്ന് കൊടുത്ത് അലറി അവിടുന്ന് ഓടിപ്പോകും. ഇവരും പിന്നാലെ ഓടുന്നു. പക്ഷെ കാണുന്നുണ്ടാവില്ല. അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നത്. വേറൊരു സ്ഥലത്ത് ഒളിച്ചതായിരുന്നു അവൻ. സൺ ആ ഡോർ അടക്കുമ്പോൾ ഇവൻ വീണ്ടും തുറക്കും. പെട്ടെന്ന് അവരും സോംബീസിനെ പോലെ ഓരോന്ന് കാണിക്കാൻ തുടങ്ങും. കുറച്ച് കഴിഞ്ഞിട്ടും ഇവർ പോവാതെ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ ഇവനെ തന്നെ കരച്ചിൽ വരും. പേടിച്ചലറുമ്പോഴാണ് പെട്ടെന്നൊരു ചെയിൻസോ എടുത്ത് അവിടെ മുറിക്കുന്നത്. അത് ചേ ആയിരിക്കും. സൺ അവളുടെ പിന്നിൽ ചെന്ന് വിളിക്കും. അവൾ അതും കാട്ടി അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്നു. ചേ ഒരു ക്രിസ്മസ് ട്രീ മുറിച്ചിട്ട് അവരെ ബ്ലോക്ക് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടും. അങ്ങനെ അവൾ ലീയെ അന്വേഷിച്ച് വരുമ്പോൾ അവിടെ അവനെ കാണുന്നില്ല. രണ്ടുപേരുടെയും ചോര അവൾ കാണും. സൺ നമുക്ക് പോവാമെന്ന് പറയുമ്പോൾ ഇല്ല, അവനില്ലാതെ ഞാൻ വരില്ല. നിനക്കെന്താ പ്രാന്താണോ? അപ്പോൾ കുറച്ച് നേരം നന്ദി കാണിച്ചൂടെ? നിങ്ങൾ പെട്ടപ്പോൾ ഞാനല്ലേ രക്ഷിച്ചത്. അപ്പോൾ ഞങ്ങളാണ് നിന്നെ ഇവിടെ രക്ഷിക്കാൻ വന്നത്. എന്നിട്ട് എന്നെ ഒറ്റക്കാക്കി നിങ്ങൾ മൂന്നും പോയി. പിന്നെ ഞാൻ തിരിച്ചു വന്നില്ലേ? അപ്പോൾ ഈ ഹേസോങ് സിറ്റി നശിക്കാൻ പോവാണ്, ലോകാവസാനം സംഭവിക്കാൻ പോവാണെന്ന് പറയും. അവർ പറയുന്നത് ഞാൻ കേട്ടതാണ്. എൻ്റെ ഭാര്യയും മോളും അതിൽ പെടും. അപ്പോൾ അവൾ അവൻ്റെ കൈ പിടിച്ചു നോക്കുമ്പോൾ ഒട്ടുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞത് സത്യമാണെന്ന് അവൾക്ക് മനസ്സിലാവും. ശേഷം അവർ അതിനുള്ള കെമിക്കൽസ് എല്ലാം സെറ്റാക്കും. എന്നിട്ട് ജൂറാൻ വരുമ്പോൾ അവശനായി കിടക്കുന്ന കിമ്മിനെ ആയിരിക്കും അവർ കാണുന്നത്. അവൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിരിക്കും. സയൻറ്റിസ്റ്റ് പറഞ്ഞതായിരുന്നു ശരി, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നും പറഞ്ഞ് അവൻ അവിടെ വെച്ച് മരിക്കുന്നു. ശേഷം ലീ ലാബിലെത്തിയിട്ടുണ്ടാകും. അവിടെ സയൻറ്റിസ്റ്റ് അയാളുടെ പ്ലാൻ നടക്കാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ ഇരുന്ന് ചിരിക്കും. എന്നിട്ട് ഡിസംബർ 31 നടക്കാനിരിക്കുന്ന ഫയർ വർക്ക് ഫെസ്റ്റിവലിൻ്റെ ഒരു ഫ്ലെക്സും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2026 റിലീസായ ദി വണ്ടർഫുൾസ് എന്നൊരു സൂപ്പർ നാച്ചുറൽ കോമഡി സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഇതുവരെ റിലീസായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം.
അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് സൺ ചേനോട് ലോകാവസാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടേക്ക് മനുഷ്യ സോംബീസ് വരുന്നത്. ജൂറാനായിരിക്കും അവരെ കൺട്രോൾ ചെയ്യുന്നത്. 4 ഭാഗത്തു നിന്നും വളയും, അടുത്തോട്ട് വന്ന വെട്ടി പീസാക്കി കളയും എന്നൊക്കെ പറയും. അവിടുന്ന് ടെലിപ്പോർട്ട് ആവാൻ വേണ്ടി അവൾ കോഫി ജെല്ലി കഴിക്കുന്നു. സൺ ആകെ പേടിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവർ ടെലിപ്പോർട്ട് ആവുന്നു. എന്നിട്ട് അവൾ മാത്രമായി തിരിച്ചു വരുന്നു. അതവൻ കുറച്ച് അപ്സെറ്റ് ആയതാ. നിങ്ങൾ കാര്യമാക്കണ്ട. സണ്ണിനെ അവൻ്റെ വീട്ടിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ടാകും. അതിൻ്റെ സന്തോഷമായിരിക്കും അവന്. എവിടെ ആ ചെയിൻ സോ സ്റ്റാർട്ടാക്കാൻ നോക്കുന്നുണ്ട്. 3ാമത്തെ വേലിയിൽ അതിൻ്റെ പരിപ്പളകും. ആ നേരം എല്ലാവരും അവളെ പിടിക്കാനായി നോക്കും. ആ നേരത്താണ് വണ്ടിയിൽ വേറെ കുറേ ആൾക്കാർ വരുന്നത്. അത് ജുൻമോയുടെ ആൾക്കാരാണ്. ഇതായിരിക്കും അവരുടെ പ്ലാൻ ബി. അവർ ചെന്ന് അവിടെ ഉണ്ടായവരെയൊക്കെ അടിച്ചിടാൻ തുടങ്ങും. കൂടെ മുത്തശ്ശിയും ജുൻമോയും അവിടെ എത്തും. മുത്തശ്ശി ഒരു ഹോൺ അടിച്ച് അതെൻ്റെ പേരക്കുട്ടിയാണ്, അവളുടെ മേൽ തൊട്ടു പോകരുത്. മുത്തശ്ശിയെ കണ്ട സന്തോഷത്തിൽ അവരെ കെട്ടിപ്പിടിക്കും. ആ വിശ്വാസികളെല്ലാം പഴയ പോലെ ആയിട്ടുണ്ടാകും. അതിലൊരു സ്ത്രീ, നിങ്ങൾ ആ റെസ്റ്റോറൻറ്റ് നടത്തുന്ന സ്ത്രീയല്ലേ, നിങ്ങളെന്താ ഇവിടെ? അപ്പോഴാണ് അവരെല്ലാം നോർമലായ കാര്യം ഇവർ ശ്രദ്ധിക്കുന്നത്. ഈ സൈറൺ അടിച്ചതുകൊണ്ടാണോ ഇവർ നോർമലായത് എന്നവർ സംശയിക്കും. ശേഷം ലീ സയൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് ചെല്ലും. ഓ, നീയാണോ? ഞാൻ വിചാരിച്ചു നീ നിൻ്റെ അമ്മയെ കാണാൻ പോയെന്ന്. അവൻ എന്തിനാ നിങ്ങളുടെ പരീക്ഷണങ്ങൾക്കായി ഞങ്ങളെ തിരഞ്ഞെടുത്തത്? അപ്പോൾ സത്യം പറഞ്ഞാൽ അതിന് വലിയ റീസണൊന്നുമില്ല. 72 കുട്ടികളിൽ നിന്ന് 50% കുട്ടികളിൽ മാത്രമാണ് എക്സ്പെരിമെൻ്റ് ചെയ്തത്. അതിൽ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് ഒരേ ഒരു സ്പെഷ്യൽ ചൈൽഡിനെ. ശേഷം ഹോറാൻ ആ കെമിക്കൽസുമായി പോവുകയാണ്. ലീ അയാളോട്, ഹേസോങ് സിറ്റിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ ആ ഡ്രഗ് കൊടുക്കാൻ പോവാണോ? നിങ്ങൾക്കത് ഭ്രാന്താണോ? അന്ന് നിങ്ങൾ എക്സ്പെരിമെൻറ്റിന് വേണ്ടി കൊണ്ടുവന്ന കുട്ടികളിൽ പലരും മരിച്ചിരുന്നു. ഞാൻ വിചാരിച്ചതിനേക്കാളും ദുഷ്ടനാണ് നിങ്ങൾ. അപ്പോൾ നീ ആ ചൈൽഡ് ഓഫ് എറ്റർണിറ്റിയെ തിരികെ താ. നമുക്കൊരുമിച്ച് ഒരു പുതിയ ലോകമുണ്ടാക്കാം, ആർക്കും മരണമില്ലാത്തൊരു ലോകം. ലീ അവൻ്റെ പവേഴ്സ് അയാളുടെ മേൽ പ്രയോഗിക്കാൻ നിൽക്കുമ്പോൾ കുറേ ലേസർ വന്നടിക്കും അവൻ്റെ മേൽ. അവിടെയെല്ലാം സയൻറ്റിസ്റ്റിൻ്റെ ആളുകളുണ്ടായിരുന്നു. അവനെ ലേസർ പോയിന്റിൽ നിർത്തിയേക്കാണ്. ഒപ്പം ജൂറാനും ഉണ്ട്. പെട്ടെന്ന് പടപടാന്ന് വെടിവെക്കാൻ തുടങ്ങും. പക്ഷേ ആ ബുള്ളറ്റ്സ് എല്ലാം ഫ്രീസായി നിൽക്കുന്നുണ്ടാവും. അതെല്ലാം തിരിച്ച് നേരെ അവരുടെ അടുത്തേക്ക് തന്നെ വന്നടിക്കും. അതിലൊരു ബുള്ളറ്റ് സയൻറ്റിസ്റ്റിനും കിട്ടും. പെട്ടെന്ന് അവിടെ പൊട്ടിത്തെറിക്കുന്നു. ശേഷം ഈ പൊട്ടിത്തെറിച്ച സൗണ്ട് എല്ലാവരും കേൾക്കും. ലീ അപകടത്തിലാണെന്ന് ചേന് മനസ്സിലാവും. അവൾ അവൻ്റെ അടുത്തേക്ക് ടെലിപ്പോർട്ടാകാൻ നോക്കും. ആദ്യം അവൾക്ക് പറ്റുന്നുണ്ടാവില്ല. പിന്നീട് അവൻ അവളെ കിസ് ചെയ്ത കാര്യം ആലോചിക്കുമ്പോൾ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടി അവൾ ടെലിപ്പോർട്ടാകുന്നു. അപ്പോഴാണ് ജുൻമോയും മുത്തശ്ശിയും ഇവളിത് ആദ്യമായി ചെയ്യുന്നതായി കാണുന്നത്. ശേഷം അവൾ അവിടെ എത്തുമ്പോൾ മൊത്തം തീയും പുകയും. അവളാണെങ്കിൽ ലീയെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആ വെടികൊണ്ടവന്മാർ ഞങ്ങളെ രക്ഷിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുക, സോറി എന്ന് പറയും. പക്ഷേ അവൾക്ക് അവരെ ഒഴിവാക്കാൻ തോന്നില്ല. ജീവനുള്ള ആൾക്കാരെയൊക്കെ അവൾ ടെലിപ്പോർട്ട് ചെയ്ത് അവിടെ എത്തിക്കും. പക്ഷെ അപ്പോഴും ലീയെ കണ്ടെത്താൻ അവൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല. ശേഷം ജൂറാന് ബോധം വന്ന് സയൻറ്റിസ്റ്റിനെ എണീപ്പിക്കും. ആകെ പൊള്ളിയിട്ടുണ്ട് മുഖം മൊത്തം, ബോധമില്ല. ആ നേരത്താണ് 2 സെറം ബാക്കിയുള്ളതായി അവൾ കാണുന്നത്. അത് ഇഞ്ചെക്റ്റ് ചെയ്യും. പക്ഷേ അപ്പോഴേക്കും അയാൾ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഹോറാൻ വിളിക്കുന്ന സമയത്ത് ഇവൾ കിമ്മും സയൻറ്റിസ്റ്റും മരിച്ച കാര്യം പറയുന്നില്ല. ശേഷം ആ അപ്പാപ്പൻ ലീയെ വലിച്ചു കൊണ്ടുപോയി സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റും. അയാൾ ആ സെല്ല് തുറക്കാൻ നോക്കുമ്പോൾ അയാളുടെ കയ്യിലുള്ള പുഴുക്കളെല്ലാം അതിൻ്റെ മേൽ അരിച്ച് ഒരു ആസിഡൊക്കെ പറ്റി ആ ലോക്ക് പൊട്ടിപ്പോകുന്നു. അത് അയാളുടെ പവറായിരിക്കും. ഇവരൊക്കെ ആ ചെളിക്കുഴിയിൽ വീണതുകൊണ്ടാണ് ഈ പവറൊക്കെ വന്നത്. പക്ഷെ എല്ലാം വളരെ വിയേഡായ പവേഴ്സായിരിക്കും. അപ്പാപ്പൻ അവിടുന്ന് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് 3972 എന്ന അവൻ്റെ നമ്പർ ആരോ വിളിക്കുന്നതായി ശബ്ദം കേട്ട അവന് ബോധം വരും. ശേഷം ജുൻമോ മുത്തശ്ശിയോട് ഇവിടുത്തെ വിശ്വാസികൾ പറയുന്നത് കുറച്ച് മുന്നേയായി ഇവിടുന്ന് 2 വലിയ കണ്ടെയ്നർ ട്രക്ക് പോയെന്നാ. പക്ഷെ അതിലെന്താണെന്ന് അവിടെയുള്ള ആർക്കും അറിയില്ല. സണ്ണ് പറഞ്ഞത് അതെന്തോ ഒരു ഡ്രഗാണെന്നാണ്. അത് ഹേസോങ് സിറ്റിയിൽ മൊത്തം സ്പ്രെഡ് ചെയ്യാനാണ് അവരുടെ ഉദ്ദേശം. അപ്പോഴാണ് ജൂറാൻ അവിടേക്ക് വരുന്നത്. പെട്ടെന്ന് ജുൻമോ മുത്തശ്ശിയുടെ നേർക്ക് തോക്കു ചൂണ്ടും. അതുപോലെ ബാക്കിയുള്ളവരും. അത് അവളുടെ പവർ യൂസ് ചെയ്ത് ചെയ്യിക്കുന്നതാണ്. ദേഷ്യത്തോടെ, എൻ്റെ ഫാമിലി തൊട്ട് കളിക്കാതെ നീ എന്നോട് മുട്ടാവാ. അവൾ, എൻ്റെ ബ്രദർ പോയി, ഇപ്പോൾ എൻ്റെ അച്ഛനായി കണ്ട സയൻറ്റിസ്റ്റും പോയി. അതിൻ്റെ ഫീൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് അവൾ മുത്തശ്ശിയുമായി മുങ്ങും. അവളെ കണ്ടയുടൻ ഷൂട്ട് ചെയ്യണമെന്ന് ഓർഡർ കൊടുക്കുന്നു. വീണ്ടും അവൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അവർ ഷൂട്ട് ചെയ്യും. പക്ഷെ അവളിപ്പോൾ ഉള്ളത് ഒരു JCBയിലാണ്. അവൾ അത് വെച്ച് എല്ലാം ഇടിച്ചു പൊളിക്കാൻ തുടങ്ങും.
മറ്റവർ വന്ന് നോക്കുമ്പോഴേക്കും അവളെ വീണ്ടും കാണുന്നില്ല. ശേഷം കാങ്ങിന് ബോധം വരും. എന്നിട്ട് സണ്ണിൻ്റെ മകളൊക്കെയുള്ള ഒരു പരേഡ് കാണിക്കുന്നു. അച്ഛൻ വന്നില്ലേന്ന് ചോദിക്കും. അപ്പോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അയാളെ നോക്കിയിരിക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഡൈവോഴ്സ് ആവാൻ പോവാണോ? അപ്പോൾ നീ റിഹേഴ്സൽ ഫോക്കസ് ചെയ്യുമെന്ന് പറയും. പെട്ടെന്ന് സൺ ഓടി വന്ന് എല്ലാവരും ഇവിടുന്ന് ഓടിക്കോ, ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, ഡേഞ്ചർ ആണെന്ന് പറയും. അവൻ ചെന്ന് വൈഫിനെയും മകളെയും കെട്ടിപ്പിടിക്കും. നമുക്ക് ഇവിടുന്ന് വേഗം പോകണം, എല്ലാം പോകുന്ന വഴിക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറ്റിയത്, എന്തായി ചെയ്യുന്നത്? അപ്പോൾ എല്ലാവരും മരിക്കാൻ പോവാണ്. 12 മണി ആയിക്കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും മരിക്കും. പക്ഷേ അവനെ ആരും മനസ്സിലാക്കുന്നില്ല. ശേഷം സൺ ഉള്ളിടത്തേക്ക് കാങ്ങും ചേയും എത്തും. കാങ് ലീയുമില്ല, മുത്തശ്ശിയുമില്ല, എന്തു ചെയ്യും? ചേ അവിടെയുള്ള ഫോട്ടോസൊക്കെ നോക്കി കിടക്കുകയാണ്. കാങ് അവളോട് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? ആ, ഞാൻ ഇപ്പോഴാ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ഇത്രയും ദിവസം ഒരുമിച്ചുണ്ടായിട്ടും ഒരു ഫോട്ടോ പോലും ലീയുടെ കൂടെ എടുക്കാൻ പറ്റിയില്ല. സണ്ണ്, ലോകം അവസാനിക്കാൻ പോവാ, എന്നിട്ട് നീ ഇപ്പോഴും ഇതാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ആരോട് പറഞ്ഞാലും അവർ വിശ്വസിക്കുന്നുമില്ല. ഛേ, നമുക്ക് ആ ട്രക്ക് തടയണം, ആ ഡ്രഗ്സ് എല്ലാം കൊണ്ടുപോകുന്ന ട്രക്ക്. സൺ, ഒരുപാട് ക്രൗഡുള്ള ഏരിയയിലേക്കായിരിക്കും അവർ അത് കൊണ്ടുപോകുന്നത്. അത് എവിടെയെന്ന് ചോദിക്കും. എന്നിട്ട് അവർ ആ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി അവിടെ ആ ട്രക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവർക്ക് ആ ട്രക്ക് കണ്ടെത്താൻ പറ്റിയില്ല. നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരെയും ഇവർക്കറിയാം. അവിടെയുള്ള എല്ലാവർക്കും ഇവരെയും അറിയാം. സൺ, ഇത്രയും പേരെ നമുക്കറിയാം, പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു? അത് വിട്, ഇപ്പോൾ ആ ട്രക്ക് അന്വേഷിക്കാം. അപ്പോഴാണ് അവിടെ സണ്ണിൻ്റെ മകളുടെ പരേഡ് നടക്കുന്നത്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ശേഷം അവർ പോകുന്ന വഴിക്ക് മുന്നിൽ ലീ നിൽക്കുന്നതായി കാണും. അവനെ കണ്ട് അവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ലീ കാങ്ങിനെ എടുത്തെറിയും. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ലീ കാറെടുത്ത് പൊക്കി ചേയുടെ മേൽക്കിടുമ്പോൾ മുമ്പിൽ കാങ് വന്ന് തടയും. കാങ്, എന്നെ ഒരുപാട് ദേഷ്യം പിടിപ്പിക്കാതിരിക്കുന്ന നല്ലത്, നിനക്കറിയാലോ. ശരിക്കും ലീയെ കൊണ്ട് ജൂറാനായിരിക്കും ഇത് ചെയ്യിപ്പിക്കുന്നത്. ശേഷം സണ്ണിൻ്റെ മകളെ കണ്ട സന്തോഷത്തിൽ നിൽക്കുകയായിരിക്കും. ആ നേരത്താണ് അവൻ്റെ വൈഫ് വന്ന് ഫയർ വർക്ക് ഫെസ്റ്റിവൽ നടക്കുന്നിടത്തേക്ക് പോകുന്നത്. അപ്പോൾ മനസ്സിലാവും എല്ലാവരും കൂടുന്ന ഒരു സ്ഥലമായിരിക്കും അത്. അവിടെ വെച്ച് അവർ ആ ഡ്രഗ് സ്പ്രെഡ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. ആ സമയം മുകളിലൂടെ ഒരു കാർ വന്ന് എല്ലാം നാശമാക്കി കളയും. എല്ലാവരും ജീവനും കൊണ്ടോടും. ആ തിരക്കിനിടയിൽ സൺ അവൻ്റെ വൈഫിനെയും മകളെയും തേടും. അങ്ങനെ അവരെ രണ്ടുപേരെയും കണ്ടെത്തി അവരെയും കൊണ്ടവിടുന്ന് പോകും. അപ്പോഴൊക്കെ ഓരോ കാറുകളായി അവരുടെ മുന്നിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അവിടെയുള്ള ഒരു ഷോപ്പിലേക്ക് കയറും അവർ. ഹോറാൻ ഇതുപോലെ കാറുകൾ പൊങ്ങി വരുന്നതൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ലീ ഓരോന്നെടുത്തെറിയും. കാങ് അതെല്ലാം തടയും. ഇവനെന്താ പ്രാന്തായോ? ഞങ്ങൾ എന്ത് ചെയ്തിട്ടാടാ? ചേ, ഇതവനല്ല, മറ്റവളാ. ഇവൾ അവനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അവളാണ് ജുൻമോയെ കൺട്രോൾ ചെയ്ത് മുത്തശ്ശിയുടെ നേർക്ക് തോക്ക് ചൂണ്ടിച്ചതും. ചേ അവിടെയുള്ള ഒരു സ്പീക്കർ എടുക്കും. പക്ഷെ അവളെ പിടിച്ച് കാങ്ങിനെ തെറിപ്പിക്കും. ഇവൾ ഇതിൻ്റെ സൈറൺ ഓണാക്കുമ്പോഴേക്കും അത് അടിച്ചു പോയിട്ടുണ്ടാകും. കാങ് അവളെ രക്ഷിക്കാനെത്തുമ്പോഴേക്കും അവർ ടെലിപ്പോർട്ടാകുന്നു. എന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് എത്തും. അവിടുന്ന് ടെലിപ്പോർട്ടായി വേറെ സ്ഥലത്തെത്തിയതോടെ ലീ വീണ്ടും പഴയ പോലെ തിരിച്ചു വരും. ശേഷം ജൂറാൻ അവിടെയുള്ള പോലീസുകാരെ കൺട്രോൾ ചെയ്യും, അതുപോലെ അവിടെയുള്ള വിശ്വാസികളെയും. എന്നിട്ട് കാങ് എത്തുമ്പോൾ ഒരു സൈഡിൽ ആ പോലീസുകാർ അവൻ്റെ നേർക്ക് വരുന്നു, മറ്റൊരു സൈഡിൽ വിശ്വാസികളും. ഇവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ചേയും ലീയും എത്തുന്നത്. ലീ ഓക്കെ ആയെന്ന് അവന് മനസ്സിലാവും. ഈ സമയം അവർ നിൽക്കുന്നത് സണ്ണുള്ള ഷോപ്പിൻ്റെ മുന്നിലാണ്. അവൻ്റെ ഫാമിലിയോട് എന്തു വന്നാലും ഇവിടുന്ന് അനങ്ങരുത്, ഇവിടെ തന്നെ ഇരിക്കണം. വൈഫ്, നിങ്ങളെന്താ ചെയ്യുന്നത്? ഞങ്ങളെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് പോവാണോ? അതല്ല, പക്ഷേ എനിക്ക് ഇറങ്ങിയേ പറ്റൂ. ഈ പറക്കുന്ന കാറൊക്കെ നിങ്ങളെന്ത് ചെയ്യാനാ? അവൻ മകൾക്ക് ഹെഡ്ഫോണിൽ പാട്ടും വെച്ച് കൊടുത്ത് അവിടുന്ന് പോകുന്നു. പോകുന്നതിന് മുന്നേ വൈഫിനൊരു കിസ്സും കൊടുത്തിട്ടാണ് പോകുന്നത്. മകൾ കണ്ണുപൊത്തും. ചേ, എന്താടോ ഇത്ര നേരം വൈകിയെന്ന് ചോദിക്കും. അങ്ങനെ അവർ 4 പേരും ആ വരുന്നതിനൊക്കെ നേരിടാൻ തയ്യാറാവും. ലീ ആദ്യം തന്നെ കാറും കൊണ്ട് കുറേ എണ്ണത്തിനെ തടയും. അതിലൊരു അടി കാങ്ങിന് നല്ല പോലെ കിട്ടും. അവിടെയുള്ള ഒരു അമ്മച്ചിയോട് എന്നെ ഒന്ന് സഹായിക്കുമോ, എന്നെ ഒന്ന് അപമാനിക്കുമോ എന്ന് ചോദിക്കും. വേഗം വേണമെന്ന് പറയും.
അമ്മച്ചി തുടങ്ങും. എങ്ങനെ ഈ പന്നിമോറിന് എൻ്റെ കടയും പൊളിച്ചു വരാൻ തോന്നി എന്നും പറഞ്ഞ് പച്ചക്ക് അപമാനിക്കും. ആ നേരത്ത് വീണ്ടും അയാൾ വരും. കാങ് എടുത്തെറിയും അയാളെ. അങ്ങനെ ബാക്കി വരുന്ന ആൾക്കാരെ അടിച്ചു തെറിപ്പിച്ച് അവരെ വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്യും. ആ സമയം സൺ അവിടെയുള്ള ഒരു ബോളുമായി എല്ലാവരെയും ഒട്ടിച്ച് അവിടുന്ന് കൊണ്ടുപോകും. അത് അവൻ്റെ വൈഫും മോളും കാണുന്നുണ്ടാവും. അതിൽ ചേയും ഒട്ടിപ്പിടിക്കും. അവൾ അത് നന്നായി എൻജോയ് ചെയ്യും. പെട്ടെന്നത് ടെലിപ്പോർട്ടാവുന്നു. എന്നിട്ട് അവർ മാത്രമായി തിരിച്ചു വരും. സണ്ണിൻ്റെ വൈഫ് എന്താ ഇവിടെ ഇപ്പോൾ ഉണ്ടായെന്ന് അറിയാതെ നിൽക്കുകയാണ്. അവളുടെ അച്ഛൻ ഒരു സൂപ്പർ ഹീറോ ആണെന്ന് മകൾ മനസ്സിലാക്കുന്നു. ഒപ്പം ഇതൊക്കെ ലീയുടെ കൊളീഗ്സും കണ്ടിട്ടുണ്ടാവും. ശേഷം മറ്റവരെയെല്ലാം കൂടെ ഒരു സെല്ലിലായിരിക്കും കൊണ്ടിട്ടത്. അവർ നോർമലായിട്ടും ഉണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ പോലീസുകാരും പരേഡിലുണ്ടായിരുന്ന കരാട്ടക്കാരും വേറെ കുറേ ആൾക്കാരും അവർക്ക് നേരെ വരും. ഇനി വീണ്ടും തുടങ്ങണോ സൺ? നമുക്ക് ആ ഫയർ വർക്ക് ആദ്യം നിർത്തണം. 12 മണിക്കാണ്. ആ നേരത്താണ് ഡ്രഗ് മൊത്തം അവർ സ്പ്രെഡ് ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. ഒരു കൗണ്ട് ഡൗണും ഒരുപാട് ക്രൗഡും ഉണ്ടാകും അവിടെ. ജോറാനെ തടയും വേണം. അതുപോലെ ഈ ഫയർ വർക്കും. ചേയും കാങ്ങും ഫയർ വർക്ക് നിർത്താനും ലീയും സണ്ണും ജൂറാനെ കണ്ടെത്താനും പോകാനായി തീരുമാനിക്കും. അങ്ങനെ ജുൻമോ അടക്കമുള്ള ആൾക്കാർ അവരുടെ നേർക്ക് വരൂ. കാങ്ങിനെയും കൂട്ടി ടെലിപ്പോർട്ടാകുന്നു. സണ്ണ് സ്പൈഡർമാനെ പോലെ ചുമര് കയറിപ്പോകും. ഇത് അവൻ്റെ ഫാമിലി കാണുന്നുണ്ട്. ശേഷം മറ്റവർ ഫയർ വർക്ക് നടക്കുന്ന സ്ഥലത്തേക്കെത്തും. അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഇവർ ഈ ഡ്രഗ് മിക്സ് ചെയ്യുന്നത്. ആ ഫയർ വർക്ക് പൊട്ടുമ്പോഴാണ് ആ ഡ്രഗ് എല്ലാവരുടെ അടുത്തേക്കും എത്തുന്നത്. ശേഷം സൺ ജൂറാനെ കാണും. അവൻ അവിടുന്ന് ചാടും. ഇവിടെ ചെയ്യും കാങ്ങും ആകാശത്തോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഇവിടെ ലീയാണ് എല്ലാവരുടെയും കൂടെ ഫൈറ്റ് ചെയ്യുന്നത്. സൺ ഒട്ടിപ്പിടിച്ച് അവിടേക്ക് കയറും. ജൂറാൻ്റെ അടുത്തെത്തും. അവളോട് എല്ലാം നിർത്താൻ പറയും. ജൂറാൻ അവൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട് പലതവണ. പക്ഷെ അവൾക്ക് പറ്റുന്നില്ല. അവൻ കുറേ ചീത്ത പറയും. അവൾ ഇവിടെ ആർക്കെന്ത് പറ്റിയാലും എനിക്കൊന്നുമില്ല. അപ്പോൾ നിനക്ക് ചെറുപ്പത്തിൽ അടി കിട്ടാത്തതിൻ്റെ കുറവുണ്ട് എന്ന് പറയുമ്പോൾ ഹോറൻ വന്നൊരൊറ്റ അടി കൊടുക്കും. ബോധം പോയ അവൻ അവിടുന്ന് താഴേക്ക് വീഴുന്നു. ജൂറാൻ ടയേർഡാവുമ്പോൾ ബാക്കി ആളുകളും നോർമലാവും. ജുൻമോ ലീയോട് എന്താ പറ്റി, ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. ജൂറാൻ അവളുടെ പവർ ഓവറായി യൂസ് ചെയ്തുകൊണ്ട് ചോര ഛർദ്ദിക്കും. കിമ്മും സയൻറ്റിസ്റ്റും മരിച്ചുപോയെന്ന് പറയും. നമുക്ക് വേണ്ടപ്പെട്ടവർ അവർ കാരണം മരിച്ചു, അവരെ വെറുതെ വിടരുതെന്ന് പറയും. ശേഷം സണ്ണിന് ബോധം വരും. ലീയോട് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ഓക്കെ അല്ല. ആ ഫയർ വർക്കിൻ്റെ കാര്യം എന്തായി? അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവനെ കത്തി വെച്ച് കുത്തും. എന്നിട്ടൊരു കിസ്സും കൊടുക്കും. ആ നേരം ജൂറാൻ അവിടെയുള്ള ഒരാളെ വെച്ച് ചേനെ കുത്തിക്കും. ഇത് കിമ്മിന് വേണ്ടിയാണെന്ന് പറയും. ലീ അയാളെ തെറിപ്പിക്കുന്നു. ഇത് കണ്ട് സണ്ണ് ചീറാൻ തുടങ്ങും. അപ്പോഴാണ് അവൻ്റെ സൈഡിൽ നിൽക്കുന്നത്. ഇവൻ പേടിച്ചു പോകുന്നു. ലീയുടെ കൂടെയുള്ള ചേനെ കണ്ട് അവളും അന്തം വിടും. അത് ആയിരിക്കില്ല, അവളുടെ രൂപത്തിൽ വന്ന ഹോറാനായിരിക്കും. ഈ കാര്യം അറിയാതെയാണ് ജൂറാൻ അങ്ങനെ ചെയ്തത്. ഇവൾക്ക് ഇവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇത് കണ്ട ജൂറാനിന് ആകെ എന്തോ പോലെയാവും. അവൾക്ക് ചെറിയൊരു പൾസ് ഉണ്ട്, ആംബുലൻസ് വിളിക്കുന്നു പറയും. ആ നേരത്താണ് സണ്ണിൻ്റെ വൈഫ് പുറത്തേക്ക് വരുന്നത്. അവിടെയുള്ള എല്ലാവരെയും ജൂറാൻ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ഡ്രഗ്സ് ഉള്ള പെട്ടി മുഴുവൻ ആകാശത്തൂടെ അവരുടെ മേലേക്കൂടെ പോകുന്നു. അത് ഫയർ വർക്ക്സ് അല്ലെന്ന് അവർക്ക് മനസ്സിലാവും. ആ നേരത്താണ് അവിടേക്ക് മുത്തശ്ശി വരുന്നത്. ലീ അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ നോക്കും. പക്ഷെ പറ്റില്ല. അവന് കുത്തുകൊണ്ട് നല്ല പരിക്കേറ്റുന്നുണ്ട്. അതിനായി ഒരു പ്ലാൻ സെറ്റ് ചെയ്യും. പക്ഷെ അത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് അവരാദ്യം സമ്മതിക്കില്ല. സൺ അവൻ്റെ വൈഫിനെയും മകളെയും നോക്കുമ്പോൾ സമ്മതിക്കും. കൈ ഒട്ടാൻ വേണ്ടി നുണ പറയും. നീ നല്ല സുന്ദരിയാണെന്ന് പറയുമ്പോൾ കൈ ഒട്ടു. കാങ് അവനെ പിടിച്ച് എറിയും. ചേയും സണ്ണും നേരെ അവിടെ പോയി കറക്റ്റ് പിടിക്കും. എന്നിട്ട് വലിഞ്ഞ് മുകളിലേക്ക് കയറുന്നു. നിങ്ങൾ നന്നായി ചെയ്തു, ഇനി പൊക്കോന്ന് പറയും. നീ ഉറപ്പായും തിരിച്ചു വരണമെന്ന് പറഞ്ഞ് സണ്ണ് താഴേക്ക് പോകുന്നു. ലീ അവനെ കൺട്രോൾ ചെയ്ത് നിർത്തും. ഇനി ചേയുടെ കയ്യിലാണ് ബാക്കി കാര്യങ്ങൾ. അതിലൊരു ടൈം ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. 40 സെക്കൻഡ് മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ അവൾ അതുകൊണ്ട് ടെലിപ്പോർട്ടാവാൻ നോക്കും. 10, 9, 8 എന്ന് കൗണ്ട് ഡൗൺ തുടങ്ങുന്നു. അങ്ങനെ 3, 2, 1 കഴിഞ്ഞ് പൊട്ടിത്തെറിക്കാൻ നേരത്ത് അതെല്ലാം കൂടെ ടെലിപ്പോർട്ടാകുന്നു. എല്ലാവരും ഒന്ന് സ്റ്റക്കാവും. ഉടനെ ഫയർ വർക്ക്സ് പൊട്ടാൻ തുടങ്ങുന്നു. ജോറാൻ്റെ പ്ലാൻ ഫെയിൽഡായി. അങ്ങനെ ന്യൂ ഇയർ ആയിട്ടുണ്ടാവും. എന്നിട്ട് എല്ലാവരും പഴയ പോലെ ആവുന്നു. എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ ചേനെ കാണാതെ നിൽക്കുകയാണ് ഇവർ. അവൾ തിരിച്ചെത്തിയിട്ടില്ല. അവളെയും നോക്കി കുറേ നേരം നിൽക്കും. പക്ഷെ അവൾ വരില്ല. ശേഷം അതൊക്കെ പൊട്ടിത്തെറിച്ച് ചേയുടെ ഒരു കൈ മാത്രം കാണിക്കുന്നു.
സണ്ണിൻ്റെ വൈഫ് ആ പരേഡ് നടന്നില്ലെങ്കിലും അതിൻ്റെ നല്ല ഫോട്ടോസെങ്കിലും കിട്ടി. ഇവർക്ക് ഇന്നലെ നടന്നതൊന്നും ഓർമ്മയുണ്ടാവില്ല. സണ്ണ്, അപ്പോൾ ഞാൻ നിങ്ങളെ രക്ഷിച്ചതൊന്നും ഓർമ്മയില്ലേ? നിങ്ങളൊരു സ്റ്റോറിലേക്ക് കൊണ്ടുപോയതും ഞാനും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരെയും രക്ഷിച്ചതൊക്കെ മറന്നുപോയോ? അപ്പോൾ അവൻ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. ഇവൾക്ക് ഇപ്പോഴും ആ പഴയ പുച്ഛമായിരിക്കും ഇവരോട്. ജൂറാൻ ആ പവർ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ ഇന്നലെ നടന്നൊക്കെ മറന്നുപോയി. അന്ന് രാത്രി തന്നെ സണ്ണിന് ഈ കാര്യം മനസ്സിലായതാണ്. ഇവൻ ഭയങ്കര ഇമോഷണലായി കെട്ടിപ്പിടിക്കുമ്പോൾ ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് ചിന്തിച്ച് നിൽക്കും. എന്നിട്ട് സൺ അതെല്ലാവരോടും വിളിച്ചു പറയാനായി നോക്കും. ഞങ്ങളാണ് നിങ്ങളെ രക്ഷിച്ചതെന്ന് പറഞ്ഞ്. പക്ഷെ ആരും മൈൻഡാക്കില്ല. പക്ഷെ ഇതൊന്നും മറക്കാത്ത ഒരാളുണ്ടായിരുന്നു, അവൻ്റെ മകൾ. ജൂറാൻ്റെ കൺട്രോളിൽ പെടാത്ത ഒരു കുട്ടിയായിരിക്കും അവൾ. അച്ഛനോട് അച്ഛനൊരു ഹീറോ ആണെന്ന് പറഞ്ഞ് പോകും. അവൻ ആ സന്തോഷത്തിൽ ഞെട്ടി ഇങ്ങനെ നിൽക്കും. ശേഷം മുത്തശ്ശി ഇപ്പോഴും ചേന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവൾ വരും എന്നുള്ള വിശ്വാസത്തിൽ. ക്യാങ്ങും അവളെ ആലോചിച്ചുകൊണ്ട് കരയുന്നുണ്ട്. ലീ ഇപ്പോഴും ആ സ്ട്രീറ്റിൽ നിൽക്കുന്നുണ്ട്, അവൾ വരുന്നതും നോക്കി. അവൾ താഴേക്ക് വീഴാണെങ്കിൽ പിടിച്ചു നിർത്താനായി. സണ്ണിന് അവൻ്റെ വണ്ടിയിൽ നിന്ന് സവാള കിട്ടുമ്പോൾ ചേനയായിരിക്കും ഓർമ്മ വരുന്നത്. അവനും സങ്കടമുണ്ട് അവളെ കാണാത്തതിൽ. അങ്ങനെ അവൾ തിരിച്ചു വരാത്തതുകൊണ്ട് അവൾ മരിച്ചെന്ന് ഉറപ്പിച്ച് അതിനുള്ള ഫ്യൂണറൽ നടത്തും. എല്ലാവർക്കും നല്ല ഫുഡൊക്കെ കൊടുക്കും. അപ്പോൾ ഒരു ചീഞ്ഞ ഹൂഡിയൊക്കെ ഇട്ട് അവിടുത്തെ ഫുഡൊക്കെ വാരി വലിച്ചെടുക്കും. കുറച്ച് മര്യാദ കാണിച്ചൂടെ? മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് ആരുടെയും ഫ്യൂണറലാണോ, ആരാ മരിച്ചതെന്ന് ചോദിക്കും. പെട്ടെന്ന് മുത്തശ്ശി ഞെട്ടുന്നു. അത് ചേ ആയിരിക്കും. എല്ലാവരും അവളെ കണ്ട സന്തോഷത്തിൽ അടുത്തേക്ക് വരും. പക്ഷെ അടുക്കാൻ പറ്റില്ല, അമ്മാതിരി നാറ്റമായിരിക്കും. ഞാൻ പെട്ടെന്ന് വരാൻ നോക്കിയതായിരുന്നു, പക്ഷേ ഏതോ ഒരു മരുഭൂമിയുടെ നടുക്ക് പെട്ടുപോയി. ശരിക്കും ഇവിടെ ആരുടെ മരിപ്പിനാ ഫുഡ് കൊടുക്കുന്നത്? അപ്പം ആരും മരിച്ചിട്ടില്ലെന്ന് പറയും. എല്ലാവരും ഹാപ്പി ആവുന്നു. ശേഷം ഈ കാര്യം അറിഞ്ഞ ലീ ഓടി അവളെ കാണാനായി ചെല്ലും. നീ എന്നെ മിസ് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഏയ് നല്ല ആശ്വാസമാണ് തോന്നിയെന്ന് പറയും. പക്ഷെ നാറ്റം കാരണം അവളെ അടുപ്പിക്കില്ല. നീ ആദ്യം പോയി കുളി, എന്നിട്ട് കാണാമെന്ന് പറയും. എന്നാലും ഇവൾ അവനെ ചെന്ന് കെട്ടിപ്പിടിക്കും. അവനും ഒരുപാട് സന്തോഷമാവും. പെട്ടെന്ന് അവർ ടെലിപ്പോർട്ടാവും. ശേഷം അവരുടെ 4 പേരുള്ള ആ ഗ്യാങ്ങിനെയും കാണിക്കും. എന്നിട്ട് ലീ അവൻ്റെ അമ്മയെ തേടി വരും. അവർക്ക് പരസ്പരം മനസ്സിലാവും. അവൻ്റെ ഉള്ളിലെ ആ കുഞ്ഞു ലീയെ അവർ കാണും. ശേഷം ലീ വീണ്ടും ആ ഓഫീസിൽ തന്നെ വർക്കിന് കയറും. എന്നിട്ട് ആ കത്തി നശിച്ച ലാബാണ് കാണിക്കുന്നത്. അവിടെ അപകടം പറ്റിയ സയൻറ്റിസ്റ്റിൻ്റെ മുറിവുകളൊക്കെ ഹീലായി വരാൻ തുടങ്ങും. പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. അയാൾ മരിക്കുന്നതിന് മുമ്പേ ജൂറാൻ ആ സെറം കുത്തിവെച്ചതിൻ്റെ എഫക്റ്റ് ആയിരിക്കും അത്. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.